വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. പെട്ടെന്നൊരു ദിവസം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണമെത്തുമ്പോൾ ഒട്ടുമിക്കവർക്കും ചെയ്തു പൂർത്തിയാക്കാത്ത ഒരുപാട് കാര്യങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയുണ്ടാകും. അവസാനത്തെ യാത്രയ്ക്ക് മുമ്പായി അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുന്ന ഒരു ദൈവദൂതനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിരിക്കും അല്ലേ? നമ്മൾ കാണാൻ പോകുന്ന മേ ഐ ഹെൽപ്പ് യു എന്ന ഡ്രാമയിൽ അങ്ങനെ ഒരു ദൈവദൂതനാണ് ഹീറോയിൻ. നമ്മുടെ ഹീറോയിൻ ഡോങ്ജു ജോലി ചെയ്യുന്നത് ഒരു ഫ്യൂണറൽ കമ്പനിയിലാണ്. അവിടെ ആരെങ്കിലും മരിച്ചാൽ അടക്കവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനികളാണ്. ഇവിടെ ജോലിക്ക് കയറിയത് മുതൽ അവൾക്കൊരു സ്പെഷ്യൽ എബിലിറ്റി കിട്ടി. അവളുടെ ക്ലയൻസ് എത്തുന്ന ഡെഡ് ബോഡിയിൽ അവൾ തൊടുമ്പോൾ അവർ എഴുന്നേറ്റ് അവളുടെ മുന്നിലെത്തും. അവരുടെ അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ അവർക്ക് അവളോടൊപ്പം ചെലവഴിക്കാം. ആദ്യ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ ഡോങ്ജു ഒരു ലേഡിക്ക് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവർ അവളോട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോങ്ജു അവിടെ ഒരാൾ മരിച്ചതിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തി ഒന്നും പറയാതെ അവരുടെ കർണക്കുറ്റിക്ക് ഒരെണ്ണം പൊട്ടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവൾക്ക് ചുറ്റും കൂടി എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നു. ഡോങ്ജു പക്ഷെ ഒന്നും പറയാതെ വീണ്ടും അവളെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ ഓടി വന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നു. ചുറ്റും കൂടുന്നവരെല്ലാം അത് കണ്ട് അമ്പരക്കുന്നുണ്ട്. ശരിക്കും അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട സ്ത്രീയുടെ മരണാനന്തര ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഡോങ്ജു അടിച്ച സ്ത്രീ. പക്ഷെ മരിച്ച സ്ത്രീയുടെ ഭർത്താവും ഈ കൂട്ടുകാരിയും തമ്മിൽ അവർ അറിയാത്ത രഹസ്യമായ അടുപ്പത്തിലായിരുന്നു. ഈ കള്ളത്തരമാണ് ഡോങ്ജു ഇപ്പോൾ പൊളിച്ചത്. തെളിവായി അവൾ കുറെ ഫോട്ടോസും അവർക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നു. അതോടെ അവരുടെ കാര്യം ശുഭം. ഡോങ്ജു തിരികെ ഡ്രസ്സിംഗ് റൂമിലെത്തി ആ സ്ത്രീയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവർ മരണവുമായി മെല്ലിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് പോലും കൂട്ടുകാരിയും ഭർത്താവും കൂടി കുറെ അഭിനയിച്ചിരുന്നു. പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിന്റെ സമാധാനത്തോടെ അവൾക്ക് നന്ദി പറഞ്ഞ ശേഷമാണ് അവർ അന്ത്യയാത്ര നടത്തിയത്. ഡോങ്ജുവിന്റെ ചീഫ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടതിന് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലയൻസിനെ സമാധാനത്തോടെ പറഞ്ഞയക്കേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ട് നീ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പറയുന്നുമുണ്ട്. ആ സ്ത്രീ യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയ സമയത്ത് ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ തൂക്കിയിട്ടിരുന്ന നമ്പർ എഴുതിയിരിക്കുന്ന ഒരു ഡ്രീം ക്യാച്ചറിലെ 16 എന്ന നമ്പർ മാറി 15 ആകുന്നുണ്ട്. ജോലി കഴിഞ്ഞ് ഡോങ്ജു നേരെ പോയത് പള്ളിയിലേക്കാണ്. കുമ്പസാരക്കൂട്ടിലിരുന്ന് അച്ഛനോട് സംസാരിക്കുകയാണ് അവൾ. ഒരാളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ച് അയാളെ സമാധാനമായി പറഞ്ഞയക്കാൻ കഴിയുന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഡോങ്ജുവിന്റെ കാര്യം അങ്ങനെയല്ല. അവൾ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഈ ജോലി ചെയ്യുന്നത്. ഇതിന് 15 തവണ കൂടി മാത്രമേ ഇത് ചെയ്യേണ്ടി വരൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ അച്ഛൻ അവളെ സമാധാനിപ്പിക്കാനായി പറയുന്നുണ്ട്. സിവിൽ സർവീസ് എക്സാം പാസ്സായി ഗവൺമെന്റ് ജോലി നേടുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ 15 തവണ കൂടി ജോലി കഴിയുമ്പോൾ അതിന് സഹായിക്കണമെന്ന് അവൾ അച്ഛനോട് പറയുന്നു. ജോലി വാങ്ങിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലല്ല, നീ പഠിക്കുന്നത് പോലെ ഇരിക്കും. തൽക്കാലം ഇത് കുടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ അച്ഛൻ ഒരു ബിയർ കുപ്പി എടുത്ത് അവളുടെ മുന്നിൽ വെക്കുന്നു. നേരെ വെളുത്തപ്പോൾ തന്നെ ബിയർ കുടിക്കാനോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ അച്ഛൻ അവളെ പറഞ്ഞയക്കുന്നു. അച്ഛൻ പറഞ്ഞതല്ല, അവൾ ബിയറും കുടിച്ചുകൊണ്ടാണ് റോഡിലൂടെ പോയത്. ഒരു സ്കൂളിനടുത്ത് കൂടിയാണ് അവൾക്ക് പോകേണ്ടത്. സ്കൂൾ കുട്ടികളുമായി വരുന്ന പേരൻസും ഒക്കെ അത്ഭുത ജീവിയെ കാണുന്ന പോലെ അവളെ നോക്കുന്നുണ്ട്. അവൾ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൂളായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കുറിച്ച് മുന്നിലായി റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സിഗ്നൽ നോക്കാതെ ഒരു കുട്ടി റോഡിലേക്ക് ഓടി കയറുന്നു. അവനൊരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. പക്ഷെ തക്ക സമയത്ത് നമ്മുടെ ഹീറോ കിം ഇടപെട്ടതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോഴേക്കും ഓടി വന്ന കുട്ടിയുടെ അമ്മയോട് കുട്ടി ഇപ്പോൾ ഷോക്കായിട്ടുണ്ടാകും. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറിളക്കവും ഛർദിയും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന പോലെ അവൻ കുറെ നിർദ്ദേശങ്ങൾ നൽകുന്നു. അമ്മ അവൻ നന്ദി അറിയിച്ചിട്ട് അവൻ ഏത് കുട്ടിയുടെ അച്ഛനാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടെ സ്കൂളിനടുത്ത് ഇതുപോലുള്ള സിഗ്നലിൽ ഓരോ ദിവസം കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കലായി ഓരോ പേരൻസ് ഡ്യൂട്ടിക്ക് നിൽക്കാറുണ്ട്. അതിനുള്ള യൂണിഫോം ധരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഏത് കുട്ടിയുടെ അച്ഛനാണ് എന്ന് അവർ ചോദിച്ചത്. അവൻ അവർക്കൊരു കാർഡ് നൽകിയിട്ട് സ്വയം പരിചയപ്പെടുന്നു. ഏതോ കുട്ടിയുടെ അച്ഛന് പകരക്കാരനായാണ് അവൻ അവിടെ നിൽക്കുന്നത്. സമയമില്ലാത്തവർക്കും ചെയ്യാൻ മടിയുള്ളവർക്കും ഒക്കെ എന്താവശ്യമുണ്ടെങ്കിലും അത് അവന്റെ കമ്പനിയിൽ അറിയിച്ച് തക്കതായ പ്രതിഫലം നൽകിയാൽ അവർക്ക് പകരം ആ ജോലി അവർ ചെയ്തു കൊടുക്കും. കൊലപാതകം, കുറ്റകൃത്യങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒഴിച്ച് മറ്റെന്തിനും അവരെ സമീപിക്കാം. ഇവിടെ അങ്ങനെയാണ് അവൻ ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്നത്. കമ്പനിയുടെ CEO അവന്റെ അങ്കിൾ വിൻസെന്റ് ആണ്. കമ്പനി തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അതുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇടയ്ക്കിടെ അവർ ചെറിയ ഇവന്റുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഇവന്റ് അവർ അന്ന് നടത്തുന്നു. അന്ന് വൈകിട്ട് അവന്റെ അടുത്തെത്തി ഗേൾഫ്രണ്ടിന് വേണ്ടി ജോലി ചെയ്യാൻ അവനെ ഏൽപ്പിക്കുന്നു. അയാളുടെ ഗേൾഫ്രണ്ട് മറ്റാരുമല്ല, നമ്മുടെ ഡോങ്ജു തന്നെ. കുറച്ച് ദിവസങ്ങളായി അവൾ അയക്കുന്ന മെസ്സേജിനൊന്നും അയാൾ റിപ്ലൈ നൽകുന്നില്ല. അന്ന് അവരുടെ റിലേഷന്റെ 100ാം ദിവസമാണ്. എന്നിട്ട് പോലും അവൻ കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഡ്യൂട്ടിക്ക് പോകാനായി അവളെ പിക്ക് ചെയ്യാൻ വന്ന ചീഫിനോട് വണ്ടിയിലിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന വിവരം അവൻ അറിയുമോ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ അടുത്തിടെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ നല്ല ജോലിയാണെന്നാണ് അവൻ പറഞ്ഞത് എന്നവൾ പറയുന്നു. പക്ഷെ ചീഫ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-20 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അതൊരു നല്ല ലക്ഷണമായി തോന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം മുമ്പ് അദ്ദേഹത്തിനും ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ജോലി കാരണം ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ഒരു പമ്പിൽ എണ്ണടിക്കാനായി കയറുന്നുണ്ട്. പക്ഷെ രാവിലെ തന്നെ ശവവണ്ടി ദുശകരമാണെന്ന് പറഞ്ഞ് പമ്പിലെ ജീവനക്കാരൻ അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നു.
അയാളുടെ റിയാക്ഷൻ ദോങ്ജുവിനെ ശരിക്കും ചൊടിപ്പിച്ചെങ്കിലും ചീഫ് അയാളുടെ സോറി പറഞ്ഞ് വണ്ടിയും എടുത്തുകൊണ്ട് വേഗം പോകുന്നു. ആ സമയത്ത് നാളെ തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് റിപ്ലൈ അയക്കുന്നത് കൊണ്ട് അവളുടെ ശ്രദ്ധ മാറുന്നു. വളരെ സന്തോഷത്തോടെയാണ് അവൾ അടുത്ത ദിവസം ബോയ് ഫ്രണ്ടിനെ കാണാനായി പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. പക്ഷെ അവിടെ അവളെ കാത്തിരിപ്പുണ്ടായിരുന്ന നമ്മുടെ കിമ്മാണ്. അവളുമായി ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടി ബോയ് ഫ്രണ്ട് അയാൾക്ക് പകരം അവനെ ആ ജോലി ഏൽപ്പിച്ച് പറഞ്ഞയച്ചിരിക്കുകയാണ്. കിം അവന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നൽകുന്നുണ്ട്. അവളുടെ ജോലി എന്താണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ കയ്യിൽ പിടിക്കാൻ ഭയമാണ്. ഇനി ഒരിക്കലും ആ കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ബ്രേക്കപ്പിന്റെ കാരണമായി ബോയ് ഫ്രണ്ട് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം കേട്ടപ്പോൾ മേശപ്പുറത്ത് നിന്ന് കൈ അവളറിയാതെ മേശക്കടിയിലേക്ക് ഒളിപ്പിച്ചു പോകുന്നു. അവളാകെ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് അറിയാമായിരുന്നെങ്കിലും കമ്പനിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി 2 വാക്ക് പറയാൻ കിം മറക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് അവൻ പോയത്. അവൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൾ പുറകെ ചെന്ന് ബോയ് ഫ്രണ്ട് ഈ ജോലിക്ക് എത്ര രൂപയാണ് നൽകിയതെന്ന് ചോദിച്ചറിഞ്ഞ് അത്രയും തുക തന്നെ അവന്റെ പോക്കറ്റിൽ ബലമായി വെച്ചു കൊടുത്തിട്ട് അവന്റെ കാലിലിട്ടൊരു തൊഴി കൊടുത്ത് ഞാനാണ് ബ്രേക്കപ്പ് ആകുന്നത് എന്ന് ആ തെണ്ടിയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്നു. അവന് കാലിൽ ശരിക്കും വേദനിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള വയലൻസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് അവൻ അവളെ തിരികെ വിളിച്ചിട്ട് പറയുന്നു. ബോയ് ഫ്രണ്ടിനോട് പറയാനുണ്ടിരുന്നതെല്ലാം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവിടെ അവൾ അവനോട് പറയുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അവൻ പറഞ്ഞതുപോലെ എൻ്റെ കൈയോട് എനിക്കും വെറുപ്പാണ്. എന്നാലും കൊലപാതകവും കള്ളത്തരവും ഒന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അതാണ് മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോയത്. അവൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവന്റെ കമ്പനിയുടെ ഓഫീസും. തൊഴി കൊണ്ട കാലിൽ അത്യാവശ്യം നന്നായി പരിക്ക് പറ്റിയിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുകളിലെ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് താമസിക്കുന്ന സോയൻ എന്ന പോലീസുകാരൻ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. പരിക്ക് കണ്ടപ്പോഴേ ആരോ ചവിട്ടിയതാണെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായി അറിഞ്ഞപ്പോൾ ദോങ്ചു അവളുടെ കൈ ഇത്രത്തോളം വെറുക്കാൻ എന്ത് ജോലിയായിരിക്കും അവൾ ചെയ്യുന്നതെന്ന് അവരെല്ലാം സംശയിക്കുന്നുണ്ട്. സത്യത്തിൽ ദോങ്ജുവിന്റെ ആദ്യത്തെ പ്രൊഫഷൻ ഇതായിരുന്നില്ല. അവളൊരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒരു തവണ കളിക്കിടയിൽ അവളുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം അവൾക്ക് ആ ഫീൽഡ് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്താണ് ഫ്യൂണറൽ കമ്പനിയിലെ ജോലിക്ക് അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളാരും അങ്ങനെ ഒരു ജോലിക്ക് അപേക്ഷ പോലും അയക്കാറില്ലാത്തതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് ജോലിക്ക് അപേക്ഷിക്കാനുള്ള അവൾ പറഞ്ഞ കാരണങ്ങൾ എല്ലാവരും ഒരു ദിവസം വരിക്കും. ഇപ്പോഴാണെങ്കിൽ മരണനിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബിസിനസ്സിന് യാതൊരു കുറവും ഉണ്ടാകില്ല. അടുത്ത ഒരു 30 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ റിട്ടയർമെന്റ് ഇല്ലല്ലോ എന്നൊക്കെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അന്ന് അവൾ പറഞ്ഞിരുന്നു. അവളുടെ അത്ലറ്റ് ആയതുകൊണ്ട് മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് ഇപ്പോഴത്തെ ചീഫ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ എനിക്കിത് മരിക്കുന്നവരെ ഇവിടെ ജോലി ചെയ്യാനുള്ള താല്പര്യമെന്ന് അവൾ അന്ന് വളരെ ആവേശത്തോടെ പറഞ്ഞിരുന്നു. ഈ ജോലി ചെയ്യാൻ പേടിയില്ലെന്ന് ചീഫ് ചോദിച്ചപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് അവൾ ചോദിച്ചത്. അവൾക്കൊപ്പം ഉണ്ടായിരുന്ന പ്രായമുള്ളവർ പോലും അവളുടെ അത്ര എനർജറ്റിക്കായും പോസിറ്റീവായും പെർഫോം ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് അവൾക്ക് അവിടെ ജോലി കിട്ടിയത്. അവളുടെ ആദ്യത്തെ കസ്റ്റമർ ഒരു കുട്ടിയായിരുന്നു. പേടിയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഡെഡ് ബോഡിയുടെ മുന്നിൽ ചെന്നപ്പോൾ അവൾക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. കുരിശ് വരച്ച് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് അവൾ ഡെഡ് ബോഡിക്ക് അവസാനത്തെ മേക്കപ്പ് ഇട്ടൊരുക്കാനായി തുടങ്ങിയത്. അതുള്ള ക്രീം ബ്രിട്ടനായി എടുത്ത് ബോഡിയിൽ തൊട്ടപ്പോഴാണ് അവൾ നിന്നിരുന്ന മോർച്ചറി പോലെയുള്ള ആ മുറിയിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത്. അതുകൊണ്ട് സെറ്റപ്പ് മൊത്തത്തിൽ മാറി ഒരു മേക്കപ്പ് റൂം പോലെ ആകുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റ് അവളുടെ തോളിൽ തട്ടി വിളിച്ചത്. അവൾ പേടിച്ചു പറിച്ച് തെറിച്ചു വീഴുന്നുണ്ട്. താൻ മരിച്ചുവെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. അവൾ പേടിക്കുന്ന എന്തിനാണെന്ന് അറിയാതെ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ദോങ്ജു മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുന്നുണ്ട്. കുട്ടി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നി അവൾ വീട്ടിലെത്തിയ ശേഷമാണ് ഓട്ടം നിർത്തിയത്. അവളുടെ അച്ഛന് വീടിനോട് ചേർന്ന് തന്നെ അപ്പോൾസറി വർക്ക് നടക്കുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്. പേടിച്ചറിഞ്ഞതുപോലെ അവൾ അവിടെ ചെന്ന് ചെവിയും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ശബ്ദം അപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവളുടെ വെപ്രാളം കണ്ട അച്ഛൻ അവളെ ഒരു ബുദ്ധക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥനകൾ നടത്തുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് അവൾ ഫ്യൂണറൽ കമ്പനിയിൽ ജോലിക്ക് കയറിയ വിവരം അദ്ദേഹം അറിയുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് അങ്ങനെ ജോലിക്ക് കയറിയെന്ന് ചോദിച്ച് അദ്ദേഹം അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇനി ആ ഭാഗത്തേക്ക് പോലും പോയേക്കരുതെന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അവൾ ഡെഡ് ബോഡി കണ്ട് പേടിച്ചതായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന മട്ടിൽ അവൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷെ എല്ലായിടത്തും ആ കുട്ടി അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നു. മാത്രമല്ല ഒരു കാര്യവുമില്ലാതെ അവൾക്ക് ഇടയ്ക്കിടെ ഓരോ പണികൾ കിട്ടാനും തുടങ്ങുന്നു. ഒരിക്കൽ ക്രിക്കറ്റ് കളി കാണാനായി സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ബോൾ കുതിച്ചു വന്ന് അവളുടെ നെറ്റിയിൽ തന്നെ കൊള്ളുന്നുണ്ട്. അങ്ങനെ ആകെ സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അവൾ പള്ളിയിലെ അച്ഛനെ കണ്ടത്. കുമ്പസാരക്കൂട്ടിലിരുന്ന് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ തിരികെ കമ്പനിയിലേക്ക് തന്നെ ജോലിക്ക് പോകുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ആ കുട്ടി നിന്നെ കാണാൻ വന്നത്? അവൻ ആരാണ്? നിന്റെ കൈകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതെന്നൊക്കെ അറിയണ്ടേ എന്ന് അച്ഛൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് പ്രേതങ്ങളെ കാണാൻ കഴിവുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ആ സംഭവത്തിന് മുമ്പോ ശേഷമോ എനിക്ക് അങ്ങനെ ഒരു യാതൊരു കഴിവും ഉണ്ടായിട്ടില്ല. ഇത് പേടികൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാനാണ് സാധ്യത. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ സ്ഥലത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവളെ പറഞ്ഞു തിരുത്താനായി അച്ഛനും പുറകെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൾ പള്ളിക്ക് മുന്നിലുള്ള പടിയിൽ നിന്നും താഴേക്ക് വീണ് നല്ല പരിക്ക് പറ്റുന്നു. കഴുത്തിനും കാലിനുമൊക്കെ ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ട്. ദൈവമായിട്ടാണ് തന്നെ ഇങ്ങനെ ഒരു ജോലിക്ക് തിരഞ്ഞെടുത്തതെന്ന് അവൾക്ക് മനസ്സിലാകുന്നതിനാൽ ആശുപത്രിയിലും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അച്ഛനോട് ജോലി ചെയ്യാൻ തിരികെ പോകാമെന്ന് അവൾ സമ്മതിക്കുന്നു. പക്ഷെ ദൈവത്തോട് അവളൊരു കണ്ടീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തന്റെ മുന്നിലത്തെ കസ്റ്റമേഴ്സിനെ പേടികൂടാതെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഈ ജോലിയിൽ നിന്ന് പോകാൻ അനുവദിക്കണം എന്നായിരുന്നു അവളുടെ കണ്ടീഷൻ. അവൾ ജോലിയിൽ തിരികെ കയറിയതിനു ശേഷം ഒരു മുത്തശ്ശിയായിരുന്നു ആദ്യം അവൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്. ഭർത്താവ് കാണാൻ വരുമ്പോഴേക്കും അവരുടെ മുടിയൊക്കെ ഭംഗിയിൽ കെട്ടിക്കൊടുത്താൽ മതി എന്ന ചെറിയൊരു ആഗ്രഹമായിരുന്നു
ആ മുത്തശ്ശി ഉണ്ടായിരുന്നത്. പേടിച്ചു പഠിച്ചാണെങ്കിലും അവൾ അത് ചെയ്യുന്നുണ്ട്. കണ്ണാടിയിൽ അതിന്റെ ഭംഗി കണ്ട് മുത്തശ്ശി സംതൃപ്തിയോടെ അവൾക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ തൂക്കിയിട്ടിരുന്ന മുമ്പ് കാണിച്ച നമ്പർ എഴുതിയ ഡ്രീം ക്യാച്ചറിൽ 21 എന്ന നമ്പർ മാറി 20 ആകുന്നു. അത്രയും കസ്റ്റമേഴ്സിനെ തനിക്ക് ഹാൻഡിൽ ചെയ്താൽ മതി എന്നുള്ള ദൈവത്തിന്റെ മറുപടിയാണെന്ന് ദോങ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ അത് 15 കഴിഞ്ഞു. അവരെ കൂടി ഇതുപോലെ പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഈ ജോലി അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിം താമസിക്കുന്നതിനടുത്തുള്ള ഒരു തട്ടുകടയിൽ പതിവായി ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. അവിടെ കുറേയധികം ആളുകളുടെ വിസിറ്റ് കാർഡുകൾ വെച്ചിരിക്കുന്നത് കണ്ട് അതിന്റെ ഓണറിന്റെ പെർമിഷനോടെ അവനും കുറെ വിസിറ്റ് കാർഡുകൾ അവിടെ വെക്കുന്നു. അടുത്ത ദിവസം ഒരു ടാക്സി ഡ്രൈവറെ കാണിക്കുന്നുണ്ട്. അയാളുടെ ടാക്സിയിൽ കയറിയ ഒരാൾ നല്ല ചൈനീസ് ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചൈനീസ് ഫുഡ് കഴിക്കാറില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. വണ്ടിയിലുണ്ടായിരുന്ന ആളിനെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ വണ്ടി അപകടത്തിൽപ്പെട്ട് അയാൾ കൊല്ലപ്പെടുന്നു. അയാളും ഡോങ്ജുവിന്റെ മേക്കപ്പ് റൂമിൽ എത്തിപ്പെടുന്നുണ്ട്. മരണപ്പെട്ടെന്ന് സത്യം ഉൾക്കൊള്ളാൻ അയാൾക്ക് കുറേയധികം സമയം വേണ്ടി വരുന്നു. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. തിരികെ പോകാൻ സഹായിക്കാൻ കഴിയുമോ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്. അതിനൊന്നുമുള്ള കഴിവില്ല. അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളാൻ അവൾ അയാളോട് പറയുന്നു. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹമാണ് അയാൾ പറഞ്ഞത്. അയാളുടെ ഭാര്യ മരിച്ച ശേഷം അയാളും മകനും കൂടി ആണ് താമസിച്ചിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അയാൾക്ക് കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന വിധത്തിൽ ഒരു ജോലി ഏൽക്കേണ്ടി വന്നു. ആ സമയത്ത് മകനെ നോക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഒരേ ഒരു ബന്ധുവായ സ്റ്റെപ്പ് ബ്രദറിന്റെ അടുത്ത് ചെന്ന് 3 മാസത്തേക്ക് അവനെ അവിടെ നിർത്താൻ പറ്റുമെന്ന് അന്വേഷിക്കുന്നു. അയാൾ തയ്യാറാക്കാതിരുന്നപ്പോൾ ജോലിക്ക് അഡ്വാൻസായി കിട്ടിയ തുക മുഴുവൻ അയാൾ ബ്രദറിന് നൽകുന്നു. 3 ദിവസം കഴിയുമ്പോൾ മടങ്ങി വരാമെന്ന് മകനോട് പറഞ്ഞിട്ടാണ് അയാൾ പോകാൻ ഇറങ്ങിയത്. പക്ഷെ അച്ഛനെ പിരിഞ്ഞു നിൽക്കാൻ തയ്യാറാക്കാതെ അവൻ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ പുറകെ ഓടുന്നു. ആ സമയത്ത് റോഡിൽ വെച്ച ഒരാളുടെ കയ്യിൽ നിന്ന് ചൂടുള്ള ഒരു പാത്രത്തിൽ അവൻ അബദ്ധത്തിൽ തട്ടി അവന്റെ കൈ പൊള്ളുന്നു. അയാൾ അത് കണ്ട് വേദന കൊണ്ട് പുളയുന്ന മകന്റെ അടുത്ത് ഓടാൻ തുടങ്ങിയതാണെങ്കിലും പിന്നെ അവൻ പോകാൻ സമ്മതിച്ചില്ലെങ്കിലും എന്ന് കരുതി അങ്ങോട്ടേക്ക് പോകാതെ അവിടെ നിന്ന് പോകുന്നു. 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ മകനെ അന്വേഷിച്ച് ബ്രദറിന്റെ വീട്ടിലെത്തിയെങ്കിലും അപ്പോഴേക്കും അയാൾ അവനെ എവിടെയും ഉപേക്ഷിച്ചിരുന്നു. അന്നു മുതൽ ഈ മരിക്കുന്ന ദിവസം വരെയും അയാൾ മകന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾക്ക് ഇങ്ങനെ മരിച്ചവരെ കാണാനുള്ള അത്ഭുത കഴിവുള്ളത് കൊണ്ട് ചിലപ്പോൾ മകനെ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞേക്കുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം അവളോട് പറഞ്ഞത്. ഇത്രയും വർഷങ്ങളായി അയാൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത ആളെ ഒറ്റ രാത്രി കൊണ്ട് തനിക്കൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് ദോങ്ജുവിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അവൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഡ്രീം ക്യാച്ചറിലെ നമ്പർ കുറയില്ല എന്നറിയാവുന്നത് കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് വേണമെന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് അയാളുടെ സ്റ്റെപ്പ് ബ്രദറും ഭാര്യയും മാത്രം അനുശോചന ചടങ്ങുകൾ നടക്കുന്ന ഹാളിലിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചത്. അയാൾ മരിച്ചതിന് അവർക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. മറ്റൊരാളെ പോലും അവർ മരണവിവരം അറിയിക്കാത്തത് കൊണ്ട് ആയിരിക്കുമല്ലോ അവിടെ ആരും അനുശോചനം അറിയിക്കാൻ എത്താത്തത് എന്ന് അവൾ ഊഹിക്കുന്നുണ്ട്. മാത്രമല്ല മരിച്ച ആളുടെ ഇൻഷുറൻസ് തുക മകനുണ്ട് എന്നുള്ള വിവരം മറച്ചു വെച്ച് മൊത്തത്തിൽ അവർ കൈക്കലാക്കാൻ തുടങ്ങിയാണെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അടക്കം കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു പ്രൈവറ്റ് ജെറ്റ് വാടകയ്ക്കെടുത്ത് വിദേശത്തേക്ക് ടൂർ പോകുന്ന കാര്യവും അവിടെ സംസാരിക്കുന്നുണ്ട്. ദോങ്ജു അവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയാതെ ആകെ അസ്വസ്ഥയായി നിൽക്കുമ്പോഴാണ് മരിച്ചയാളുടെ ഫോൺ വേസ്റ്റ് ബിൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവർ വലിച്ചെറിഞ്ഞത്. അവളത് സൂത്രത്തിൽ അവിടെ നിന്ന് നിരക്കി വെളിയിലെത്തിച്ച് അതിൽ സേവ് ചെയ്തിരുന്ന മുഴുവൻ നമ്പറിലേക്കും അയാളുടെ അടക്കത്തിന്റെ വിവരങ്ങളും സമയവും മെസ്സേജ് അയക്കുന്നു. മരിച്ചയാളുടെ പേരും കാണാതായ മകന്റെ പേരും ഒക്കെ വെച്ച് മകനെ അന്വേഷിക്കുന്നതായുള്ള ഒരു ഫ്ലക്സ് അടിച്ച് അവൾ ബിൽഡിങ്ങിന് വെളിയിൽ കിട്ടുന്നുമുണ്ട്. മകന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഫോണിൽ നിന്ന് കിട്ടിയതും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു ഡെലിവറിക്ക് പോയി മടങ്ങി വന്ന കിം സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഈ ഫ്ലക്സ് കാണുന്നുണ്ട്. അവന്റെ അപ്പോഴത്തെ റിയാക്ഷൻ കാണുമ്പോൾ അവനാണോ ആ മകനെന്ന് നമുക്ക് സംശയം തോന്നും. അടക്കത്തിന് മുൻപ് മകനെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡോങ്ജു. ഇടയ്ക്കൊരാൾ റൂം നമ്പർ തെറ്റി അവിടേക്ക് വന്ന് കയറിയപ്പോൾ മകനായിരിക്കുമെന്ന് കരുതി അവളൊന്ന് സന്തോഷിച്ചെങ്കിലും അത് വെറുതെയാകുന്നു. മരിച്ചയാളുടെ ബ്രദറും ഭാര്യയും രാത്രിയിൽ അവിടെ ഇരിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് കിട്ടിയ ഫുഡും ബിയറും ഒക്കെ കഴിച്ച് വയർ നിറച്ച് സ്ഥലം വിടുന്നു. ദോങ്ജു ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയെങ്കിലും ഒരു സാധനം മറന്നുവെന്ന് ചീഫിനോട് കള്ളം പറഞ്ഞിട്ട് അവൾ പള്ളിയിൽ പോയി അച്ഛനെ കാണുന്നു. അവൾക്ക് രാത്രിയിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അക്കാര്യം പറയാനാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. ഞാനവിടെ കുത്തിയിരുന്നാലും മകൻ വരാൻ പോകുന്നൊന്നുമില്ലല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ തീരുമാനം എന്താണെന്ന് ആർക്കറിയാം. നിന്നെ തന്നെ വിശ്വസിക്കാനല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ മകൻ വന്നേക്കുമെന്ന് പറഞ്ഞ അച്ഛൻ അവളെ പറഞ്ഞയക്കുന്നു. അവൾ തിരികെ കമ്പനിയിലെത്തിയപ്പോൾ അയാളുടെ റൂമിന് മുന്നിൽ മകന്റെ പ്രായമുള്ള ഒരാൾ നിൽക്കുന്ന കണ്ട അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ നിന്നിരുന്ന കിം ആയിരുന്നു. അവൾ അടുത്ത് ചെന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറയ്ക്കാനായി അവൻ കൈ ഉയർത്തിയപ്പോൾ അവന്റെ കയ്യിലെ പൊള്ളലേറ്റ പാട് അവൾ കാണുന്നു. അയാളുടെ മകന്റെ കയ്യിലും ചെറുപ്പത്തിൽ പൊള്ളലേറ്റ് അതുപോലെയുള്ള ഒരു പാടുണ്ടാകുമെന്ന് അയാൾ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നതിനാൽ ശരിക്കും അത് അയാളുടെ മകൻ തന്നെ ആയിരിക്കും എന്നവൾ വിശ്വസിക്കുന്നു. സത്യത്തിൽ കുടിച്ച് ലെവൽ തെറ്റിയ ഡ്രൈവറുടെ സ്റ്റെപ്പ് ബ്രദറിന്റെ ഭാര്യ മുമ്പ് കിം വിസിറ്റിംഗ് കാർഡ് വെച്ചിരുന്ന തട്ടുകടയിൽ നിന്ന് ആ കാർഡ് കണ്ടപ്പോൾ അവർക്ക് പകരമായി അന്ന് രാത്രി ഫ്യൂണറൽ റൂമിൽ ഇരിക്കാൻ വേണ്ടി അവൻ്റെ കമ്പനിക്ക് ആ ജോലി നൽകിയതാണ്. അവരുടെ റിക്വസ്റ്റ് വന്നത് കിമ്മിൻ്റെ ഫോണിലേക്കാണ്. ദോങ്ജു മകനന്വേഷിക്കാനായി കെട്ടിയിരുന്ന പോസ്റ്റർ അന്ന് ഡെലിവറിക്ക് പോയപ്പോൾ അവൻ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് ആരുടെ മരണമാണെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് ഏറായപ്പോഴാണ് അവരുടെ മെസ്സേജ് വന്നത്. അങ്കിളിനെ പറഞ്ഞയക്കാമെന്ന് കരുതി അവൻ അകത്ത് കയറി നോക്കിയപ്പോഴാണ് അങ്കിൾ അവിടെ ഇല്ല എന്നറിയുന്നത്. ഫോൺ വിളിച്ചപ്പോൾ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരെ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ ആ ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് അങ്കിളിന് മനസ്സിലാക്കുന്നു. മരിച്ച ആളുടെ പേര് ജോൻഹോ എന്നാണ് എന്നവൻ പറഞ്ഞപ്പോൾ അങ്കിൾ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചെടുക്കുന്നു. ആ പേര് അവൻ്റെ ലൈഫിൽ പ്രധാനപ്പെട്ട ആരുടെയാണെന്ന് നമുക്ക് ഊഹിക്കാം.
അതുകൊണ്ടാണ് അവൻ ആ ജോലിക്ക് പോകാൻ മടിക്കുന്നത്. നിനക്ക് വിഷമമാണെങ്കിൽ പോകണ്ട എന്ന് അങ്കിൾ അവനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവർ പേയ്മെൻറ്റായി വലിയൊരു തുക അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത്. അത് കണ്ടതോടെ അങ്കിളിൻ്റെ വിധം മാറുന്നു. കമ്പനി തുടങ്ങിയിട്ട് അധികകാലമായില്ല. ഇപ്പോൾ കിട്ടുന്ന ഓർഡറുകളൊന്നും നഷ്ടപ്പെടുന്നത് നല്ലതല്ല. തൽക്കാലം വിഷമമൊക്കെ സഹിച്ച് ജോലിക്ക് പോകാൻ അങ്കിൾ അവനെ നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് അവൻ അവിടേക്ക് വരേണ്ടി വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൻഹോ എന്ന പേര് അവനെ വളരെയധികം വേദനിപ്പിക്കുന്ന എന്തോ ഒരു ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഫ്യൂണറൽ റൂമിന് മുന്നിൽ പേരെഴുതിയിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ കരഞ്ഞത്. ആ സമയത്താണ് ദോങ്ജു അവിടെ എത്തിയതും അവനെ മകനാണ് തെറ്റിദ്ധരിച്ചതും. അവളാണ് ഈ ജോലിക്ക് ഓർഡർ നൽകിയതെന്നും അവൻ തെറ്റിദ്ധരിക്കുന്നു. അവളുടെ ജോലി ഫ്യൂണറൽ ഡയറക്ടറാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ബ്രേക്കപ്പ് ആകാൻ സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ കൈയെക്കുറിച്ച് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണെന്ന് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൾ അയച്ച മെസ്സേജ് കിട്ടിയിട്ടാണ് എന്ന് അവൻ പറയുന്നു. അവൻ പറഞ്ഞത് റിക്വസ്റ്റിനെ കുറിച്ചാണെങ്കിലും അവൾ കരുതിയത് മരിച്ച ജോൻഹോയുടെ ഫോണിൽ നിന്ന് അവൾ എല്ലാ കോൺടാക്റ്റിലേക്കും അയച്ച മെസ്സേജിൻ്റെ കാര്യമായിരിക്കുമെന്നാണ്. എന്തായാലും കുറച്ച് സമയം സംസാരിച്ചെങ്കിലും രണ്ടുപേർക്കും തെറ്റിദ്ധാരണകൾ ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ശരിക്കും അയാളുടെ മകൻ തന്നെയാണ് എന്ന് വിശ്വസിച്ച് അയാൾ പറഞ്ഞതുപോലെ അവന് ഇഷ്ടമുള്ള ബ്ലാക്ക് ബീൻ നൂഡിൽസ് അവൾ റെഡിയാക്കി കഴിക്കാൻ നൽകുന്നു. അതിനുശേഷം അവൻ ഫ്യൂണറൽ റൂമിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്നും അവൾ വീട്ടിലെത്തുന്ന സമയം കഴിഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് അച്ഛൻ ദോങ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. സ്റ്റഡി ഹാളിലാണ്, വരാൻ ലേറ്റാകും, അച്ഛൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നു. അവൾ സംസാരിക്കുന്നത് കിം ശ്രദ്ധിക്കുന്നുണ്ട്. ജോലിയെപ്പറ്റി അവൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലാക്കുന്നു. അവൻ കേട്ടു എന്ന് മനസ്സിലായെങ്കിലും അവൾ അത്ര കാര്യമാക്കാതെ തൊട്ടടുത്ത മുറിയിൽ പോയി രാത്രി മുഴുവൻ അവന് കൂട്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നു ചെല്ലുമ്പോൾ അവൻ ഭിത്തിയിൽ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. അവൾ അറിയാതെ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്ന് പോകുന്നുണ്ട്. അവൻ കണ്ണു തുറക്കുന്നത് കണ്ട് അവൾ പെട്ടെന്ന് ചമ്മൽ മറിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജോൻഹോയുടെ സ്റ്റെപ്പ് ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് അവിടേക്ക് വന്നത്. ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആരുമില്ല എന്നോർത്താണ് അദ്ദേഹം ടെൻഷൻ അടിച്ചത്. ദോങ്ജു കിമ്മിനെ ജോൻഹോയുടെ മകനായി പരിചയപ്പെടുത്തിയിട്ട് ബോഡി കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുക്കുമെന്നറിയിക്കുന്നു. അവർ സംസാരിച്ചത് കുറച്ച് മാറി നിന്നായിരുന്നുകൊണ്ട് കിം അതിനെക്കുറിച്ച് അറിയുന്നില്ല. രാവിലെ 7 മണി വരെ പകരക്കാരനെ നിൽക്കാനായിരുന്നു അവന് മെസ്സേജ് വന്നത്. അതുകൊണ്ട് 7 മണി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അടക്കം കഴിയുന്നതിന് മുമ്പ് പോവുകയാണെന്ന് ചോദിച്ച് ദോങ്ജു പുറകെ അവനെ പിടിച്ചെത്താൻ ശ്രമിക്കുന്നു. അച്ഛനോടുള്ള ദേഷ്യം ഇപ്പോഴും ബാക്കിയുള്ളതിനാലാണ് അവൻ പോകാൻ തുടങ്ങുന്നത് എന്നാണ് അവൾ കരുതിയത്. അവൻ മകനാണ് എന്നുള്ള രീതിയിൽ അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മകനല്ല, എൻ്റെ പേര് അങ്ങനെയല്ല എന്ന് അവൻ പറയുന്നു. പകരക്കാരനെ നിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് മെസ്സേജും മോളെ കാണിക്കുന്നു. മെസ്സേജ് അയച്ചത് അവളല്ല എന്നവന് മനസ്സിലാകുന്നു. അയച്ചതാരായാലും എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുന്നോട്ട് തന്നപ്പോൾ മകനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നലെ ഫ്യൂണറൽ റൂമിന് മുന്നിൽ നിന്ന് കരഞ്ഞത്? പകരക്കാരൻ അത്രത്തോളം പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. അത് ഞാൻ അറിയാതെ കണ്ണു നിറഞ്ഞു ഒഴുകിയതാണ്, അല്ലാതെ കരഞ്ഞൊന്നുമല്ല എന്നവൻ പറയുന്നുണ്ട്. മരിച്ച ആളിൻ്റെ ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡിൽ മകനെക്കുറിച്ചുള്ള വിവരമൊന്നുമില്ലാത്തതിനാൽ അവൾ വെറുതെ പറയുകയാണെന്ന് അവൻ വിചാരിക്കുന്നു. അവളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വെക്കാൻ മറന്നാകും എന്നവൾ കള്ളം പറയുന്നു. മരിച്ച ആളുമായി സംസാരിച്ച വിവരം അവനോട് പറയാൻ പറ്റില്ല. എന്തായാലും ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതുവരെ അവിടെ നിൽക്കാൻ അവൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞവൻ പോകുന്നു. മനസ്സ് മാറുകയാണെങ്കിൽ തിരികെ വരാൻ അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയ കിം കുറച്ച് മുന്നോട്ട് പോയ ശേഷം തിരികെ ചെന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണമെന്ന് സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ ചീഫ് ദോങ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. വിധിയായിരിക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ മിക്കവാറും കുറച്ച് കാശ് പ്രതീക്ഷിച്ചായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചീഫ് പറയുന്നു. ജോൻഹോയുടെ ഫ്രണ്ടായിരുന്ന ഒരാളിൻ്റെ ഒപ്പം ടാക്സിയിലാണ് കിം സെമിത്തേരിയിലേക്ക് പോയത്. അവൻ മരിച്ച ആളിനെ മുമ്പ് കണ്ടിട്ടില്ല. ചടങ്ങുകൾ നടത്താൻ പകരക്കാരനെ വന്നതാണെന്നറിഞ്ഞപ്പോൾ അയാൾ ജോൻഹോയെക്കുറിച്ച് അവനോട് പറയുന്നുണ്ട്. അയാൾ പറഞ്ഞതെന്നും ദോങ്ജു പറഞ്ഞതുപോലെ ഒരു മകൻ അയാൾക്കുണ്ടായിരുന്നുവെന്നും ഏകദേശം അവൻ്റെ പ്രായം തന്നെ ആയിരിക്കണമെന്നും മകനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അദ്ദേഹമെന്നും ഒക്കെ അവൻ അറിയുന്നു. ജോൻഹോയുടെ കാർ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ ഒരു കാർഡ് ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന എടുത്ത് നോക്കാനും അവനോട് പറയുന്നു. വണ്ടിയിൽ കയറുന്നവർ എന്തെങ്കിലും വിവരം നൽകിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ ആ കാർഡ് ജോൻഹോ കാറിനുള്ളിൽ സീറ്റിന് പുറകിലായി ഒട്ടിച്ചു വെച്ചിരുന്നതാണ്. അതിൽ മകൻ്റെ കയ്യിലുള്ള പൊള്ളലിൻ്റെ അടയാളത്തെക്കുറിച്ചും എഴുതിയിരുന്നു. ഡാഷ്ബോർഡിനുള്ളിൽ വേറൊരു കീറിയ ഫോട്ടോ കൂടി കിടക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടക്കം കഴിഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ ദോങ്ജു അവനെ വിളിച്ച് അവൻ അവിടെ വന്നതിന് പ്രതിഫലമായി നൽകാൻ ചീഫ് ഏൽപ്പിച്ച ക്യാഷ് അവന് നീട്ടിയെങ്കിലും അവനത് വാങ്ങുന്നില്ല. അവരുടെ കൂടെ ബസ്സിൽ തിരിച്ചു പോകാൻ അവൾ ക്ഷണിച്ചെങ്കിലും വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളാം എന്നവൻ പറയുന്നു. ദോങ്ജു പോകാനൊരുക്കിയതാണെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ച് പറയാതെ അവൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. അവൻ മകൻ തന്നെയാണ് എന്നാണ് അവൾ അപ്പോഴും വിശ്വസിക്കുന്നത്. ഇൻഷുറൻസ് തുക നിയമപരമായി നോക്കിയാൽ അവനാണ് കിട്ടേണ്ടത്. അവൻ്റെ അങ്കിളിന് അത് അനുഭവിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നറിയാവുന്നതുകൊണ്ട് അയാളെ തട്ടിയെടുക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് അവനോട് പറയുന്നു. നീ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, പക്ഷെ ആ മകൻ ഞാനല്ല എന്ന് അവൻ വീണ്ടും പറയുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് തിരികെ വന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവന് മറുപടിയൊന്നും കിട്ടുന്നില്ല. അപ്പോഴേക്ക് ചീഫ് പോകാനായി അവളെ വിളിക്കുന്നതിനാൽ കൂടുതൽ പറയാൻ നിൽക്കാതെ അവൾ പോകുന്നു. ബസ് വിട്ടുപോയ ശേഷം കിം മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കാർ അതുവഴി സെമിത്തേരിയിലേക്ക് പോകുന്ന അവൻ കണ്ടത്. അതേ കാർ ഡെഡ് ബോഡിക്ക് കൊണ്ടുവന്ന വണ്ടിക്ക് അകമ്പടിയായി കൂടെ ഉണ്ടായിരുന്ന അവൻ ശ്രദ്ധിച്ചിരുന്നു.
മാത്രമല്ല അവൻ ദോങ്ജുവിന് കെട്ടിയ ഫ്ലെക്സ് വായിക്കാൻ നിന്ന സമയത്ത് അതേ കാറും അവൻ നിന്നിരുന്നതിന് മുന്നിൽ ഉണ്ടായിരുന്നതും അവൻ ഓർക്കുന്നു. മരിച്ചവൻ്റെ മകനായിരിക്കണം അതെന്ന് അവന് സംശയം തോന്നിനാൽ അവൻ പുറകെ ചെല്ലുന്നുണ്ട്. അവൻ സംശയിച്ചതുപോലെ തന്നെ അയാളുടെ മകനായിരുന്നു അത്. 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് അവനോട് പറഞ്ഞിട്ട് പോയ അച്ഛൻ തിരികെ വരാഞ്ഞതിനാൽ അവൻ അച്ഛനെ വെറുത്തിരുന്നു. 3 മാസത്തേക്കാണ് അങ്കിളിനെ ഏൽപ്പിച്ചതെങ്കിലും അവനോട് പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അവനെ വഴിയിലെടുത്ത് ഉപേക്ഷിക്കുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും നിന്റെ അച്ഛൻ വരാത്തതിനാൽ ഞാനല്ല നിന്നെ ഉപേക്ഷിച്ചത്, നിന്റെ അച്ഛനാണെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ അച്ഛൻ തന്നെ പോലെ തന്നെ നിർഭാഗ്യവാനായി കഴിയണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ജോൻഹോ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ വണ്ടിയിൽ കയറിയത് അവൻ തന്നെയായിരുന്നു. വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന കാർഡും പകുതി കീറിയ മകൻ്റെ ഫോട്ടോയും ഒക്കെ അവനെ കാണിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടതായി അറിയാമെങ്കിൽ പറയണമെന്ന് അന്ന് അവനോടും അയാൾ പറഞ്ഞിരുന്നു. ഇത്രയും വർഷം അന്വേഷിച്ചിട്ടും മകനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ചൈനീസ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചൈനീസ് ഫുഡ് ഞാൻ കഴിക്കാറില്ല, എൻ്റെ മകൻ്റെ ഒപ്പം മാത്രമേ ഞാൻ അവിടെ കയറുകയുള്ളൂ എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോഴെല്ലാം കരയുന്നുണ്ടായിരുന്നെങ്കിലും മകനാണ് താനെന്ന് അവൻ തുറന്നു പറഞ്ഞിരുന്നില്ല. അന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും അതെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അച്ഛനെ കുറച്ചുകൂടി വേദനിപ്പിക്കണമെന്ന് കരുതിയാണ് അന്ന് അവൻ സത്യം പറയാതിരുന്നത്. ദോങ്ജു കെട്ടിയ ഫ്ലെക്സ് കണ്ടാണ് മരണവിവരം അവൻ അറിഞ്ഞത്. ഫ്യൂണറൽ ഹോമിലും അവൻ വന്നെങ്കിലും ദൂരെ നിന്ന് കണ്ടിട്ട് മടങ്ങിയതേ ഉള്ളൂ. തിരുത്താൻ കഴിയാത്ത വലിയൊരു തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കിമ്മിൻ്റെ മുന്നിൽ നിന്ന് അവൻ പൊട്ടിക്കരയുന്നുണ്ട്. മകനെ കണ്ടെത്തണമെന്ന ജോൻഹോയുടെ ആഗ്രഹം സാധിച്ചോടെ ദോങ്ജുവിൻ്റെ ക്യാച്ചറിലെ നമ്പർ 14 ആകുന്നു. കിം അവനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ അച്ഛൻ അവൻ്റെ ഒപ്പം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ബ്ലാക്ക് ബീൻ നൂഡിൽസ് വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുമ്പോഴും അവൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദോങ്ജു തലേന്ന് രാത്രിയിൽ ബ്ലാക്ക് ബീൻ നൂഡിൽസ് തന്നെ കഴിക്കാൻ തന്നതിൻ്റെ ഉദ്ദേശം കിമ്മിന് മനസ്സിലാകുന്നത്. ആ സമയത്ത് DNA ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയുടെ പേര് അവൾ വീണ്ടും അവന് മെസ്സേജ് അയക്കുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ തന്നെ അവളെ വിളിച്ചു ഞാനല്ല അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് വീണ്ടും പറയുന്നു. യഥാർത്ഥ പേരും അച്ഛൻ്റെ പേരും അച്ഛൻ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒക്കെ അവളെ വിശ്വസിപ്പിക്കാനായി അവൻ പറയുന്നു. യഥാർത്ഥ മകൻ വന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവൾ പിന്നെയും നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കും അറിയില്ല, എന്നെ ആരോ പിടിച്ചുകൊണ്ട് വന്നതുപോലെയാണ് തോന്നുന്നത് എന്നവൻ പറയുന്നു. മരിച്ച ജോൻഹോയെ മുമ്പ് കണ്ടിട്ടുള്ളതായി അവൻ ഓർമ്മയില്ലെങ്കിലും 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അവർ തമ്മിൽ കണ്ടിരുന്നു. ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബില്ലടക്കി നിന്നപ്പോഴാണ് ക്യാഷ് എടുത്തില്ല എന്ന് അവൻ അറിയുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജോൻഹോ അവൻ്റെ ബില്ല് കൂടി പേ ചെയ്തിരുന്നു. കാശ് തിരികെ അയച്ചു കൊടുക്കാൻ നമ്പർ ചോദിച്ചപ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അന്ന് തിരികെ തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു കടപ്പാടായിരിക്കണം ഇപ്പോൾ അവനെ അവിടെ കൊണ്ടെത്തിച്ചത്. അതെല്ലാം കഴിഞ്ഞന്ന് അവൻ മരിച്ചവരുടെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ജോൻഹോ എന്ന് തന്നെ പേരുള്ള ഒരു കുട്ടിയുടെ ഓർമ്മ സ്ഥലത്തേക്കാണ് അവൻ പോയത്. ആ കുട്ടിയുടെ ചിത്രം അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ദോങ്ജുവിൻ്റെ ആദ്യത്തെ ക്ലയൻ്റായിരുന്ന അതേ കുട്ടി തന്നെയാണത്. ജോൻഹോ എന്ന പേര് കണ്ടപ്പോൾ ഇവൻ്റെ ഓർമ്മകളാണ് കിമ്മിനെ കരയിപ്പിച്ചത്. അവൻ ഷർട്ടിൻ്റെ ഒരു അറ്റം കൊണ്ട് ഗ്ലാസ്സിലെ പൊടി തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ദോങ്ജുവിൻ്റെ അച്ഛൻ അവനൊരു കഷ്ണം തുണി നൽകിയിട്ട് അത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അതിന് പ്രത്യുപകാരം എന്നോണം അവൻ തിരികെ പോയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്ന അദ്ദേഹത്തെ കൂടി അവൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നതും അതേ സ്ഥലത്ത് തന്നെയാണ്. അവിടെ വന്നതായിരുന്നു അദ്ദേഹം. അവൻ ആരെ കാണുന്നതിനാണ് വന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൻ വിഷമിച്ചിരുന്നല്ലാതെ മറുപടി പറയുന്നില്ല. ജോൻഹോയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ എഴുതിയിരുന്ന ഡേറ്റ് മുമ്പ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നതിനാൽ അവൻ മരിച്ചിട്ട് അധികാലം ആയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എൻ്റെ ഭാര്യ മരിച്ചിട്ട് നാളെ 25 വർഷം തികയാണ്. അവളിപ്പോൾ അവിടെ പുതുതായി വരുന്നവരെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് കാണും. അതുകൊണ്ട് ഇപ്പോൾ ചെല്ലുന്നവർക്ക് ആർക്കും വിഷമിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവനെ സമാധാനിപ്പിക്കാൻ കുറേ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവൻ്റെ മൂഡ് ചേഞ്ച് ആക്കുന്നുണ്ട്. അവൻ്റെ ജോലിയെപ്പറ്റി ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ മകളും ഏകദേശം നിന്റെ പ്രായമാണ്. അവൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ദോങ്ജു ആണതെന്ന് അവൻ അറിയുന്നില്ല. വഴിയിൽ എവിടെയെങ്കിലും വിട്ടാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അവൻ അദ്ദേഹത്തെ ഷോപ്പിന് മുന്നിൽ കൊണ്ടുവിടുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ഷോപ്പിലേക്ക് വരാൻ മടിക്കേണ്ട എന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അവനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ പതിവായി ഭക്ഷണം കഴിക്കാറുള്ള തട്ടുകടയിൽ ചെന്നിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ കുടിച്ച് ലെവൽ തെറ്റി വീണത്. അയാൾ പകൽ സമയങ്ങളിൽ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രാത്രിയിൽ ഡ്രൈവറായി ഓട്ടം പോകും. ആരെങ്കിലും വിളിക്കുന്നത് വെയിറ്റ് ചെയ്ത് അവിടെയാണ് പതിവായി ഇരിക്കാറ് എന്ന് കടയുടമ കിമ്മിനോട് പറയുന്നു. അയാളുടെ ഡ്രൈവറായി അവൻ അയാളെ കൊണ്ടുവിടാനായി പോകുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ മദ്യലഹരിയിലാണെങ്കിലും അയാൾ ഓരോന്ന് പറയുന്നുണ്ട്. അയാൾക്ക് 50 വയസ്സോളം പ്രായമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മുടി പോലും നരച്ചിട്ടില്ലല്ലോ എന്ന് അവൻ പറയുന്നു. നരച്ച മുടി വന്ന് തുടങ്ങുമ്പോഴേ ഭാര്യ അത് പിഴുതു കളയാറുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ക്യാഷിനോട് കുറച്ചധികം ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. ഭാര്യയ്ക്ക് വെഡിങ് ആനിവേഴ്സറി സമ്മാനമായി നൽകാൻ 1 കോടി രൂപയുടെ ഒരു ചെക്ക് കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്നത് അയാൾ അവനെ കാണിക്കാനെടുത്തെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അവൻ മറ്റാരോടും അക്കാര്യം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയില്ല എന്നവൻ പറയുന്നുണ്ട്.
ദോങ്ജുവിന് 2 ഫ്രണ്ട്സ് ഉണ്ട്. അന്ന് ജോലി കഴിഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളുടെ ജോലിയെ പറ്റി അവർക്ക് അറിയാമെങ്കിലും അവൾക്കുള്ള സ്പെഷ്യൽ എബിലിറ്റിയെ കുറിച്ചൊന്നും അവർക്കറിയില്ല. ദോങ്ജുവിന്റെ ബർത്ത്ഡേ അടുത്ത ദിവസമാണ്. അവർ ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു ഹാൻഡ് ക്രീം വാങ്ങി വെച്ചിരുന്നു. പക്ഷേ ബർത്ത്ഡേ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് എനിക്കൊരാൾ തന്നതാണ്, പക്ഷേ എനിക്കിതിനുള്ള ഉപയോഗമൊന്നുമില്ല. നിന്റെ ജോലി കാരണം നിന്റെ കൈപ്പോഴും ഡ്രൈ ആകുന്നതിന് നീ പരാതി പറയാറില്ലേ, അതുകൊണ്ട് ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞാണ് അവർ അത് കൊടുത്തത്. ദോങ്ജു അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. കാരണം അവൾ ജനിച്ച ദിവസം തന്നെയാണ് അവളുടെ അമ്മ മരിച്ചത്. അമ്മയുടെ മരണത്തിന് കാരണക്കാരി താനാണെന്ന കുറ്റബോധം കുട്ടിക്കാലം മുതൽ അവളുടെ മനസ്സിലുണ്ട്. അമ്മ മരിച്ച ദിവസമായതുകൊണ്ട് തന്നെ അച്ഛൻ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ശ്രമിച്ചാലും അവൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. ഇത്തവണയും പിറന്നാൾ ദിവസം രാവിലെ തന്നെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം തന്നെ ബർത്ത്ഡേ ദിവസം കഴിക്കാറുള്ള സ്പെഷ്യൽ സൂപ്പ് റെഡിയാക്കുന്നു. അവൾ അവിടെ നിന്ന് കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അച്ഛനെല്ലാം പാക്ക് ചെയ്ത് അവളെ ഏൽപ്പിക്കുന്നു. അവൾ അതുമായി പോകുമ്പോഴാണ് സിഗ്നലിൽ ഗ്രീൻ മദറായി കിം ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് കണ്ടത്. അവൻ്റെ വിവാഹം കഴിഞ്ഞതായിരിക്കും, മകന് വേണ്ടിയായിരിക്കും അവിടെ നിൽക്കുന്നതെന്നാണ് അവൾ കരുതിയത്. ജോലിയുടെ ഭാഗമാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇൻഷുറൻസ് വാങ്ങാനായി DNA ടെസ്റ്റ് നടത്തിയോ എന്നവൾ ചോദിച്ചപ്പോൾ ഞാനല്ല മകനെന്ന് എത്ര തവണ പറഞ്ഞതാണ്, ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് സിഗ്നൽ ചേഞ്ച് ചെയ്ത് അവൻ ശ്രദ്ധിച്ചില്ല. 2 കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാനായി ഓടി വന്നവനെ ഇടിക്കുന്നു. അവൻ മുന്നോട്ട് വീഴുന്ന കൂട്ടത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ലഞ്ച് ബാഗ് കൂടി തെറിച്ചു പോകുന്നുണ്ട്. അച്ഛനുണ്ടാക്കിയ ബർത്ത്ഡേ സ്പെഷ്യൽ സൂപ്പ് ഉൾപ്പെടെ അതിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തെറിച്ച് റോഡിൽ വീഴുന്നു. ദോങ്ജു ഓടിച്ചെന്നത് വാരിയെടുക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ സിഗ്നൽ മാറി വണ്ടി ഓടാൻ തുടങ്ങിയതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. കിം വേഗം അവളെ പിടിച്ച് ഒതുക്കി നിർത്തുന്നുണ്ട്. വണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അത് വാരിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സോറി പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം ഇരിക്കുന്നു. എൻ്റെ കുഴപ്പം കാരണമാണല്ലോ ഇത് സംഭവിച്ചത്, അതുകൊണ്ട് ലഞ്ചിനുള്ള ക്യാഷ് ഞാൻ തരാം എന്നവൻ പറയുന്നു. കുഴപ്പമില്ല എന്നവൾ കുറേ തവണ പറഞ്ഞിട്ടും അവൻ പിന്നെയും ക്യാഷ് തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവസാനം അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എത്ര രൂപയാണ് നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത്? ഈ ലോകത്ത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത പലതുമുണ്ട്. ക്യാഷ് വാങ്ങി ബ്രേക്കപ്പ് മെസ്സേജ് പോലും പറയാൻ പോകുന്ന, സ്വന്തം അച്ഛൻ്റെ അടക്കത്തിന് പങ്കെടുക്കാൻ ക്യാഷ് വാങ്ങുന്ന നിന്നെപ്പോലെയുള്ളവർക്ക് അത് മനസ്സിലാകില്ല എന്നൊക്കെ അവൾ പറയുന്നു. ഇവിടെ നടന്നത് ഒരു അപകടമാണ്, അതിൻ്റെ പേരിൽ ഇത്രയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൻ തിരിച്ച് അവളോട് ചോദിക്കുന്നു. പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വലിയ തർക്കമാകുന്നു. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ചൊന്നും അവൻ അപ്പോൾ ഓർത്തില്ല. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ഗ്രീൻ മദർ തന്നെ റോഡിൽ കയറുന്ന പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ പേരിൽ അവന് വഴക്ക് കേൾക്കേണ്ടി വരുന്നു. ആ സമയത്ത് ദോങ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായതോടെ അവിടെ ഉണ്ടായിരുന്ന പേരൻസിൽ ആരൊക്കെ അത് അവരുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. അതോടെ ഗ്രീൻ മദർ ആകാനും മറ്റും അവരെ ഏൽപ്പിച്ചിരുന്ന ആളുകളെല്ലാം തങ്ങളുടെ ഓർഡർ പിൻവലിക്കുന്നുണ്ട്. കിമ്മിൻ്റെ അങ്കിൾ അപ്പോൾ തന്നെ വിവരം അറിയുന്നു. കിമ്മിനെ അന്ന് ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന പേരന്റ് വന്ന് അവരെ വഴക്ക് പറഞ്ഞിട്ട് ഫ്ലാഗ് വാങ്ങി പോകുന്നുണ്ട്. കൃത്യമായി ജോലി ചെയ്യാത്തതിനാൽ അന്നത്തെ ജോലിയുടെ ക്യാഷും തരില്ല എന്ന് അവർ പറയുന്നു. അവൻ തിരികെ ഓഫീസിലെത്തിയപ്പോൾ പരാതി പറയാൻ വിളിക്കുന്നവരോട് സമാധാനം പറഞ്ഞ് ഫോൺ താഴെ വെക്കാൻ സമയമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ഫോണിലേക്ക് ധാരാളം കോൾ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടങ്ങി കഴിഞ്ഞപ്പോൾ അങ്കിൾ അവരെ വിളിച്ചിരുത്തി ശരിക്കും വഴക്ക് പറയുന്നു. റോഡിൽ വെച്ച് നടന്നൊക്കെ കമൻറ്റുകളിലൂടെ അങ്കിൾ അറിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തി അവളൊന്ന് ബോയ് ഫ്രണ്ടിനെ തൊഴിക്കാൻ വേണ്ടി കൊടുത്ത ക്യാഷ് തിരികെ ഏൽപ്പിച്ച് സോറി പറയണം എന്ന് അങ്കിൾ അവനോട് പറയുന്നു. അങ്കിളിൻ്റെ നിർബന്ധം കാരണം അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വിവരം പറഞ്ഞ് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കണമെന്നും അവൻ എഴുതിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അങ്കിൾ എന്തോ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത് കണ്ടത്. ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവൻ വേഗം വണ്ടിയുടെ കീ വാങ്ങി പോകുന്നുണ്ട്. ഇതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യണം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അങ്കിൾ അവനെ വിട്ടത്. ദോങ്ജുവിൻ്റെ അച്ഛൻ അവൾ അറിയാതെ ഒരു ഹൗസിംഗ് അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു താമസക്കാരി പുറത്തവിടെ പോയി വന്ന ശേഷം കാർ പാർക്ക് ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ ഉണ്ടായിരുന്ന സ്പേസിൽ അത് പാർക്ക് ചെയ്യാൻ അദ്ദേഹം നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. അവസാനം വണ്ടി ചെറുതായി ഇടിക്കുകയും ചെയ്യുന്നു. തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം ആയതുകൊണ്ട് അതിന് സോറി പറയാൻ അദ്ദേഹം കുറച്ച് ജ്യൂസ് വാങ്ങി അതുമായി അവരെ പോയി കാണുന്നു. അവർ പക്ഷെ ഒട്ടും മര്യാദയില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അവർ ജ്യൂസ് വാങ്ങിയില്ലെന്ന് മാത്രമല്ല കുറച്ച് വേസ്റ്റ് പോകുന്ന വഴിക്ക് കളഞ്ഞേക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ കയ്യിൽ പിടിപ്പിക്കുന്നുണ്ട്. ഏതോ കമ്പനിയുടെ നോട്ടീസ് ഫ്ലാറ്റിന് മുന്നിൽ ഒട്ടിക്കാനായി കിം ആ സമയം അവിടെ എത്തിയിരുന്നു. അവൻ്റെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ നടന്നത്. അവരുടെ പാലിൽ നിന്ന് അവരും വഴക്ക് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ തടയാത്തതിന് സെക്യൂരിറ്റിയായ അദ്ദേഹത്തെയും അവർ വഴക്ക് പറയുന്നു. അവർക്കിതിനുള്ള പെർമിഷൻ ഉള്ളത് കൊണ്ടാണ് തടയാഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ വാതിലടച്ച് കയറിപ്പോകുന്നു. അതിനുശേഷമാണ് കിമ്മിനും അദ്ദേഹത്തിനും പരസ്പരം മനസ്സിലായത്. അവർ ഒരുമിച്ചാണ് താഴേക്ക് പോയത്. അവൻ ആ വേസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിടിച്ചിരുന്നു. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അത് തിരികെ വാങ്ങാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. 1-2 തവണയെ കണ്ടിട്ടുള്ളെങ്കിലും അവർക്കിടയിൽ ചെറിയൊരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനൊരു ജോലി താൻ ചെയ്യുന്നവരും അവൻ അറിഞ്ഞതില്ല അദ്ദേഹത്തിന് ചെറിയ ചമ്മലുണ്ട്. ബോറടി മാറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആ സമയത്താണ് ദോങ്ജു അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ അവളുടെ ഫോട്ടോ അവൻ കാണുന്നു. പിന്നീടുള്ള സംസാരത്തിൽ നിന്ന് അവർ അച്ഛനും മകളുമാണ് എന്നും രണ്ടുപേരും ചെയ്യുന്ന ജോലി പരസ്പരം അറിഞ്ഞിട്ടില്ല എന്നുമൊക്കെ അവൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്നും അതിന് തയ്യാറാക്കിയ സ്പെഷ്യൽ സൂപ്പാണ് താൻ റോഡിൽ കളഞ്ഞതെന്നുമൊക്കെ അവരുടെ സംസാരത്തിൽ മനസ്സിലാവാനാകെ കുറ്റബോധം തോന്നുന്നു. ദോങ്ജുവിന് അന്ന് ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. വീടിനടുത്തുള്ള സിഗ്നൽ വരെ പോയിട്ട് അവൾ തിരിച്ചു നടക്കുന്നു. ഫ്രണ്ട്സിനൊപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ വെയിറ്റ് ചെയ്യേണ്ട, കിടന്നുറങ്ങാൻ അവൾ അച്ഛനെ വിളിച്ച് പറയുന്നു. അതിനുശേഷം തനിച്ചൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്.
ആ സമയത്താണ് നോട്ടീസ് മുഴുവൻ കൊടുത്തത് തീരാത്തതിനാൽ കിം ഒരു പാവയുടെ കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് നോട്ടീസ് വിതരണത്തിനായി അതിന് അടുത്തെത്തിയത്. നോട്ടീസ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തനിച്ച് വിഷമിച്ചിരിക്കുന്ന അവളെ അവൻ കാണുന്നു. അന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അച്ഛൻ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലായിരുന്നുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാനായി അവൻ അവളിരിക്കുന്നതിന് മുൻഭാഗത്തായി ചെന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ദോങ്ജു എന്താണ് സംഭവം പിടികിട്ടാതെ ആകെ അമ്പരക്കുന്നു. ആ വേഷത്തിലായതുകൊണ്ട് എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള പുറപ്പാടായിരിക്കുമെന്ന് ആരും അവിടെ നിന്ന് പറയുന്നത് കേട്ട് അവന് ശ്രദ്ധ തെറ്റിയ സമയത്ത് അവൾ അവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ അവൻ അവളുടെ പുറകെ ഓടിച്ചെന്ന് ഒരു നോട്ടീസ് അവൾക്ക് നൽകുന്നു. അപ്പോഴും അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും അവനെ അന്വേഷിച്ച് അങ്കിൾ അവിടെ എത്തിയിരുന്നതിനാൽ അവൻ വേഗം അങ്ങോട്ടേക്ക് ഓടുന്നു. നോട്ടീസ് വിതരണം ചെയ്യാനുള്ള സമയത്ത് ഒരു പെണ്ണിൻ്റെ മുന്നിൽ പോയി ഡാൻസ് ചെയ്യുന്നതിന് അങ്കിൾ അവനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണക്കാരി അവളാണെന്നുള്ള കാര്യം അങ്കിൾ ഇങ്ങോട്ട് ചോദിച്ചിട്ട് പോലും അവൻ പറയുന്നില്ല. അങ്കിളിൻ്റെ നിർബന്ധം സഹിക്കാതെ ക്യാഷ് തിരിച്ചു തരാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ദോങ്ജു ഒന്ന് വീട്ടിലെത്തിയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു കേക്ക് ഇരിക്കുന്ന കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ അവൾ മുറിലേക്ക് കയറി പോകുന്നു. അവളന്ന് കൊടുത്തുവിട്ട മുഴുവൻ ഭക്ഷണവും കഴിച്ചതിന് സന്തോഷത്തിലായിരുന്നു അച്ഛനപ്പോൾ. മുറിയിലെത്തി കിം നൽകിയ നോട്ടീസ് കണ്ടപ്പോൾ അവൾ അവനെ ഓർക്കുന്നുണ്ട്. സത്യത്തിൽ അവൻ്റെ കയ്യിലെ പൊള്ളലേറ്റ പാട് ആ സമയത്ത് അവൾ കണ്ടിരുന്നു. അതുകൊണ്ട് അത് അവനായിരിക്കുമെന്ന് അവൾ ഊഹിച്ചിരുന്നു. തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കാണിച്ചതൊക്കെ ഓർത്തപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ഒരു ബേക്കറിയുടെ നോട്ടീസായിരുന്നു അവൻ നൽകിയത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശേഷ ദിവസങ്ങളിൽ കേക്കില്ലാതെ എന്ത് സന്തോഷമാണുള്ളത് എന്നൊരു ഡയലോഗ് അതിലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കേക്ക് മുറിക്കാൻ അവൾ തയ്യാറാകുന്നു. അങ്ങനൊരു സംഭവം ആദ്യമായതുകൊണ്ട് അച്ഛൻ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. കേക്കിന് മുന്നിലിരുന്ന് അവൾ എന്താഗ്രഹമാണ് പ്രാർത്ഥിച്ചതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛനൊരു ഗേൾഫ്രണ്ടിനെ കിട്ടണം എന്നാണെന്ന് അവൾ തമാശയിൽ പറയുന്നു. കിം ജോലിയെല്ലാം കഴിഞ്ഞ് അങ്കിളിനൊപ്പം വീട്ടിലെത്തിയപ്പോഴാണ് ക്യാഷ് തിരികെ കിട്ടിയതായി ഞാൻ കരുതിക്കോളാം എന്ന് ദോങ്ജു അവന് മെസ്സേജ് അയച്ചത്. അത് പറ്റില്ല എന്ന് അങ്കിൾ പറയുന്നതിനാൽ തിരികെ വാങ്ങിയേ പറ്റുമെന്ന് അവൻ വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഇനി തമ്മിൽ കാണുകയാണെങ്കിൽ അപ്പോൾ വാങ്ങിക്കൊള്ളാമെന്ന് അവൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവളുടെ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞ അങ്കിൾ വീണ്ടും അവനെ നിർബന്ധിച്ചെങ്കിലും ഈ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവനത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അടുത്ത ദിവസം മരിച്ച ഒരാളുടെ വീട്ടിൽ അയാളുടെ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ട ജോലിക്കായി അവൻ പോകുന്നുണ്ട്. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയും അവളുടെ അനിയത്തിയും ആണ് ഇപ്പോൾ ഉള്ളത്. മരിച്ച ആളിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നാണ് അനിയത്തിക്ക് അവൻ്റെ കാർഡ് കിട്ടിയത്. അയാളുടെ ഭാര്യ ഇപ്പോഴും ആകെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കാണുമ്പോൾ ദുഃഖം കൂടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് അതെല്ലാം മാറ്റാൻ അനിയത്തി തീരുമാനിച്ചത്. അവർ അവനെ അകത്തേക്ക് കൊണ്ടുപോയി അയാളുടെ സാധനങ്ങൾ ഇരിക്കുന്ന ഡ്രോവറിലും അലമാരയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്തോ എടുക്കാനായി മുറിക്ക് പുറത്തേക്ക് പോകുന്നു. അലമാരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനായി അവൻ അലമാര തുറന്നതും അതിനുള്ളിൽ ആരോ ഇരിക്കുന്നതാണ് ഞെട്ടി അലറി വിളിച്ചുകൊണ്ട് പുറകിലേക്ക് വീഴുന്നു. പിന്നീടാണ് ദോങ്ജു ആണതെന്ന് അവൻ അറിയുന്നത്. ആ വീട്ടിലെ മരിച്ചയാൾ അവളുടെ ക്ലയൻ്റ് ആയിരുന്നു. അയാൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിനിടയിലാണ് വലിയൊരു തുകയുടെ ചെക്ക് വീട്ടിൽ ആരും അറിയാതെ ഇരിപ്പുണ്ട്. അത് കണ്ടെത്തി ഭാര്യയെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് അയാൾ അവളോട് സഹായം ചോദിച്ചത്. വീടിൻ്റെ പാസ്കോഡും പറഞ്ഞു കൊടുക്കുന്നു. അയാളുടെ മുറിയും ചെക്ക് ഇരിക്കാൻ സാധ്യതയുള്ള സ്ഥലവും ഒക്കെ അയാൾ പറഞ്ഞു കൊടുത്തിരുന്നു. ആരുമില്ലാത്ത സമയത്ത് ദോങ്ജു അവിടെ എത്തി മുറിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വരുന്ന ശബ്ദം കേട്ടതും അലമാരയ്ക്കുള്ളിക്കാർ വിളിച്ചിരുന്നതും. കിം അവിടെ എത്തിയത് ആ സമയത്താണ്. മരിച്ചയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അയാളെ വണ്ടിയിൽ അവിടെ കൊണ്ടാക്കിയത് അവൻ ഓർമ്മ വരുന്നു. കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഒരു പൈസ പോലും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുറ്റം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മരിച്ചത് എന്നൊക്കെ ഭാര്യ ദുഃഖത്തോടെ പറഞ്ഞു കേട്ടപ്പോഴാണ് വലിയൊരു തുക അവർക്ക് വിവാഹ വാർഷിക സമ്മാനമായി നൽകാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യം അയാൾ പറയുന്നവൻ ഓർമ്മ വന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ വെറുതെ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷമാണ് അവൻ മുറി ക്ലീൻ ചെയ്യാനായി അകത്തേക്ക് കയറിയതും അലമാരയ്ക്കുള്ളിൽ അവളെ കണ്ട് പേടിച്ച് നിലവിളിച്ചതും. പുറത്ത് നിന്ന് ആൾ ഓടി വന്നപ്പോഴേക്കും തൽക്കാലം ആരോടും പറയരുതെന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചിട്ട് അവൾ വാതിലടച്ചിരുന്നതും. അവൻ തെന്നി വീണതായിരിക്കുമെന്ന് കരുതി അവർ അവിടെ തുറയ്ക്കാൻ തുണിയെടുക്കാൻ പോയ സമയത്ത് നീ എന്തിനാണ് വന്നതെന്ന് കിം അവളോട് ചോദിക്കുന്നുണ്ട്. പ്രശ്നമുണ്ടാക്കാൻ വന്നല്ല, ഒരു തവണത്തേക്ക് എന്നെ വിശ്വസിക്കണമെന്ന് അവൾ മൊബൈലിൽ എഴുതി കാണിക്കുന്നു. അവൻ പിന്നെയും സംശയിച്ചിരുന്നപ്പോൾ അവൾ അവനൊരു ചവിട്ടും കൊടുത്ത് തള്ളി മാറ്റിയിട്ട് വാതിൽ വീണ്ടും അടയ്ക്കുന്നു. എന്തായാലും അവളെ അവർ കാണാതെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവന് കഴിയുന്നുണ്ട്. അവൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മരിച്ചയാളുടെ ഭാര്യയെ ഒന്ന് റിലാക്സ് ചെയ്യാനായി അനിയത്തി പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ വലിയ തുക അന്വേഷിച്ചാണ് എത്തിയതെന്ന് ഇതിനകം ദോങ്ജു അവനെ അറിയിച്ചിരുന്നു. അവർ പോയ ശേഷം അവൾ പുറത്തിറങ്ങി അത് തിരയാൻ തുടങ്ങുന്നു. ഒരു ബോക്സിൽ ആ തുക ഇരിപ്പുണ്ട് എന്ന കാര്യം അവനോട് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു തുകയെക്കുറിച്ച് അയാൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അവളതറിയാൻ ഒരു സാധ്യതയില്ലാത്തതിനാൽ അവൻ അവളെ വിശ്വസിക്കുന്നില്ല. അവൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത് എന്ന് അവൻ കുറേ തവണ ചോദിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ് എന്ന് അവൾ പറയുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ രഹസ്യമായി അന്വേഷിക്കുന്ന കാര്യം എന്താണ്, വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ എന്ന് അവൻ ചോദിച്ചെങ്കിലും അവൾ അതിന് മറുപടി പറയാൻ നിൽക്കാതെ തിരച്ചിൽ തുടരുകയാണ്. അപ്പോഴാണ് ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അങ്കിളിൻ്റെ ഫോൺ വന്നത്. ഇതെങ്കിലും മര്യാദയിൽ ചെയ്യണം, ഇപ്പോൾ തന്നെ വേറൊരു ഓർഡർ പോലും ഇല്ല എന്നൊക്കെ അവൻ ഓർമ്മിച്ചാണ് അങ്കിൾ ഫോൺ ചെയ്തത്. അപ്പോഴേക്കും ദോങ്ജു വീട് മുഴുവൻ അനുകൂലമാക്കിയിരുന്നു. അവളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ജോലിയും കൂടി ഇല്ലാതെയാകുമെന്ന് അറിയാവുന്നതിനാൽ മതിയാക്കാൻ പറഞ്ഞവൻ അവളുടെ പുറകെ ചെല്ലുന്നു. അവൾ പക്ഷെ അത് കേട്ടതായി പോലും ഭാവിക്കാതെ തിരച്ചിൽ തുടരുകയാണ്. ദോങ്ജു എപ്പോഴും പോകുന്ന ചർച്ചിലെ ഫാദർ അവളുടെ അങ്കിളിലാണ്. അദ്ദേഹം അവളുടെ അച്ഛനെ കാണാനായി ചെല്ലുന്നു. സംസാരിക്കുന്നിടയിൽ ഇടയ്ക്കിടെ ദോങ്ജുവിനെ കാണുന്ന കാര്യം അറിയാതെ ഫാദറിന്റെ വായിൽ നിന്ന് വീണു പോകുന്നു. എവിടെ വെച്ചാണ് കാണുന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പോഴാണ് അവിടെ വരുന്ന വിവരം അദ്ദേഹത്തോട് പറയരുതല്ലോ എന്ന ബോധം അങ്കിളിന് വന്നത്.
കിമ്മിനിടയിൽ വെള്ള നിറത്തിലുള്ള ഒരു ഷർട്ട് ബോക്സ് കണ്ടുപിടിച്ച് അവളെ കാണിക്കുന്നു. അതിനുള്ളിൽ ചെക്ക് കാണുമെന്ന പ്രതീക്ഷയിൽ അവർ തുറന്നു നോക്കിയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടെ അവൾ പറഞ്ഞത് കള്ളമാണ്. വേഗം ഇവിടുന്ന് പോകാൻ പറഞ്ഞ് അവൻ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുന്നു. അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും തിരിയാൻ തുടങ്ങിയപ്പോൾ അവൻ ഹൗസ് ഓണറെ വിളിക്കുന്നു. കാറിൻ്റെ കീ എടുക്കാൻ മറന്നുകൊണ്ട് ചേച്ചിയെ താഴെ നിർത്തിയിട്ട് അവർ അപ്പോഴേക്കും വീടിന് മുന്നിലെത്തിയിരുന്നു. ലോക്ക് ഓപ്പൺ ആകുന്ന സൗണ്ട് കേട്ട് ദോങ്ജു ഒളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. അവൾ അവനെ തള്ളി എറിഞ്ഞിട്ട് അകത്തെ ഒരു മുറിയിൽ കയറി വിളിക്കുന്നു. പക്ഷെ അവൻ ചെന്ന് വീണ ഫോഴ്സിൽ അവിടെ വെച്ചിരുന്ന കുറേ ചെടികളെല്ലാം കൂടി മറിഞ്ഞ് താഴെ വീണ് പൊട്ടുന്നു. അകത്തേക്ക് കയറി വന്ന ഹൗസ് ഓണർ കണ്ടത് അതാണ്. കിം എന്ത് ചെയ്യണമെന്നറിയാതാക്കി കുറ്റക്കാരനായി നിൽക്കുകയാണ്. അതെല്ലാം നശിപ്പിച്ചത് അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ അത് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. സഹായിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഇരുന്ന് അവൻ്റെ കൈ ചെടിച്ചട്ടിയുടെ അറ്റം കൊണ്ട് മുറിയുന്നു. അവർ ബാൻഡേജ് എടുക്കാനായി എഴുന്നേറ്റപ്പോഴാണ് അവിടെയും കുറേ സാധനങ്ങൾ നിരന്ന് കിടക്കുന്നത് കണ്ടത്. ക്ലീൻ ചെയ്യാൻ വിളിച്ചിട്ട് അവനെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവർക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് ദോങ്ജു അകത്ത് തിരിയുന്നതിന് ശബ്ദം കേട്ടത്. അതെന്താണെന്ന് നോക്കാനായി അവർ ആ മുറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദോങ്ജു അപ്പോഴേക്കും കഥകിന് പിന്നിൽ ഒളിച്ചെങ്കിലും പിടിക്കപ്പെടുമെന്ന് തന്നെ അവൾ ഉറപ്പിച്ചിരുന്നു. ഭാഗ്യത്തിന് അവർ വാതിൽ തുറക്കുന്നതിന് മുമ്പ് അവരുടെ ചേച്ചി ഫോണിലേക്ക് വിളിച്ചിട്ട് പുറത്തേക്ക് പോകാൻ മൂടില്ല. തിരികെ വീട്ടിലേക്ക് വരികയാണ്. വീടിന് മുന്നിൽ എത്താറായി, അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചേച്ചി വീടിനകം കണ്ടാൽ അവനെ വൃത്തിയാക്കാൻ വിളിച്ചതിന് അവരെ കുറ്റപ്പെടുത്തുമല്ലോ എന്ന് പേടിച്ച് അവർ വേഗം അതെല്ലാം വൃത്തിയാക്കാൻ അവനെ തന്നെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി ചേച്ചിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. കിം ദോങ്ജുവിനെ ചീത്ത വിളിക്കാനായി അവൾ ഒളിച്ചിരുന്ന മുറിയുടെ വാതിൽ തുറന്നപ്പോഴാണ് രണ്ടായി കീറിയ ആ ചെക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതോടെ അവൾ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കുമെന്ന് അവന് ബോധ്യമാകുന്നു. ഇന്നിവിടെ നടന്ന ഒരു രഹസ്യമായി തന്നെ ഇരിക്കണമെന്ന് അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ച ശേഷം അവൾ അത് അവനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ മുറിയെല്ലാം ക്ലീൻ ചെയ്ത ശേഷമാണ് പുറത്തു പോയി അവർ തിരികെ വന്നത്. ആ ചെക്ക് അവൻ അവരെ ഏൽപ്പിക്കുന്നു. അനിയത്തി അശ്രദ്ധമായി വലിച്ചു കീറി വേസ്റ്റ് ബിന്നിൽ ഇട്ടതായിരുന്നു അത്. അവിടെ നിന്നാണ് ദോങ്ജു അത് കണ്ടെടുത്തത്. അയാളുടെ തലയിൽ നരച്ച മുടികൾ അയാൾ പതിവായി ഭാര്യയെ കൊണ്ട് പിഴുതു കളയാറുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കാരണം എൻ്റെ നഖമാകെ വൃത്തികേടായി. എനിക്ക് ഇതിന് പ്രതിഫലം തരണമെന്നൊക്കെ ഒരു തവണ അവർ തമാശയായി പറഞ്ഞിരുന്നു. അന്നവർ പ്രതിഫലമായി വേണമെന്ന് പറഞ്ഞ തുകയാണ് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എല്ലാം കൂടി ചേർത്ത് വെച്ച് അവർക്ക് സമ്മാനമായി നൽകാൻ ചെക്കായി മാറ്റി സൂക്ഷിച്ചിരുന്നത്. അവർക്കുള്ള പ്രതിഫലമാണതെന്ന് അയാൾ മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളതായി അവരോട് പറയണമെന്നും ദോങ്ജു കിമ്മിനെ ഏൽപ്പിച്ചിരുന്നു. അത് കേട്ടപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ഭർത്താവിന് കാശിൻ്റെ കാര്യം പറഞ്ഞ് ഒരു സമാധാനം നൽകിയിട്ടില്ലല്ലോ എന്നോർത്ത് അവർ പൊട്ടിക്കരയുന്നുണ്ട്. അത്രയും വലിയ തുക അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കണ്ടെത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് മുമ്പ് കുറ്റപ്പെടുത്തിയെല്ലാം അനിയത്തി അവനോട് സോറി പറയുന്നുണ്ട്. നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സമാധാനത്തോടെയാണ് കിം അവിടെ നിന്ന് മടങ്ങിയത്. അവൻ ഫ്ലാറ്റിന് താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ദോങ്ജു അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ചെക്കിനെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു, വീടിനകത്ത് എങ്ങനെ കയറി, പാസ്പോർട്ട് ആരാണ് പറഞ്ഞത് എന്നിങ്ങനെ കിമ്മിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും അവൾ അതിനൊന്നും വ്യക്തമായി മറുപടി പറയുന്നില്ല. ഇനി എപ്പോഴെങ്കിലും തമ്മിൽ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അവൻ്റെ കയ്യിലെ മുറിവിലൊട്ടിക്കാൻ ഒരു ബാൻഡേജും അവൾ നൽകുന്നുണ്ട്. ആഗ്രഹം പൂർത്തിയായതോടെ ദോങ്ജുവിൻ്റെ ക്ലയൻറ്റ് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഡ്രീം ക്യാച്ചറിലെ നമ്പർ 13 ആയിട്ടുണ്ട്. വീട്ടിലെത്തിയ ശേഷം കിമ്മിന് ദോങ്ജുവിനെ കുറിച്ചാണ് ചിന്ത. അവളുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് അങ്കിളാകെ വിഷമിച്ചിരിക്കുകയാണ്. ദോങ്ജു ജോലി കഴിഞ്ഞപ്പോൾ ചർച്ചിൽ പോയി അങ്കിളിനെ കാണുന്നുണ്ട്. പതിവ് പോലെ അദ്ദേഹം അവൾക്ക് ബിയർ നൽകുന്നു. സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് തമ്മിൽ കാണാറുണ്ടെന്ന് അച്ഛനോട് അബദ്ധത്തിൽ പറഞ്ഞു പോയ കാര്യം അങ്കിൾ പറഞ്ഞത്. അച്ഛൻ ജോലിയെക്കുറിച്ച് അറിയുമോ എന്നോർത്ത് അവൾ ശരിക്കും ടെൻഷനാകുന്നുണ്ട്. ഈ ജോലി ചെയ്തു തീർക്കാൻ അവളോട് പറഞ്ഞിരിക്കുന്ന സമയം വരെ തനിച്ചെവിടേക്കെങ്കിലും താമസം മാറ്റിയാലോ എന്നും അവൾ ആലോചിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. കിം അന്ന് ചെക്ക് കണ്ടുപിടിച്ചു കൊടുത്ത കാര്യം ഹൗസ് ഓണർ പോസ്റ്റ് ചെയ്തിരുന്നു. അവൻ അതിന് പ്രതിഫലമായി ഒന്നും വാങ്ങിയില്ല എന്നും അവർ പ്രത്യേകം എഴുതിയിരുന്നു. പോസ്റ്റ് വൈറലായതോടെ കിമ്മിനും മംഗളിലും ഫോൺ താഴെ വെക്കാൻ പോലും കഴിയാത്ത വിധം ജോലി ഓർഡറുകൾ വരുന്നുണ്ട്. അന്നൊരു ദിവസം തന്നെ അവർ അത്യാവശ്യം നല്ല കാശുണ്ടാക്കുന്നു. അതിനെല്ലാം കാരണക്കാരി ദോങ്ജു ആയതുകൊണ്ട് കിം അവൾക്കൊരു ട്രീറ്റ് നടത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവൻ്റെ കയ്യിൽ ബാൻഡേജ് ഇളകിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. പകരം വേറെ ബാൻഡേജ് നൽകാനായി ബാഗിൽ തപ്പിയപ്പോഴാണ് സ്റ്റോക്ക് തീർന്നതെന്നറിയുന്നത്. ജോലിക്കിടയിൽ പലപ്പോഴും മുറിവുകൾ സംഭവിക്കാറുള്ളത് കൊണ്ട് ബാൻഡേജ് എപ്പോഴും കയ്യിൽ കരുതാറുള്ളതാണ് എന്നവൾ അവനോട് പറയുന്നുണ്ട്. അവൾ എന്നു മുതലാണ് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതെന്നൊക്കെ അവൻ ചോദിച്ചറിയുന്നു. അധികകാലം അവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛനോട് ജോലിയെക്കുറിച്ച് പറയരുതെന്നൊക്കെ അവൾ പറയുന്നു. ഇടയ്ക്കൊരു കോൾ വന്നപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അവനൊരു പാക്കറ്റ് ബാൻഡേജ് അവൾക്ക് നൽകുന്നു. ജോലിക്കിടയിൽ അതിൻ്റെ ആവശ്യം വരുമെന്ന് അവൾ പറഞ്ഞത് കേട്ട് ഫോൺ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവൻ വാങ്ങിയതായിരുന്നു അത്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാനുള്ള മടി കാരണം കണ്ടപ്പോൾ വെറുതെ എടുത്താണ് എന്ന് അവൻ പറയുന്നു. അത് കേട്ട് ചിരിച്ചുകൊണ്ടാണ് അവൾ അത് വാങ്ങിയത്. ദോങ്ജുവിൻ്റെ അലമാരയിൽ കറുത്ത ഡ്രസ്സുകൾ കിടക്കുന്ന അച്ഛൻ അബദ്ധത്തിൽ കണ്ടിരുന്നു. അവൾ അപ്പോൾ തന്നെ അത് മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അടുത്ത ദിവസം ജോലിക്ക് പോകാനിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് കറുത്ത ഒരു ഡ്രസ്സ് പോലും അലമാരയിൽ ഇല്ല എന്ന് കാണുന്നത്. അച്ഛനടുത്ത് മാറ്റിയതാണെന്ന് മനസ്സിലാക്കുന്നതിനല്ല അവൾ ഓടിച്ചെന്ന് അച്ഛനോട് തിരികെ തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് കാണുമ്പോൾ നീ ഫ്യൂണറൽ ഡയറക്ടറായി ജോലിക്ക് പോയ കാര്യം ഓർമ്മ വരും, അതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്ന് അച്ഛൻ പറയുന്നു. അന്ന് പുതിയ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ടാണ് അവൾ ജോലിക്ക് എത്തിയത്. ടാഗ് പൊട്ടിച്ചുകളയാൻ മറന്നതിനാൽ ചീഫ് അത് കാണുന്നുണ്ട്. അന്ന് പുതിയ ട്രെയിനുകൾ വരുന്നതിനാൽ അവർക്ക് മുന്നിൽ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയാണ് പുതിയ ഡ്രസ്സ് വാങ്ങിയത് എന്നൊരു കള്ളം അവൾ പറഞ്ഞൊപ്പിക്കുന്നു. നല്ല പ്രായമുള്ളവരായിരുന്നു പുതുതായി ട്രെയിനിങ്ങിന് വന്നത്.
അവിടുത്തെ ഓരോ സ്ഥലവും ചീഫ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മരിച്ചവരെ ഒരുക്കുന്ന റൂമിനോട് ചേർന്ന് തന്നെയാണ് അവർക്ക് ജോലിക്കിടയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള റൂം എന്നറിഞ്ഞപ്പോൾ അവരിൽ പലർക്കും അസ്വസ്ഥത തോന്നുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ മാത്രം ഉപയോഗിക്കുന്നതായതിനാൽ അവിടെ ഒരു മുറിക്കും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പുതുതായി വന്നവർ അതിനെക്കുറിച്ച് ചീഫിനോട് ചോദിക്കുന്നു. ദോങ്ജുവും എല്ലാം കേട്ടുകൊണ്ട് അവർക്കൊപ്പം നിൽപ്പുണ്ട്. കിം വന്ന് ജോലിക്കിടയിൽ ഒരു തവണ ദോങ്ജുവിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തെ കാണണം. അന്ന് കേക്ക് വാങ്ങി നൽകിയതിന് അദ്ദേഹം അവന് പ്രത്യേകം നന്ദി പറയുന്നു. അന്ന് മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് സാധാരണ കേക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, പക്ഷെ അന്ന് അവൾ ആ കേക്ക് കഴിച്ചിരുന്നു എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നുണ്ട്. മകളെ അറിയാമെന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ അടുത്ത ആഴ്ച മുതൽ നൈറ്റ് ഡ്യൂട്ടിയാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്ത വിവരം അദ്ദേഹം ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നല്ലേ പറ്റൂ. എങ്ങനെ ജോലിയുടെ കാര്യം അവളോട് പറയുമെന്നറിയാൻ അദ്ദേഹം കുറച്ച് ടെൻഷനാകുന്നുണ്ട്. ദോങ്ജു അന്ന് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ടി വിയിൽ ഏതോ സീരിയൽ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് കുറച്ച് വിശന്നാണ് ദോങ്ജു വന്നത്. അതുകൊണ്ട് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. നീ വീണ്ടും ഈ ഡ്രസ്സ് തന്നെ വാങ്ങി എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴാണ് അവൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഭക്ഷണം കഴിക്കാനായി അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോറ, ജിങ്വ എന്നിങ്ങനെ ആണ് അവളുടെ കൂട്ടുകാരുടെ പേരുകൾ. സോറയുടെ വീടാണത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഡ്രസ്സ് നശിപ്പിച്ച കാര്യമൊക്കെ അവൾ അവരോട് പറയുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടുത്തെ പോകാൻ തുടങ്ങിയപ്പോൾ സോറയുടെ മുത്തശ്ശി ഒരു കുടയുമായി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതും കൂടി കൊണ്ടുപോകാൻ പറയുന്നു. മഴ പെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശിയെ തന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവളല്ല, ഞാനാണ് മുത്തശ്ശിയുടെ കൊച്ചുമകൾ എന്ന് സോറ അവിടെ നിന്ന് പറയുന്നു. മുത്തശ്ശിക്ക് അന്വേഷിച്ച കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും ഓർമ്മ കാണില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ദോങ്ജു വീട്ടിലേക്ക് നടക്കുന്ന വഴിക്ക് 2 സ്റ്റുഡൻസ് വേറൊരു പയ്യനെ റാഗ് ചെയ്യുന്ന കണ്ട് അവൾ ടെന്നീസ് കളിക്കുന്ന സ്റ്റൈലിൽ ഒരു കല്ലുകൊണ്ട് അവരിലൊരുത്തനിട്ട് നല്ലൊരു എയർ കൊടുക്കുന്നു. അവന്മാർ ഒട്ടും കൂസാതെ അവളുടെ നേരെ ചെന്നപ്പോൾ തല്ല് കിട്ടുമെന്ന് അവൾ ഉറപ്പിച്ചതാണ്. പക്ഷെ അപ്പോഴേക്ക് കിമ്മിൻ്റെ കൂടെ താമസിക്കുന്ന പോലീസ് ഗായി സോഹൻ അവിടെ നടന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് ഇടപെടുന്നതിനാൽ അവൾ രക്ഷപ്പെട്ടു. അവൾ കല്ലുകൊണ്ടെറിഞ്ഞതിന് അവന്മാർ പരാതി പറഞ്ഞപ്പോൾ അവൾ നൈസായി അവിടെ നിന്ന് വലിയുന്നു. അവൻ അവളുടെ പുറകെ പോയ സമയത്ത് പയ്യന്മാരും അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. കുറേ ഓടിച്ചെന്ന് നിന്നപ്പോഴാണ് അവിടെ ഒരു ഭിത്തിയിൽ ഒടിച്ചിരിക്കുന്ന കുറഞ്ഞ വാടകയ്ക്ക് റൂം ഉണ്ടെന്നൊരു പരസ്യം കണ്ടത്. അവൾ ആ നോട്ടീസും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അച്ഛനറിയാതെ ജോലിയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടേക്ക് താമസം മാറാനുള്ള പ്ലാനിങ്ങിലാണ് അവൾ. അന്ന് രാത്രി തന്നെ അച്ഛനോട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഫ്രണ്ട്സിനൊപ്പം ഹോസ്റ്റലിലേക്ക് മാറുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും അത് സമ്മതിക്കുമായിരുന്നില്ല. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം അവളോട് എങ്ങനെ പറയുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തൽക്കാലം അവൾ കാര്യങ്ങൾ അറിയാതിരിക്കാൻ ഇത് നല്ലത് തന്നെയാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം പെർമിഷൻ നൽകുന്നുണ്ട്. മുകളിലെ മുറിയിൽ പുതുതായി ഒരു പെൺകുട്ടി താമസത്തിന് വരുന്ന വിവരം അടുത്ത ദിവസം രാവിലെ അങ്കിൾ കിമ്മിനോട് പറയുന്നു. പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോൾ അവനൊന്ന് ത്രില്ലടിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. പക്ഷേ ആളെക്കുറിച്ച് അങ്കിളിന് കൂടുതലൊന്നും അറിയില്ല. ദോങ്ജി അപ്പോൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ അച്ഛൻ അവളെ വിടുന്നതിൽ നല്ല വിഷമമുണ്ട്. എക്സാം പാസ്സായി ഉടനെ തിരികെ വരാം, ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ ഇടയ്ക്കിടെ വരാമെന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛനെ സമാധാനിപ്പിക്കുന്നു. കുറേ അച്ചാറുകളും സൈഡ് ഡിഷും ഒക്കെ അദ്ദേഹം റെഡിയാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. കിമ്മെന്ന ജോലിക്കായി പുറത്തേക്ക് പോയ പുറകിലാണ് ദോങ്ജു അവിടെ എത്തിയത്. അങ്കിൾ പറഞ്ഞ പുതിയ വാടകക്കാരി അവൾ തന്നെയാണ്. അങ്കിൾ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അവളെ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് സോഹൻ പുറത്തെവിടെ പോയിട്ട് മടങ്ങി വന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവം അയാളുടെ മനസ്സിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിരുന്നു. അതിനാൽ അവളെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ അവൾക്ക് അവനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. സംഭവം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അവൾ അയൽക്കാരിയെ താമസം തുടങ്ങാൻ പോവുകയാണെന്ന് സോഹനെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. അവൻ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഷേക്കാൻഡ് നൽകാൻ കഴിഞ്ഞിട്ടെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് നിന്നേയുള്ളൂ. ദോങ്ജുവിന് പുതിയ റൂം ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കിം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ പുതിയ താമസിക്കാരെക്കുറിച്ച് ചോദിക്കുന്നു. സോഹാൻ അവളെ പുകഴ്ത്തി പറയാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. അവൻ ആദ്യം മുതലേ അവളോട് ചെറിയ താല്പര്യം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല വഴിയിൽ വെച്ച് കണ്ടതും ഇപ്പോൾ അടുത്ത് താമസിക്കാൻ വന്ന നമുക്ക് ഒരു വിധിയാണ് എന്നാണ് അവൻ പറയുന്നത്. വന്ന സുന്ദരിയെക്കുറിച്ചുള്ള അവൻ്റെ വിവരണം കേട്ടപ്പോൾ കിമ്മിനും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്. ദോങ്ജു വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ അതിലുണ്ടായിരുന്ന ഒരു ജ്വൽ ബോക്സ് കണ്ടപ്പോൾ അവൾ തുറന്നു നോക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഒരു മോതിരമായിരുന്നു അതിലുണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ അവൾ ജോലിക്ക് പോകാൻ റെഡി ഇറങ്ങി വന്നപ്പോൾ കിം താഴെ നിൽപ്പുണ്ടായിരുന്നെങ്കിലും അവൾ ഫോൺ എടുക്കാൻ മറന്നതിനാൽ തിരിച്ചു കയറി പോകുന്നത് കൊണ്ട് അവർ തമ്മിൽ കാണുന്നില്ല. ഇപ്പോൾ പുതുതായി ഒരു കപ്പിളിനെ കാണിക്കുന്നുണ്ട്. വൈഫ് പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് കഴിക്കാൻ എന്താ വേണമെന്ന് ആവശ്യപ്പെടുന്നതിനാൽ അയാൾ അത് വാങ്ങാനായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. അയാളുടെ കയ്യിൽ വാച്ച് കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ പുതിയൊരു വാച്ച് വാങ്ങിയാൽ കൊള്ളാമെന്ന ആഗ്രഹം അവൾ പറയുന്നു. അയാളുടെ വാച്ച് ശരിക്കും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭാര്യ സ്നേഹത്തോടെ നിന്ന് കെട്ടിപ്പിടിച്ച് അയാൾ പുറത്തേക്ക് പോകുന്നു. ആ സമയത്ത് അവൾ ലാപ്ടോപ്പ് ഓണാക്കി അതിലെന്തോ കാര്യമായി ടൈപ്പ് ചെയ്യുന്നുണ്ട്. സന്തോഷമുള്ള എന്തോ ആണെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. പെട്ടെന്ന് വാതിൽ തുറന്ന ശബ്ദം കേട്ട് ഹസ്ബൻഡ് എന്തോ എടുക്കാൻ മറന്നായിരിക്കുമെന്ന് കരുതി അവൾ സ്പീഡിൽ അത് ടൈപ്പ് ചെയ്ത് തീർത്തിട്ട് അയാൾ കാണാതിരിക്കാനായി ലാപ്ടോപ്പ് വേഗം അടച്ചു വെക്കുന്നു. അതിനുശേഷം തിരിഞ്ഞു നോക്കി അവൾ പക്ഷേ വന്നിരിക്കുന്ന ആളിനെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്നു. പിന്നീട് കിം ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സിഗ്നലിനടുത്ത് കൂടി പോയ ഒരാൾ ഫോണിൽ ന്യൂസ് കേൾക്കുന്നതിലൂടെയാണ് 20 വയസ്സുള്ള ഒരു ഗർഭിണി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മോഷണ ശ്രമത്തിനിടയിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത്.
മരിച്ചത് നമ്മൾ മുമ്പ് കണ്ട ആ പെൺകുട്ടി തന്നെയാണ്. ദോങ്ജുവിൻ്റെ കമ്പനിയിൽ തന്നെയാണ് അവളുടെ അടക്കത്തിന് ചടങ്ങുകൾ. അമ്മയുടെ ഫോട്ടോയ്ക്കൊപ്പം 2 ദിവസം കഴിയുമ്പോൾ പിറക്കേണ്ടിരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവരുടെ അനാഥാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. ബന്ധുക്കളായി മറ്റാരുമില്ല എന്ന് അവിടെ നിന്ന് കരയുന്ന ദോങ്ജുവിനോട് ചീഫ് പറയുന്നു. ഫ്യൂണറൽ ഡയറക്ടേഴ്സായ നമ്മൾ കരയാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചീഫിൻ്റെ അനുവാദം വാങ്ങി ഭൂമിയിലേക്ക് വരാൻ കഴിയാതെ പോയ ആ കുഞ്ഞിന് വേണ്ടി അവൾ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി കരുതി വെക്കുന്നു. അവളുടെ മേക്കപ്പ് റൂമിൽ ഉണർന്നെഴുന്നേറ്റ ആ അമ്മയോട് കരഞ്ഞുകൊണ്ടാണ് അവൾ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ മരിച്ചു എന്ന് എത്ര പറഞ്ഞിട്ടും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മകൻ ജനിക്കാൻ 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അവൻ നല്ല ആരോഗ്യവാനാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ പ്രസവിക്കാൻ കഴിയുമോ? അവനെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് ദോങ്ജുവിനോട് പറയുന്നു. അതിനൊന്നും കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനമായി ഭർത്താവിനെ ഒന്ന് ഫോൺ ചെയ്ത് തരുമോ എന്ന് അവൾ ചോദിക്കുന്നു. സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്തതുകൊണ്ട് ദോങ്ജു അവളുടെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പറിലേക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറേ തവണ വിളിച്ചിട്ടും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അയാൾ ഈ സമയത്ത് ഫ്യൂണറൽ റൂമിൽ നിന്ന് ഇറങ്ങി എവിടെയൊക്കെ പോകുന്നുണ്ട്. ഭർത്താവ് ഫോൺ എടുക്കാതെ ആയപ്പോൾ അദ്ദേഹം എൻ്റെ ഒപ്പം തന്നെ ജീവൻ എടുക്കാൻ ശ്രമിക്കും, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൾ ദോങ്ജുവിനോട് പറയുന്നു. പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെക്കുറിച്ച് അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മുറിയിലെ മേക്കപ്പ് റൂം സെറ്റപ്പ് മൊത്തത്തിൽ മാറി ഫ്യൂണറൽ റൂമായി മാറുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ദോങ്ജു പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുമിപ്പിക്കാൻ വേണ്ടി അവളെ വിളിച്ചുനിർത്താൻ ശ്രമിക്കുന്നു. അയാളുടെ ഫോണിലേക്ക് അപ്പോഴും കോൾ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആകെ ഷോക്കായി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കിമ്മിനെ അവൾ കണ്ടത്. ഡെഡ് ബോഡിയെ വിളിച്ചുനിർത്താൻ അവൾ ശ്രമിക്കുന്നത് കണ്ട് ഞെട്ടി അവൻ്റെ കയ്യിൽ നിന്ന് സാധനം താഴെയുള്ള ശബ്ദമാണ് കേട്ടത്. അവൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അറിയണ്ടേ? പൂർണ്ണ ഗർഭിണിയായ ലേഡി ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നു. മോഷണ ശ്രമത്തിനിടയിലാണ് കൊല നടന്ന് പോലീസ് കണ്ടെത്തുകയും 15 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മോർണിംഗ് സിക്നസ് കാരണം ബുദ്ധിമുട്ടിയിരുന്ന ഭാര്യയ്ക്ക് ആപ്പിൾ വാങ്ങാൻ വേണ്ടി ഭർത്താവ് പുറത്തുപോയ സമയത്താണ് കൊല നടന്നത് എന്നതും വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഫ്യൂണറൽ സ്ഥലത്തേക്ക് ആപ്പിളുകൾ കൊടുത്തയച്ചിരുന്നു. കിം ഗ്രീൻ മദറിൻ്റെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോഴാണ് അതുപോലെ ഒരു ഗർഭിണി നിറവയറുമായി താഴെ വീണ ആപ്പിൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടത്. അവരും ഫ്യൂണറൽ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തന്നെയായിരുന്നു ആപ്പിൾ വാങ്ങിയത്. അവർ ബുദ്ധിമുട്ടുന്നത് കണ്ട് കിം അവരെ സഹായിക്കുകയും അത് എത്തിക്കേണ്ട സ്ഥലം പറഞ്ഞാൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയാണ് അവൻ ആപ്പിളുമായി ഫ്യൂണറൽ ഹോമിലേക്ക് എത്തിയത്. വാർത്താ പ്രാധാന്യം നേടിയ കൊലപാതകമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു. കാർട്ടൺ കണക്കിന് ആപ്പിളുകൾ അപ്പോൾ തന്നെ അവിടെ നിരന്നിരുന്നു. മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമൊക്കെ സന്ദർശിക്കാൻ വരുന്നത് ദോങ്ജുവിന് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. രാഷ്ട്രീയ നേട്ടങ്ങളാണ് അവരുടെ ലക്ഷ്യമെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾ ചീഫിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിന്റെ വിളി കേൾക്കുന്നു. സന്ദർശകർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. അവൾ അടക്കത്തിനായി ബോഡി ഒരുക്കാൻ പോയപ്പോൾ ഒരു ആപ്പിളും കയ്യിലെടുത്തിരുന്നു. അവൾ അകത്തേക്ക് പോയ സമയത്താണ് കിം ആപ്പിളുമായി അവിടെ എത്തിയത്. അവൾ ആപ്പിളും ഒരു പൂവുമൊക്കെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച ശേഷം ആകെ തകർന്നിരിക്കുന്ന ഭർത്താവ് ലിയയും കണ്ട് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങിയപ്പോൾ ദോങ്ജു ഒരു ചീഫിനെ കാണുന്നു. അദ്ദേഹം ദോങ്ജുവിനും കൂടി വേണ്ടി ഓർഡർ ചെയ്ത ഫുഡ് അപ്പോൾ എത്തിയിരുന്നു. പക്ഷെ അവിടെ തിരക്കുള്ളതിനാൽ ഏൽപ്പിച്ചിട്ട് പോകാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് കിമ്മിനെ നേരത്തെ പരിചയമുള്ളതിനാൽ ഫുഡ് ദോങ്ജുവിനൊന്ന് എത്തിക്കുമെന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു. അവനത് സമ്മതിച്ച് അത് വാങ്ങി പോകുന്നുണ്ട്. ഭാര്യ മരിച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന ലിയെ ചീഫ് കൂട്ടിക്കൊണ്ടുപോയി ആഹാരം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം പോയപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നല്ലാതെ ലിയ അത് കഴിക്കുന്നില്ല. ഈ സമയത്ത് ദോങ്ജു ഡെഡ് ബോഡിയിൽ തൊടുകയും പതിവ് പോലെ ആ പെൺകുട്ടിക്ക് അവൾക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. ലിയുടെ കയ്യിൽ അവൾ അവരുടെ 100ാം ദിവസത്തെ ആനിവേഴ്സറിക്ക് സമ്മാനമായി നൽകിയ ഒരു വാച്ച് ഉണ്ടെന്നും നിന്റെ കൂടെ ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അത് നൽകിയ ശേഷം അന്ന് അവൾ പറഞ്ഞിരുന്നു. മരണത്തിൽ പോലും കൂടെ ഉണ്ടാകും എന്നവൻ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. അതെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. ദോങ്ജുവിന് ഫുഡ് കൊടുക്കാൻ ചെന്ന കിം ഒരു മുറിയിൽ നിന്ന് അവളുടെ സംസാരം കേട്ടുകൊണ്ടാണ് വാതിൽ തുറന്നു നോക്കിയത്. ദോങ്ജു മരിച്ച പെൺകുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. ഭർത്താവ് തനിക്കൊപ്പം മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൾ ദോങ്ജുവിനോട് പറഞ്ഞിരുന്നു. അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കിം മുറി തുറന്നത്. പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ കഴിയാതെ അവൾ വീണ്ടും ഡെഡ് ബോഡിയായി മാറുന്നു. മുറിയുടെ വാതിൽ തുറന്നതും കിം കാണുന്നതും ഒന്നും അറിയാതെയാണ് ദോങ്ജു അവളെ ബാക്കി കേൾക്കാൻ വേണ്ടി ഉണർത്താൻ ശ്രമിച്ചത്. യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ അവൾ ഡെഡ് ബോഡിയെ ഉണർത്താൻ ശ്രമിക്കുകയാണെന്ന് കിം തെറ്റിദ്ധരിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് താഴെ വീണ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ദോങ്ജുവിന് അവൻ്റെ ചിന്ത എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഒന്നും പറയാതെ അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവൾ പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തിയപ്പോൾ ബോഡിയിൽ തൊട്ട കൈകൾ തൊടുത്താകൊണ്ടാവണം അവൻ രൂക്ഷമായി നോക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് പിടിവിട്ട് മാറിയിട്ട് നീ എന്തായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ അതുപോലെയല്ല കാര്യങ്ങൾ. അവൾക്ക് അവസാനമായി ഭർത്താവിനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്നൊക്കെ അവൾ പറയുന്നു. ഡെഡ് ബോഡിക്ക് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലെ തന്നെ അവൾ പറയുന്നത് അവനും വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് ചീഫ് അവിടേക്ക് വരുന്നുണ്ട്. അവൻ അദ്ദേഹത്തോട് അവിടെ നടന്നതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത് കണ്ട് എനിക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കും, ഞാൻ തൊടുമ്പോൾ അവർ എൻ്റെ മുന്നിൽ വരുമെന്നൊക്കെ അവൾ അവനോട് പറഞ്ഞെങ്കിലും അവനതൊന്നും വിശ്വസിക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടക്കുന്നു. പക്ഷെ ലിയെ കാണാനില്ല എന്ന് പറയാനായിരുന്നു ചീഫ് വന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം വേഗം അവനെ തിരിയാനെ ഓടിപ്പോകുന്നതിനാൽ കിമ്മിനൊന്നും പറയാൻ അവസരം കിട്ടുന്നില്ല. ദോങ്ജു അപ്പോൾ തന്നെ ഓടിപ്പോയ പെൺകുട്ടിയെ വീണ്ടും ഉണർത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴേക്കും ലിയെ കണ്ടെന്നവരെ ബോഡി വീണ്ടും മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനായി ഒരാൾ അവിടെ എത്തുന്നുണ്ട്.
കുറെ അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ തൽക്കാലം ചടങ്ങുകളെല്ലാം നിർത്തിവെക്കാമെന്ന് ചീഫ് ദോങ്ജുനെ അറിയിക്കുന്നു. കിം വീട്ടിലേക്ക് പോകുന്ന വഴിയിലും വീട്ടിലെത്തിയപ്പോൾ ടിവിയിലെ ന്യൂസിലുമെല്ലാം ലീയുടെ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. കിമ്മിന്റെ അങ്കിൾ പുറത്തെവിടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ദോങ്ജു ജോലി കഴിഞ്ഞെത്തിയത്. അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം കിമ്മും അവളും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി അവളെ പരിചയപ്പെടുത്താനായി അങ്കിൾ അവരെ പുറത്തേക്ക് വിളിക്കുന്നു. ജനാലയ്ക്കിൽ നിന്നുകൊണ്ട് തന്നെ അവർ തമ്മിൽ കാണുന്നു. അങ്കിളത്തെ കമ്പനി തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ലായിരുന്നതിനാൽ കമ്പനിയുടെ ബോർഡ് അതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾക്ക് തീരെ അറിയാൻ കഴിയാതെ പോയത്. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അങ്കിൾ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പരിചയമൊന്നുമില്ലാത്ത പോലെ അവൾ ഷേക്കാൻഡ് നൽകാനായി കൈ നീട്ടിയെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ആ സമയത്ത് സോഹനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവസാനം നിങ്ങൾ തമ്മിൽ കണ്ടുവല്ലേ എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം അങ്കിളും സോഹനും കൂടി എവിടേക്കോ പോകുന്നു. ദോങ്ജു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് താമസം മാറ്റാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു. ഞാൻ എന്തിനാണ് താമസം മാറുന്നത്? ഞാനിവിടെ താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് താമസം മാറിക്കൊള്ളാൻ അവൾ പറഞ്ഞെങ്കിലും ഇതെന്റെ അങ്കിളിന്റെ വീടാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, നീ തന്നെ പോയേ പറ്റൂ എന്ന് അവൻ പറയുന്നു. അവസാനം ഇപ്പോൾ തന്നെ പോകാൻ സമ്മതിച്ച് അവൾ അകത്ത് പോയി പെട്ടി സാധനങ്ങളൊന്നും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. താമസിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ ചർച്ചിലേക്കാണ് പോയത്. അങ്കിളിനോട് വിവരമെല്ലാം പറഞ്ഞെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. താമസിക്കാൻ സ്ഥലമില്ലാത്തതിനേക്കാൾ കൂടുതൽ അവളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മരിച്ച പെൺകുട്ടി അവസാനമായി പറയാൻ ശ്രമിച്ച എന്താണെന്നാണ്. കുഞ്ഞിന്റെ കാലിനെ കുറിച്ച് എന്തോ അവൾ പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അതെന്തായിരിക്കും? അവളുടെ ഭർത്താവ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ദോങ്ജു ആകെ ടെൻഷനാകുന്നു. അവളുടെ ഫ്രണ്ട് സോറ ഒരു പ്രഗ്നൻസി ക്ലിനിക്കിൽ അടുത്തിടെ ജോലിക്ക് കയറുന്നു. അവിടെയായിരുന്നു മരിച്ച പെൺകുട്ടി ട്രീറ്റ്മെന്റിനായി ചെന്നിരുന്നത്. ദോങ്ജു സോറ പറഞ്ഞ് അവരുടെ അഡ്രസ്സൊക്കെ തപ്പിയെടുക്കുന്നുണ്ട്. പക്ഷേ ജോലിയിൽ കയറിയിട്ട് 10 ദിവസം പോലും ആകുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് ലീക്ക് ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവളുടെ ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നൽകുന്നതിന് മുമ്പ് അവൾക്ക് അത് എന്തിനാണെന്ന് തുടങ്ങി 100 സംശയങ്ങൾ സോറ അവളോട് ചോദിക്കുന്നു. ഒരു സുന്ദറിന്റെ ഫോട്ടോ ഫോണിൽ അവൾക്ക് കാണിച്ചിട്ട് അവനെ ബോയ് ഫ്രണ്ടായി സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ദോങ്ജു ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷമാണ് അവൾക്ക് അഡ്രസ്സ് കിട്ടിയത്. മാത്രമല്ല അവൾ സംശയം പറഞ്ഞതുപോലെ കുട്ടിയുടെ കാലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നില്ല എന്നും സോറ അവളെ അറിയിക്കുന്നു. ദോങ്ജു അഡ്രസ്സ് തേടി പിടിച്ച് സ്ഥലത്തെത്തിയെങ്കിലും അവിടെ പോലീസുകാർ സീൽ ചെയ്തിരിക്കുകയായിരുന്നു. മാത്രമല്ല കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകൾ അവളെ കാണുന്നുമുണ്ട്. അവർ അവളെ ഫ്യൂണറൽ ഹോമിൽ വെച്ച് കണ്ടിരുന്നതിനാൽ എന്തിനാണ് അവളോട് വന്നത് എന്ന് അവർ ചോദിക്കുന്നു. ദോങ്ജു ആകെ പെട്ടു നിൽക്കുമ്പോഴാണ് സോഹാൻ പെട്രോളിങ്ങിനായി അതൊഴി വന്നത്. അവൻ ഇടപെട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവളുടെ ജോലിയെപ്പറ്റി ഡിറ്റക്റ്റീവുമാർ അവളോട് സംസാരിക്കുന്നതിൽ നിന്ന് അവൻ മനസ്സിലാക്കുന്നു. കാണാതായ ആളെക്കുറിച്ച് അന്വേഷിച്ചു വന്നത് നല്ല കാര്യമാണെങ്കിലും അങ്ങനെ ഒരു ക്രൈം നടന്ന ഏരിയ അത്ര സുരക്ഷിതമല്ല. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ പോകരുതെന്നൊക്കെ സോഹാൻ അവളെ ഉപദേശിക്കുന്നുണ്ട്. അന്ന് രാത്രിയായിട്ടും അയാൾ എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. എന്തായിരിക്കും ആ പെൺകുട്ടി പറയാൻ ശ്രമിച്ചതെന്നുള്ള ചിന്ത ദോങ്ജുവിനെ എപ്പോഴും അലട്ടുന്നുണ്ട്. കിം മിക്കവാറും വരാറുള്ള ആ തട്ടുകടയിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൾ കഴിക്കാൻ എന്തോ ഓർഡർ ചെയ്തപ്പോഴാണ് അവനും അവിടെ എത്തിയത്. അവളെ കണ്ടതും അവൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൻ്റെ ആ അപകടന അവൾക്ക് കട്ടിൽ നടിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ എഴുന്നിട്ട് പുറകെ ചെന്ന് അവനെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അവൾ മരിച്ചത് കൊണ്ട് അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ നീ പെട്ടെന്ന് മുറി തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരാളുടെ ജീവനാണ് നീ കാരണം ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ എല്ലാ കുറ്റവും അവൻ്റെ തലയിൽ ചുമത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ജിങ്വ വർക്ക് ചെയ്യുന്ന ടെന്നീസ് ക്ലബ്ബിലാണ് അന്ന് രാത്രി കഴിച്ചു കൂട്ടാൻ അവൾ തീരുമാനിച്ചത്. അവൾ ചെല്ലുമ്പോൾ സോറയും അവിടെ ഉണ്ടായിരുന്നു. ബ്രേക്കപ്പ് മെസ്സേജുമായി വന്ന ആളാണ് ഹൗസ് ഓണറെന്നും അവൻ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയെന്നും ദോങ്ജു കൂട്ടുകാരെ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടെ കഴിയുന്നത് പ്രശ്നമില്ല. പക്ഷെ അടുത്ത ദിവസം അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിനാൽ താമസിക്കാൻ പറ്റില്ല എന്ന് ജിങ്വ അറിയിക്കുന്നുണ്ട്. അവർ പോയ ശേഷം അവൾ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു. അച്ഛൻ ആ സമയത്ത് സെക്യൂരിറ്റി ജോലിയിലാണ്. പക്ഷെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത്. അവൾ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞുകൊണ്ടും. ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൽ തിരഞ്ഞെടുപ്പിൽ എന്തോ ന്യൂസ് ദോങ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ഫ്രണ്ട്സിനെയും കൂട്ടി കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് സ്ട്രോബെറി ഷേക്ക് കുടിക്കാനായി പോകുന്നു. പെട്ടെന്നുള്ള അവളുടെ മൂഡ് ചേഞ്ച് അവരെ കുറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ദോങ്ജു അവിടുത്തെ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് അവൾക്ക് അവരോട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഷേക്ക് കുടിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. കിമ്മിന്റെ മനസ്സ് മുഴുവൻ ദോങ്ജു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൻ കാരണമാണ് അയാളെ കണ്ടെത്താൻ കഴിയാത്തതെന്നുള്ള അവളുടെ കുറ്റപ്പെടുത്തൽ അവൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. എന്തോ ജോലിക്കായി പുറപ്പെട്ടപ്പോൾ 20 വയസ്സുള്ള ഒരാളുടെ ബോഡി കണ്ടെത്തി. അത് അയാൾ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ന്യൂസ് കേട്ടപ്പോൾ അവനാകെ ടെൻഷനായെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് അയാളല്ല എന്ന് സ്ഥിരീകരിച്ച വാർത്ത വരുന്നു. ദോങ്ജു ഷോപ്പിൽ നിന്നിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഫോണിൽ എന്തോ ന്യൂസ് കണ്ട് കൂട്ടുകാരോട് പറയാൻ പോലും നിൽക്കാതെ തിരിഞ്ഞോടുന്നു. അതിനിടയിലാണ് ചീഫ് വിളിച്ചിട്ട് ബോഡി ഇനിയും അധിക സമയം അവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ അടക്കം നടത്തേണ്ടി വരുമെന്ന് അറിയിക്കുന്നത്. ഇന്ന് കുട്ടി ജനിക്കേണ്ട ദിവസമായിരുന്നു. അയാൾ ഉറപ്പായും തിരികെ വരുമെന്ന് ചീഫിനോട് പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ച് എങ്ങോട്ടോ ഓടുന്നു. മരിച്ച പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നത് കാണിച്ചിരുന്നല്ലോ. അവൾ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു റേഡിയോ ഷോയിലേക്കാണ് അവൾ മെയിൽ അയച്ചത്. കുഞ്ഞ് ജനിക്കുന്ന ദിവസം അത് റേഡിയോയിലൂടെ വായിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു അവളത് അയച്ചത്. അന്ന് തന്നെ അവളുടെ മെയിൽ വായിക്കുന്നുമുണ്ട്. വണ്ടിയിലായിരുന്ന കിമ്മും FM-ലൂടെ അത് കേൾക്കുന്നു. പേര് വായിച്ച് കേട്ടപ്പോൾ അവരെക്കുറിച്ചാണ് അതെന്ന് അവന് സംശയം തോന്നുന്നുണ്ട്. അവർ രണ്ടുപേരും അനാഥാലയത്തിലാണ് വളർന്നത്. രണ്ടുപേരും ഓരോ പാലത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായിരുന്നു. അതുകൊണ്ട് അവരെ കണ്ടെത്തിയ പാലത്തിൻ്റെ പേരുകളാണ് അനാഥാലയത്തിൻ്റെ മദർ അവർ കിട്ടിയിരുന്നത്.
ചെറുപ്പത്തിൽ അവൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന കാഴ്ചകളിലൊന്നാണ് അവധി ദിവസങ്ങളിൽ കുടുംബമായി ഓരോരുത്തർ പാർക്കിലും മറ്റു സമയം ചെലവഴിക്കുന്നത്. ഒരു കുടുംബമില്ലാത്തതിൻ്റെ വിഷമം ആ സമയത്തൊക്കെ അവൾ ഒരുപാട് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം ഉണ്ടാക്കണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ കളിക്കൂട്ടുകാരനും അനാഥാലയത്തിലെ സഹവാസിയുമൊക്കെയായ അവനുമായി വിവാഹം കഴിച്ചതും അവരുടെ ആദ്യ കേസ് നടന്നത് ഒരു പാലത്തിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പാലവുമായി ബന്ധപ്പെട്ട പേരാണ് നൽകാൻ തീരുമാനിച്ചത്. ആ പേരും അവൾ പറഞ്ഞിരുന്നു. ആ പേര് കേട്ടപ്പോൾ കിം ശരിക്കും ഷോക്കാകുന്നുണ്ട്. കാരണം അതേ പേര് തന്നെയാണ് മരിച്ച പെൺകുട്ടി അവളോട് പറഞ്ഞു എന്ന രീതിയിൽ ദോങ്ജു അവനോട് പറഞ്ഞിരുന്നത്. അവൾക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കും എന്ന് അവൾ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കുമെന്ന് അവന് അപ്പോൾ വിശ്വാസം വരുന്നു. കുട്ടിയുടെ പേര് പാലവുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിലും ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവർക്കിടയിൽ ഉണ്ടായിരുന്ന എന്തോ സീക്രട്ട് കോഡായിരുന്നു അത്. അതെന്തായിരിക്കുമെന്ന് കിം തലമുഖം ആലോചിക്കുന്നുണ്ട്. ലീ ഈ സമയം മരിക്കാനുള്ള ഉദ്ദേശത്തോടെ പാലത്തിലെത്തിയിരുന്നു. അവൾ നൽകിയ വാച്ച് ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. അതിൻ്റെ സ്ട്രാപ്പിൻ്റെ നൂലൊക്കെ പൊങ്ങി നശിച്ചിട്ടും അത് മാറ്റാതെ ഇപ്പോഴും അവളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി അത് തന്നെയാണ് അയാൾ കയ്യിൽ കിട്ടുന്നത്. ഹസ്ബൻഡിന് പുതിയൊരു വാച്ച് വാങ്ങിക്കൊടുക്കാനുള്ള സമയമായി എന്നവൾ മെയിലിൽ എഴുതിയിരുന്നു. ഷോയുടെ ആങ്കർ അവൾക്കൊരു പുതിയ വാച്ചും കുറേ സമ്മാനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. തങ്ങളുടെ സ്റ്റോറിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും അവസാനം ഹസ്ബൻഡിനുള്ള ഒരു മെസ്സേജും അവൾ അതിൽ ചേർത്തിരുന്നു. ലീ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ തുടങ്ങിയപ്പോഴേക്കും കിം അവിടത്തെ അയാളെ തടയുന്നുണ്ട്. പക്ഷേ അയാൾ അവനെ തള്ളി മാറ്റി അപ്പോഴും ചാടാനുള്ള ശ്രമത്തിലാണ്. അവസാനം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കൊരു മെസ്സേജ് ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അയാളൊന്ന് ശാന്തനായത്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും ഞാനായി തന്നെ ജനിക്കാനും ലീയെ കണ്ടുമുട്ടണമെന്നുമാണ് എൻ്റെ ആഗ്രഹം എന്നവൾ അവസാനം അവനുള്ള മെസ്സേജ് എഴുതിയിരുന്നു. കൃത്യം അന്ന് തന്നെ അവളുടെ മെയിൽ റേഡിയോ സ്റ്റേഷനിൽ അങ്ങനെ വായിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാം. അതിന് പിന്നിൽ ദോങ്ജു ആണ്. ആ പെൺകുട്ടി റേഡിയോ സ്റ്റേഷനിലേക്ക് മെയിൽ അയച്ചു വരാൻ അവളോട് പറഞ്ഞിരുന്നു. അതൊരിക്കലും എൻ്റെ അവസാനത്തേതാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതിൽ ഞാൻ അദ്ദേഹത്തോടെ ഒരു മെസ്സേജും ചേർത്തിരുന്നു. അതൊന്ന് വായിച്ചിരുന്നെങ്കിലെന്നും എൻ്റെ ഹസ്ബൻഡ് അത് കേട്ടിരുന്നെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് അവൾ പറഞ്ഞിരുന്നു. അയാളെ കണ്ടെത്താൻ മറ്റു വഴിയൊന്നുമില്ലാതെ ആയപ്പോൾ മെയിൽ എങ്ങനെ വായിപ്പിക്കാമെന്നതിനെക്കുറിച്ച് ദോങ്ജു ചിന്തിച്ചു. അങ്ങനെയാണ് ഷോയുടെ ആങ്കർ സ്ഥിരമായി വരാറുള്ള ആ കഫേയെക്കുറിച്ച് അവൾ നെറ്റിൽ നിന്ന് അറിഞ്ഞതും ഫ്രണ്ട്സിനെ കൂട്ടി ഷേക്ക് കുടിക്കുക എന്ന രീതിയിൽ അവിടെ പോയതും. അവിടെ വെച്ചിരുന്ന് അവൾ അയാളെ കണ്ടിരുന്നു. ആ മെയിൽ അയച്ച ഡേറ്റും പേരും പറഞ്ഞു കൊടുത്ത് അത് വായിക്കണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അതൊന്ന് വായിച്ചത്. അയാളത് വായിക്കുന്ന സമയത്ത് അവൾ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. അത് അയച്ച അവളുടെ സ്പെഷ്യൽ ഫ്രണ്ടാണെന്നുള്ള രീതിയിലാണ് അവൾ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയുമായിരുന്നില്ല. ലീ എവിടെയെങ്കിലും ഇത് കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദോങ്ജു. കിം ഈ സമയം ലീയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുവരുന്നു. പ്രഗ്നൻസി ടൈമിൽ മോർണിംഗ് സിക്നസ് കാരണം കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത ജ്യൂസ് അല്ലാതെ അവൾക്ക് മറ്റൊന്നും കഴിക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനമായ ജ്യൂസ് ഒരിക്കൽ കൂടി കരഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അതിൻ്റെ കാരണം ദോങ്ജു ചീഫിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടു നിൽക്കുന്ന അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിനുശേഷം അയാൾ അവളുടെ ഡെഡ് ബോഡിക്ക് അരികിലെത്തി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യചുംബനവും നൽകുന്നുണ്ട്. അയാളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതോടെ അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഒന്ന് കുറയുന്നുണ്ട്. അന്ന് രാത്രി കിമ്മിൻ്റെ മരിച്ചുപോയ അനിയൻ ജോങ്ഹു അവൻ്റെ മുന്നിലെത്തി ചേട്ടൻ എന്തിനാണ് എന്നെ കൊന്നതെന്ന് ചോദിക്കുന്നതായി സ്വപ്നം കണ്ട് അവൻ പെട്ടി ഉണരുന്ന ദോങ്ജു താമസിക്കാൻ തൽക്കാലം ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. പെട്ടിയിൽ നിന്ന് സാധനം എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ മുമ്പൊരിക്കൽ അവൾ നോക്കിയ ജ്വൽ ബോക്സ് വീണ്ടും തുറന്നു നോക്കുന്നുണ്ട്. അതിലൊരു മോതിരമാണുള്ളത്. അത് കണ്ടപ്പോൾ അവൾ ഏതോ ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ അനിയനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന കിം അവനെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു. കിം മുമ്പ് ഡോക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് അവൻ്റെ അനിയൻ ആക്സിഡൻ്റായി അതേ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു എന്ന് മനസ്സിലായിട്ടും കിം ഒരു ഭ്രാന്തനെ പോലെ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അനിയൻ മരിച്ചു എന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അടക്കം നടക്കുന്ന സമയത്തും ഫ്യൂണറൽ ഹോമിൻ്റെ മുന്നിൽ വരെ പോയിട്ട് അവൻ തിരികെ പോകുന്നു. ദോങ്ജി ഇപ്പോൾ ജോലി ചെയ്യുന്ന അതേ ഫ്യൂണറൽ ഹോം തന്നെയായിരുന്നു അത്. അന്ന് അവൾ ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ആദ്യത്തെ ക്ലയൻറ്റ് ഒരു കുട്ടിയാണ് എന്നുള്ളത് വിഷമത്തോടെയാണ് ചീഫ് അവളോട് പറഞ്ഞത്. അവൻ്റെ അഡ്രസ്സ് വായിച്ചപ്പോൾ ചീഫ് താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണത് എന്നും തമ്മിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ദോങ്ജു കുട്ടിയെ അവസാനത്തെ മേക്കപ്പ് ഇടാനായി ആ മുറിയിലെത്തിയത്. അവൾ അവൻ്റെ മുഖത്ത് ക്രീം പുരട്ടലായി തൊട്ടതും മുറിയിൽ മൊത്തത്തിൽ മാറ്റം സംഭവിച്ച് മേക്കപ്പ് റൂം പോലെയാകുന്നു. ഏതാണ് സംഭവിക്കുന്നത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡെഡ് ബോഡിയായി കിടന്നിരുന്ന കുട്ടി എഴുന്നേറ്റ് അവളെ തൊട്ട് വിളിച്ചത്. ദോങ്ജു ഞെട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നു. അവൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ കുട്ടി അവളുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ഏതോ മോതിരം കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് അതെടുക്കാനായി അവൻ പുറത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവന് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. അവൻ മുറിയിലുണ്ടായിരുന്ന മറ്റൊരു വാതിലിനടുത്തെത്തി അതും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് പേടിച്ചു കുറച്ചിരിക്കുകയായിരുന്ന ദോങ്ജു ഒരു വിധത്തിൽ വാതിലിനടുത്ത് ഇഴഞ്ഞെത്തി അത് തുറക്കാൻ നോക്കുന്നു. അവൾ ശ്രമിച്ചപ്പോൾ അത് തുറക്കുന്നുണ്ട്. പക്ഷെ അവൾ പുറത്തിറങ്ങുന്നതിന് മുമ്പേ കുട്ടി അവളുടെ അടുത്തെത്തി എനിക്ക് വേണ്ടി വാതിലെന്ത് തുറന്നു തരുമോ, ഞാൻ എൻ്റെ മോതിരം ഒരു ഷോപ്പിനടുത്ത് വെച്ച് മറന്നുപോയി എന്ന് അവളോട് പറയുന്നു. ദോങ്ജു അവനെ തള്ളി ദൂരത്തേക്ക് എറിഞ്ഞിട്ട് വേഗം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. വാതിൽ തുറന്നതെന്ന് പറഞ്ഞ് അവൻ വാതിലിൽ മുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയിട്ടും അവൻ്റെ നിലവിളി അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്ന കണ്ട് അച്ഛൻ ഒരുപാട് തവണ വാതിൽ മുട്ടി വിളിച്ചെങ്കിലും അവൾ തുറക്കുന്നില്ല. ദോങ്ജു അന്ന് രാത്രിയാകുന്നവരെ അതേ ഇരിപ്പ് തന്നെയായിരുന്നു. കൺമുന്നിൽ കണ്ടതൊക്കെ സത്യമാണോ അതോ വെറും തോന്നലാണോ എന്ന് അവൾക്ക് അപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ പറഞ്ഞ പോലെ ഷോപ്പ് ഉണ്ടോ എന്ന് അവൾ നെറ്റിൽ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവിടം വരെ പോയി നോക്കാൻ തീരുമാനിച്ച് അവൾ പുറത്തേക്കിറങ്ങി ഓടുന്നു. മകളൊരു ഭ്രാന്തിയെ പോലെ പുറത്തേക്കിറങ്ങി ഓടുന്ന കണ്ട് അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് പുറകെ കുറെ ദൂരം ഓടിയെങ്കിലും അവൾക്കൊപ്പം ഓടിയെത്താൻ കഴിയാതെ അദ്ദേഹം വഴിയിൽ തളർന്നിരിക്കുന്നു.
ദോങ്ജു അവൻ പറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ തിരിഞ്ഞിട്ടും അവൾക്ക് അവൻ പറഞ്ഞ പോലെ ഒരു മോതിരം കണ്ടെത്താൻ കഴിയുന്നില്ല. വെറും തോന്നലാകാനാണ് സാധ്യത എന്ന് കരുതി മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ കാൽ തട്ടി റോഡിൽ കിടന്ന ഒരു ടിൻ മുന്നോട്ട് തെറിച്ചു പോയത്. അത് ചെന്നുവിടെ സ്ഥലത്തിനടുത്തായി ഒരു ജുവൽ ബോക്സ് കിടക്കുന്ന കണ്ട അവൾ അതെടുത്ത് നോക്കുന്നു. കുട്ടി പറഞ്ഞതുപോലെ ഒരു മോതിരമായിരുന്നു അത്. നടന്നൊന്നും വെറും തോന്നലല്ല, സത്യം തന്നെയായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമാകുന്നു. അവൾക്ക് മുന്നിലെ വീടിന്റെ അഡ്രസ് കണ്ടപ്പോഴാണ് ചീഫ് വായിച്ച കുട്ടിയുടെ അഡ്രസ് അതിനടുത്താണല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അവിടെ വരെ ഒന്ന് അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ച് അവൾ വീടിന് മുന്നിലെത്തുന്നു. പക്ഷെ അയൽക്കാരിൽ നിന്ന് അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ താമസം മാറിപ്പോയി. എവിടെയാണെന്ന് അറിയില്ല എന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നു. അവരുടെ കൈവശമുണ്ടായിരുന്ന വീട്ടുകാരുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ നമ്പർ ചേഞ്ച് ആക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ആ മോതിരം ആരെയും തിരികെ ഏൽപ്പിക്കാൻ അവൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവളത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് തന്നെ അവൾ ചർച്ചിലേക്ക് പോയി അങ്കിളിനെ കാണുന്നു. ലിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫ്യൂണറൽ റൂമിൽ വെച്ച് കണ്ടതിനെക്കുറിച്ച് ചീഫിനോട് പറയും എന്ന് കിം പറഞ്ഞത് അവൾ അങ്കിളിനോട് പറയുന്നു. അതോടെ ജോലി നഷ്ടപ്പെടും, എൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷേ ഇത് എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല. എനിക്ക് അങ്ങനെ സംഭവിച്ചാലും വിഷമമൊന്നുമില്ല. അച്ഛനോട് നീ കള്ളം പറയണ്ടല്ലോ, മര്യാദയ്ക്ക് എക്സാമിന് പഠിക്കുകയും ചെയ്യാം എന്നൊക്കെ അവൾ പറയുന്നു. ആദ്യത്തെ ക്ലയന്റായിരുന്ന കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാതെ പോയതിനെ കുറിച്ച് അവൾ അപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും ദൈവം മുമ്പിൽ വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പതിവ് പോലെ അവൾക്ക് കുടിക്കാൻ ഒരു ബിയർ നൽകി അങ്കിൾ എഴുന്നേറ്റ് പോകുന്നു. ഉറക്കം നഷ്ടപ്പെട്ട കിം തട്ടുകടയിൽ വെച്ച് തരുന്ന ദോങ്ജുവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പലതവണ അവളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ച് നോക്കിയപ്പോൾ അവൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കുമെന്നാണ് ഉറപ്പാകും. അപ്പോഴാണ് ദോങ്ജു അതുവഴി പോകുന്നത് കണ്ടത്. അവൻ ഓടിച്ചെന്ന് അവളെ വിളിച്ചു നിർത്തിയിട്ട് അവളുടെ ജോലിയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. എത്ര നാളായി ജോലിക്ക് കയറിയിട്ട്? അവൾക്ക് മുറിക്കുള്ളിൽ വെച്ച് മാത്രമേ അവരെ കാണാൻ കഴിയുകയുള്ളൂ, അതോ പുറത്തിറങ്ങി കഴിയുമ്പോൾ കാണുമോ? ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് മാത്രമേ ഇങ്ങനെ കഴിവുള്ളൂ. ചീഫിന് ഇക്കാര്യം അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ചീഫിനോട് പറയാനുള്ള ഉദ്ദേശത്തോടെയാണ് അവൻ ഇതൊക്കെ ചോദിക്കുന്നത് എന്നാണ് അവൾ കരുതിയത്. നീ പറയണ്ട, ഞാൻ തന്നെ നാളെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴത്തെ ആവശ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. ചീഫിനോട് അങ്ങനെ വിവരം പറയുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മുറിയിലൂടെ ഒരു എലി ഓടുന്നത് കണ്ടത്. അവൾ നിലവിളിച്ചോട്ട് വേഗം പുറത്തേക്കായി ഓടുന്നു. ചീഫിനോട് താമസ സ്ഥലത്തെക്കുറിച്ചും ഏരിയ കടന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ആ ഏരിയ ഒട്ടും നല്ലതല്ല, ക്രിമിനൽസ് ആണ് അവിടെ കൂടുതലുമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഴയ സ്ഥലത്തേക്ക് താമസം മാറുന്നതാണ് നല്ലതെന്ന് ചീഫിന് അവളോട് പറയുന്നു. റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ചീഫിനോട് പറഞ്ഞാൽ അവൾ ധൈര്യം സംഭരിച്ചപ്പോഴേക്കും അന്ന് നടക്കേണ്ട ഒരു അടക്കത്തിന്റെ ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് കാൾ വന്ന് അവർക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. ദോങ്ജു താമസിക്കുന്ന മുറി നോക്കാനായി അന്ന് വേറൊരു കൂട്ടർ വരുന്നത് കിം കാണുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ദോങ്ജു പെട്ടെന്ന് താമസം മാറാൻ എന്തായിരിക്കും കാരണം? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? നീ മാത്രമേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അങ്കിൾ അവനോട് ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ ഒഴിഞ്ഞു മറന്നു. അവൾ പോയവരെ പറഞ്ഞപ്പോൾ സോഹനാകെ വിഷമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാമെന്ന് അവൻ പറയുന്നു. കിം പുറത്തിറങ്ങി അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ജോലിത്തേക്കിൻ്റെല്ലാം അവൾ കട്ട് ചെയ്യുന്നു. അന്ന് മരിച്ച മുത്തശ്ശിയുടെ മകനും ഭാര്യയും അവൾക്ക് മുന്നിലുണ്ടായിരുന്നു. ഫ്യൂണറൽ റൂമിലേക്ക് വേണ്ട പൂക്കളും മറ്റലങ്കാരങ്ങളും ഒക്കെ അവരോട് ചോദിച്ച് സെലക്ട് ചെയ്യുകയായിരുന്നു അവൾ. മരുമകളാണ് എല്ലാത്തിനും ഉത്തരം നൽകിയത്. സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മയ്ക്ക് മഞ്ഞ സൂര്യകാന്തി പൂക്കൾ വളരെ ഇഷ്ടമായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. കിം അന്ന് ജോലിക്ക് പോയ കൂട്ടത്തിൽ പൂക്കളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ദോങ്ജുവിനെ അച്ഛനെ കാണുന്നു. പഠനത്തിന്റെ മടുപ്പിനിടയിൽ മകൾക്ക് കുറച്ച് സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതി അവൾക്ക് അയച്ചെടുക്കാൻ വേണ്ടിയാണ് ഫോട്ടോസ് എന്ന് അദ്ദേഹം പറയുന്നു. പറഞ്ഞതുപോലെ അവൾ ജോലി റിസൈൻ ചെയ്ത് കാണുമോ എന്നറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എങ്ങാനും അവൾ വീട്ടിൽ വന്നിരുന്നു എന്ന് അവൻ ചോദിച്ചറിയുന്നുണ്ട്. അതുവരെ അങ്ങനെ നടന്നിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവന് കുറച്ച് ആശ്വാസമാകുന്നു. ദോങ്ജുവിന്റെ നല്ല തിരക്കായിരുന്നു. നേരത്തെ കണ്ട മരുമകൾ അവളോട് നല്ല ഫ്രണ്ട്ലിയായാണ് സംസാരിച്ചതും ഇടപഴകിയതും. അവൾക്ക് ആഹാരം കഴിക്കാനുള്ള ടൈം കിട്ടിയില്ലെന്ന് മനസ്സിലാക്കി അവർ അവളെ അവിടെ പിടിച്ചിരുത്തി കഴിക്കാൻ നിർബന്ധിക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവിടെ എത്തിയ ചീഫ് അവളോട് അവിടെ നിന്ന് കഴിച്ചോളാൻ പറയുന്നു. അദ്ദേഹവും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അന്ന് രാത്രി വരെയും അവർക്ക് ധാരാളം ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു തവണ കൂടി ദോങ്ജു ചീഫിനോട് വിവരം പറയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴും നടക്കുന്നില്ല. അവിടുത്തെ കസ്റ്റമറായ മരുമകൾ ഇടയ്ക്ക് ദോങ്ജുവിനൊരു റിസ്റ്റ് ബാൻഡ് നൽകുന്നു. വളരെ കഷ്ടപ്പെട്ടുള്ള ജോലിയാണ് അവൾ ചെയ്യുന്നതെന്ന് അറിയാം. ഒരു ടീച്ചറായതുകൊണ്ട് എനിക്കും ഇതൊക്കെ മനസ്സിലാകും. കൈക്ക് നല്ല വേദന ഉണ്ടാകുമെന്നറിയാം. ഇത് വേദന കുറയാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് കുറേ നല്ല വാക്കുകൾ പറഞ്ഞാണ് അവർ അത് അവൾക്ക് നൽകിയത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും അവളുടെ കാര്യത്തിൽ ഇങ്ങനെ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് ദോങ്ജു അത് വാങ്ങിയത്. അവളുമായി പുറത്തിറങ്ങിയപ്പോഴാണ് കിം ചീഫുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. അവൻ അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറയുകയായിരിക്കുമെന്ന് കരുതി അവൾ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഇടയ്ക്കായിരുന്നു. കിം അവളോട് പറയരുതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും അവൾക്കത് മനസ്സിലാക്കത്തില്ല. ചീഫ് അവൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ കിമ്മിനെയും കൂടി പുറത്തേക്ക് പോകുന്നു. ഇന്നതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി ദോങ്ജു റിസൈൻ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. കിം സത്യത്തിൽ അത് പറയാനായിരുന്നില്ല വന്നത്. ദോങ്ജു റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ അവൾ മനസ്സോടെ അല്ലാതെ ചെയ്യുന്നത്. എന്റെ തെറ്റുകൊണ്ടാണ്, അതുകൊണ്ട് റെസിഗ്നേഷൻ സ്വീകരിക്കരുത്, ഇതിനൊക്കെ കാരണമായത് ക്ഷമിക്കണം എന്നൊക്കെയാണ് അവൻ ചീഫിനോട് പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. നിനക്കങ്ങനെ കുറ്റബോധം ഉണ്ടെങ്കിൽ നേരിട്ട് അവളോട് പോയി ക്ഷമ ചോദിക്കണമെന്ന് ചീഫ് അവനോട് പറയുന്നു. അവൾ താമസിക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം നൽകിയ അഡ്രസ്സിന് മുന്നിൽ ചെന്ന് അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവൾ മറ്റൊരു കോളിലായിരുന്നു. ആ സമയത്ത് അങ്കിൾ എന്താ ആവശ്യത്തിനായി അവനെ വിളിക്കുന്നതിനല്ല അവൻ തിരികെ പോകുന്നു. സോഹനാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു വാക്ക് പോലും പറയുന്നത് താമസം മാറിപ്പോയതിൻ്റെ പരാതിയും തിരികെ ചെല്ലാനുള്ള പ്രേരണയും ഒക്കെ അവൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവൾ ശരിക്കും പേടിച്ചെങ്കിലും പുറത്ത് കാണിക്കാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്പീഡിൽ നടക്കുന്നു. അവൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ പെട്രോളിങ്ങിനായി അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ എവിടെയുണ്ട് എന്ന് അവൻ ചോദിക്കുന്നു. അവൻ നിൽക്കുന്ന സ്ഥലം പറയാൻ അവൾ പറഞ്ഞെങ്കിലും ആ സമയത്ത് മറ്റെന്തോ കണ്ട് അവൻ്റെ ശ്രദ്ധ മാറുന്നു.
പുറകെ വന്നാൽ തന്നെ ആക്രമിച്ചു എന്ന് തന്നെ ഡോങ്ജു കരുതിയാണ്. അപ്പോഴാണ് കിം അവൾക്ക് മുന്നിലെത്തിയത്. സിറ്റുവേഷൻ മനസ്സിലാക്കി അവൾ ലവറാണെന്ന രീതിയിൽ അവൻ സംസാരിച്ചപ്പോൾ പുറകെ വന്ന ആൾ വഴിമാറിപ്പോകുന്നു. സ്റ്റുഡൻസ് പുകവലിക്കുന്നുണ്ട് അവരെ പിടിക്കാനായി ശ്രദ്ധ മാറിയതാണ് സോഹൻ ഫോൺ അവിടെ വെച്ചത്. ഡോങ്ജുവിൻ്റെ കൂടെ കിം അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ട് സാധനമെല്ലാം പാക്ക് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അവളൊന്ന് സംശയിച്ചെന്നെങ്കിൽ സാധനമെല്ലാം എടുത്തുകൊണ്ട് ചെല്ലുന്നു. അവൾ താമസിക്കുന്ന മുറി അപ്പോഴും ഫ്രീ ആണെന്ന് പറഞ്ഞ് അവളെ തിരികെ ചെല്ലാൻ നിർബന്ധിക്കുന്നു. നിനക്ക് തോന്നുമ്പോൾ ചവിട്ടി പുറത്താക്കാനും തോന്നുമ്പോൾ തിരികെ കയറ്റാനുമുള്ള ആളാണോ ഞാൻ എന്നവൾ ചോദിച്ചെങ്കിലും അവൻ ചീഫിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം കുറയുന്നു. ബസ് വന്നപ്പോൾ അവൻ തന്നെ നിർബന്ധിച്ച് പെട്ടിക്കെടുത്ത് അതിനുള്ളിൽ കൊണ്ടുവെക്കുന്നു. ബസ്സിനകത്തേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോൾ രണ്ടുപേരും കൂടി വീഴാൻ തുടങ്ങുന്നുണ്ട്. ആദ്യം സീറ്റിലേക്ക് ചെന്ന് വീണ കിമ്മിന്റെ മടിയിലേക്ക് ഡോങ്ജു എന്ന് വീഴുന്നു. രണ്ടുപേരും ആകെ വല്ലാതെ ആകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡീസൻ്റായി മാറിയിരിക്കുന്നു. ചമ്മൽ മാറ്റാൻ അവൻ ഇടയ്ക്കിടെ ഓരോന്ന് ചോദിച്ചപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ മിണ്ടാതിരിക്കാൻ അവൾ പറയുന്നു. ഡോങ്ജു വെച്ചിരുന്ന റെസിഗ്നേഷൻ ലെറ്റർ ചീഫ് ഇദ്ദേഹം കണ്ടിരുന്നു. പക്ഷേ കിം മുന്നറിയിപ്പ് കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കാര്യമാക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൾ വന്നെങ്കിലും അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിളിച്ചയാൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആണത്. കുഞ്ഞുമായാണ് വന്നിരിക്കുന്നത്. ഫോൺ എടുക്കാതിരുന്നപ്പോൾ നമ്പർ മാറി കാണുമെന്ന് ഞാൻ കരുതി. കുഞ്ഞിന് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി കുറച്ച് പണം നൽകുമോ എന്ന് ചോദിച്ചാണ് അവൾ വന്നിരിക്കുന്നത്. കിമ്മിനൊപ്പം നടക്കുമ്പോഴാണ് തലേന്ന് രാത്രി കണ്ടപ്പോൾ അവൻ പറഞ്ഞത് മുഴുവൻ അവൾക്ക് ഓർമ്മ വന്നത്. അവൾ കണ്ട കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടോ എന്ന് അവൻ ചോദിച്ചിരുന്നു. മാത്രമല്ല അവൾ പറഞ്ഞ സത്യമാണെന്നറിയാൻ അടുത്തുള്ള ബ്രിഡ്ജിൽ പോയി നോക്കിയിരുന്നു എന്നും അതുകൊണ്ടാണ് അയാളെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിയുമെന്നും അവളെ വിശ്വാസമാണെന്നും അവൻ പറഞ്ഞിരുന്നു. പക്ഷേ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവൾ അതൊന്നും ഓർക്കാതെ ഇരുന്നതാണ്. എന്താണ് പാലത്തിലേക്ക് പോയെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ കാരണമാണ് മുഴുവൻ കേൾക്കാൻ കഴിയാതെ പോയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് അയാളെ കണ്ടെത്തിയാൽ മതിയാകുമായിരുന്നുള്ളൂ എന്നവൻ പറയുന്നു. ഡോങ്ജു മുറിയിലെത്തിയ ശേഷം അതിൻ്റെ വീഡിയോ എടുത്ത് കാണുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് അവൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറക്കാൻ പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവൻ അവിടെ വെച്ചിരുന്നു. ഡോങ്ജു ചിരിച്ചോട്ട് അതും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. രണ്ടുപേരും വന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം അന്നത്തെ ക്ലൈൻറ്റായ മുത്തശ്ശിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ മഞ്ഞ പൂക്കൾ വാങ്ങിക്കൊണ്ടാണ് അവൾ ജോലിക്ക് പോയത്. വഴിയിൽ വെച്ചൊരു ലേഡി സുഖമില്ലാന്ന് തോന്നിയ ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് പരിശോധിക്കുന്നത് അവൾ കാണുന്നു. അവളും വേഗം സഹായത്തിനെ വിളിച്ചെല്ലുന്നുണ്ട്. സീരിയസ് ആയ എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലായ അവൾ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നു. രണ്ടുപേരും സമയത്ത് ഇടപെട്ടതുകൊണ്ട് കൂടുതൽ അപകടം സംഭവിക്കുമ്പോൾ അയാളെ ഹോസ്പിറ്റലിലേക്ക് അയക്കാൻ കഴിഞ്ഞു. ആ ലേഡി ഒരു ഡോക്ടറാണെന്ന് ആംബുലൻസ് ഡ്രൈവറോട് പറയുന്നതിൽ നിന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഡോങ്ജുവിൻ്റെ മനസ്സിൽ അവർ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. സിഗ്നലിൽ വെച്ച് അവൾ കിമ്മിനെ കണ്ട് സംസാരിക്കുന്നു. പൂക്കൾ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോകുന്നു. ചീഫ് തലേന്ന് രാത്രി വന്ന എക്സ് ഗേൾഫ്രണ്ടിനെ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. രാവിലെ അദ്ദേഹം പോകാൻ ഇറങ്ങിയപ്പോൾ അവർ കുറെ കരയുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രെഡിറ്റ് കാർഡ് അവരുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് കുട്ടിയുടെ ആശുപത്രി ചെലവിന് അത് ഉപയോഗിച്ചോളാൻ പറയുന്നുണ്ട്. ഡോങ്ജുവിൻ്റെ അന്നത്തെ ക്ലൈൻറ്റായ മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ മഞ്ഞപ്പൂക്കൾ നൽകിയപ്പോൾ തന്നെ അവർ ഹാപ്പിയായിരുന്നു. മരുമകൾ നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. അവൾ കാരണം അവസാനത്തെ യാത്രയ്ക്ക് മുമ്പായി ആ പൂക്കൾ ലഭിച്ചതിന് മുത്തശ്ശി ഒരുപാട് നന്ദി പറയുന്നുണ്ട്. മുത്തശ്ശി ഇഷ്ടമുള്ള മഞ്ഞപ്പൂക്കൾ കൊണ്ട് ശവപ്പെട്ടി അലങ്കരിക്കാനും മറ്റും മരുമകളും പിന്നീട് അവൾക്ക് നന്ദി പറയുന്നു. അവളുടെ ജോലിയെ കുറെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അവർ അടുപ്പം കുറച്ച് കൂടുതൽ കാണിച്ചതുകൊണ്ട് തന്നെ ഡോങ്ജു സ്നേഹത്തോടെ പൂക്കളിൽ അധികം വന്ന് കുറച്ച് അവർക്ക് സമ്മതിക്കുന്നു. അവർ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ വീണ്ടും പറഞ്ഞപ്പോൾ വാങ്ങുന്നുണ്ട്. കിം അവിടെ ഒരു പിസ്സ ഡെലിവർ ചെയ്യാനായി എത്തിയിരുന്നു. ആ സമയത്താണ് മരുമകളുടെ കുട്ടി ഓടി വന്ന അബദ്ധത്തിൽ ഡോങ്ജുവിനെ ഇടിച്ച് താഴെ വീണത്. അവൾ അവനെ പിടിച്ചെടുപ്പിച്ച് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന അവർ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പക്ഷേ കുറച്ച് മാറ്റിയിരുത്തി അവൻ്റെ കൈ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അവളുടെ കൈ തുടരുത് എന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ, അവൾ ഡെഡ് ബോഡി തൊടുന്ന കൈയാണ്, വൃത്തികെട്ടതാണ് ഒക്കെ അവൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിഷയം കൊണ്ട് കയറുന്ന കിം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഡോങ്ജു നൽകിയ പൂവും വൃത്തികെട്ടതാണെന്ന് പറഞ്ഞ് അവർ വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് പോകുന്നു. കിം പിസ നൽകിയ ശേഷം അവർ കളഞ്ഞ ആ പൂവും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. അത് വൃത്തികെട്ടതായതുകൊണ്ട് അമ്മ കളഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഓടിച്ചെന്ന് അച്ഛനോട് മുത്തശ്ശി വൃത്തികെട്ടാണെന്ന് അമ്മ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വൃത്തികെട്ടതാകുമോ എന്ന് ചോദിക്കുന്നു. അവിടെ കൂടിയിരുന്നവരുടെ മുന്നിൽ അവർ ആകെ നാണം കിടുന്നുണ്ട്. അവൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. അവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഡോങ്ജു അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നറിയുന്നത്. ആകെ ഷോക്കായതുപോലെ നിൽക്കുന്ന അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തി അവളെ സമാധാനിപ്പിക്കാനായി എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ കൈവിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. തനിച്ചൊരിടത്ത് പോയിരുന്ന അവൾ കുറേ സമയം കരയുന്നു. ആദ്യം മുതലേ ആ സ്ത്രീ അവളുടെ കയ്യിൽ തൊടാതെ ഒഴിഞ്ഞു മാറിയിരുന്നൊക്കെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. പുറമേ കാണുന്ന പോലെ അല്ലല്ലോ ആളുകൾ എന്നോർത്ത് അവൾ കുറേയധികം വിഷമിക്കുന്നു. അന്ന് രാത്രി അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ കിം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചെങ്കിലും കുറച്ചു നേരം തനിച്ചിരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. പക്ഷേ ഞാൻ മിണ്ടാതെ ഇരുന്നോളാം, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ സ്കൂട്ടറിൽ കയറ്റുന്നു. അവൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അറ്റത്ത് പിടിച്ച് അവളെ കൊണ്ട് ശരിക്കും പിടിച്ചിരിക്കാൻ പറഞ്ഞ് അവനെ ചുറ്റി പിടിപ്പിക്കുന്നുണ്ട്. മടിച്ചാണ് അവൾ അതിൻ്റെ പുറകിലിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ അവൾ ഇറങ്ങി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് നിന്റെ കൈകൾ ശരിക്കും സുന്ദരമാണ്, കൂളാണെന്നൊക്കെ പറയുന്നു. പിന്നെ കാണുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഡോങ്ജു ഉണർന്നപ്പോൾ അവൾക്കൊപ്പം ബെഡിൽ അവനുമുണ്ട്. അപ്പോഴേക്കും അവനും ഉണരുന്നു. പരസ്പരം കണ്ടത് രണ്ടുപേരും അലറി വിളിച്ചോണ്ട് ഞെട്ടി ദൂരേക്ക് മാറിയിരിക്കുന്നു. കിം ഡോങ്ജുവിനെ നിർബന്ധിച്ച് സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുവന്നിരുന്നല്ലോ. വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ ഇറങ്ങി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അവളുടെ കൈകൾ കാണാൻ ശരിക്കും സുന്ദരമാണ് എന്ന് പറഞ്ഞത്. തൻ്റെ ജോലിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് അവളുടെ മനസ്സിൽ നല്ലൊരു ഫീലാണ് നൽകിയത്. അതുമാത്രമല്ല അവളുടെ വിഷമം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി അവൻ അവളെ ബിയർ കുടിക്കാൻ ക്ഷണിക്കുന്നുമുണ്ട്. അവിടെ ചെന്നപ്പോഴും അവൾ മസിൽ പിടിച്ചിരിക്കുന്ന കണ്ട് അവരോടുള്ള ദേഷ്യം എന്നോട് വേണമെങ്കിൽ പ്രകടിപ്പിച്ചോളൂ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് അവൻ പറയുന്നുണ്ട്.
അതുകൊണ്ട് എന്താണ് പ്രയോജനം? എൻ്റെ കൈകൾ കൊണ്ട് ചെയ്ത ജോലിക്ക് മാറ്റം വരില്ലല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ, നീ ചെയ്യുന്ന ജോലിക്ക് എന്താണ് കുഴപ്പം? നീ കാരണം ഒരാൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരിക്കലും ആരും അറിയാതെ പോകുമായിരുന്ന ഒരാളുടെ വലിയൊരു സമ്പാദ്യം വീട്ടുകാർക്ക് നൽകാൻ കഴിഞ്ഞു. മരിക്കേണ്ടിയിരുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനൊക്കെ കാരണം നിന്റെ ഈ കൈകളാണ്. എനിക്ക് ശരിക്കും നിന്നോട് അസൂയയാണ് എന്നൊക്കെ അവൻ പറയുന്നു. ഇതിനെക്കുറിച്ച് ആരോടും പറയാതെ എല്ലാം മനസ്സിൽ തന്നെ അടക്കി ജീവിക്കുന്നത് അവളെ ശരിക്കും ഒറ്റപ്പെടുത്തുന്നുണ്ടാവും എന്നും അവൻ പറയുന്നുണ്ട്. ആദ്യമൊക്കെ മസിൽ പിടിച്ചിരുന്ന ദോങ്ജു അവനോട് മനസ്സ് തുറന്ന് കുറച്ചൊക്കെ സംസാരിക്കുന്നു. അവിടെ നിന്ന് മടങ്ങിയപ്പോഴേക്കും രണ്ടുപേരും നല്ല ലെവലിലെത്തിയിരുന്നു. കിം അവളെ തോളിലെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോഴേക്കും അവർ നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീടിന് മുന്നിലെത്തി മുകളിലേക്കുള്ള സ്റ്റെപ്പിനെടുത്ത് അവളെ ഇറക്കി വിടാൻ നോക്കിയെങ്കിലും അവൾ ഉറക്കം പിടിച്ചിരുന്നതിനാൽ അവൻ തന്നെ മുകളിൽ എത്തിക്കേണ്ടി വരുന്നു. ഒരു വിധത്തിൽ അവളെ തട്ടിനോടുത്ത് റൂമിന്റെ പാസ്വേഡ് ചോദിച്ചറിഞ്ഞ അകത്ത് ബെഡിൽ കൊണ്ട് കിടത്തിയപ്പോഴേക്കും അവൻ ക്ഷീണിക്കുന്നു. അവനും അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പിന്നെ രണ്ടുപേർക്കും ബോധം വീണത് അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയായിരുന്നു. രണ്ടുപേരും അലറി വിളിച്ചുകൊണ്ട് ചാടി എന്നിട്ട് മാറുന്നു. തലേന്ന് രാത്രിയിലെ ക്ഷീണം കൊണ്ട് പറ്റിയതാണ്, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് രണ്ടുപേർക്കും ഉറപ്പായപ്പോൾ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവരുടെ അലർച്ച കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന സോഹൻ എന്തോ അപകടം സംഭവിച്ചതാണെന്ന് കരുതി വാതിക്കൽ മുട്ടി വിളിക്കാൻ തുടങ്ങിയിരുന്നു. പാറ്റയെ കണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞ് അവൾ ഒരു വിധത്തിൽ അയാളെ ഒഴിവാക്കി വിടുന്നു. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അങ്കിൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അങ്കിളും സോഹനും കൂടെ പുറത്തുനിന്ന് സംസാരിക്കുന്ന അവർ കേൾക്കുന്നു. അത് കാരണം അവൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവർ പുറത്തുനിന്ന് മാറുന്നവരെ അവൻ വാതിക്കൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദോങ്ജുവിന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അവൾ ഫ്രഷ് ആവാനായി പോകുന്നു. അവൾ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവൻ പോയിരുന്നു. കോഴിയെ പോലെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. അത് വായിച്ചപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. അന്നത്തെ ഫ്യൂണറൽ കഴിയുന്നവരെ അവൾ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ആ ലേഡിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നു. പക്ഷെ ചടങ്ങെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവർ അവളുടെ അടുത്ത് നിന്ന് അവൾ കാരണമാണ് അമ്മായിയമ്മയെ നല്ല രീതിയിൽ പറഞ്ഞയക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞ് നല്ല വാക്കുകൾ പറയുന്നു. ദോങ്ജു അതെല്ലാം ക്ഷമയോടെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇനിയും ഇതുപോലെ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും തമ്മിൽ കാണാം എന്ന് അവർ പറഞ്ഞപ്പോൾ തമ്മിൽ കാണാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കോഴിയല്ല എന്ന് പറഞ്ഞ് അവൾ കിമ്മിന് മെസ്സേജ് അയക്കുന്നു. അത് വായിച്ച് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്കിൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. തലേന്ന് രാത്രി എവിടെയായിരുന്നെന്ന് അവൻ ഇതുവരെ പറയാത്തതിൻ്റെ ദേഷ്യത്തിലാണെങ്കിൽ അപ്പോഴാണ് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. അങ്കിളിൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നുണ്ട്. എവിടെയായിരുന്നു എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചെങ്കിലും എനിക്ക് 30 വയസ്സായില്ലേ, ഇനിയും ഞാനിതൊക്കെ അങ്കിളിനോട് പറയണമെന്ന് ചോദിച്ച് അവൻ ഒഴിഞ്ഞു മാറുന്നു. ദോങ്ജു വീട്ടിലേക്ക് ചെന്നിട്ട് കുറേ ദിവസങ്ങളായതിനാൽ അച്ഛൻ വിളിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ കാണാനായി അങ്കിൾ എത്തിയത്. അങ്കിളിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വീണ്ടും താമസം മാറിയ കാര്യം അവൾ പറയുന്നു. അവൻ സോറി പറഞ്ഞതും മരിക്കാൻ പോയ ആളിനെ കണ്ടെത്തിയതുമൊക്കെ അവൾ വിശദമായി അങ്കിളിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അച്ഛൻ വീണ്ടും വിളിച്ചിട്ട് അവളെ കാണാനായി അവൾ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തിയെന്ന് പറയുന്നത്. ദോങ്ജു അങ്കിളിനോട് വിവരം പറഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് ഓടുന്നു. അവളുടെ അച്ഛന് നല്ല പേടിയുള്ളതിനാൽ അങ്കിൾ സ്ഥലം വിടാൻ നോക്കിയെങ്കിലും അവൾ അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. കൂട്ടത്തിൽ കിമ്മിനെ ഫോൺ വിളിച്ച് മുറിയുടെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് അച്ഛൻ എത്തിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനും പറയുന്നു. അവൻ ആരും കാണാതെ അവളുടെ മുറിയിലെത്തി ബാഗും ഒരു ഡ്രസ്സും ഒക്കെ എടുത്ത് വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ദോങ്ജു ഓടിപ്പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും അച്ഛൻ സ്റ്റഡി സെന്ററിന് മുന്നിലെത്തിയിരുന്നു. അദ്ദേഹം കാണാതെ അവൾ വേഗം ഒളിക്കുന്നുണ്ട്. കിം ടാക്സിയിലാണ് അവിടെ എത്തിയത്. പക്ഷെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവളുടെ അച്ഛനെ കാണുന്നു. തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം കണ്ടാൽ പ്രശ്നമാകുമെന്നറിയാവുന്നതിനാൽ അവൻ അവളുടെ അടുത്തേക്ക് പോകാതെ അവിടെ നിന്ന് പരുങ്ങുന്നു. അവൻ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് തോളിൽ ഒരു ലഗേജ് വെച്ചുകൊണ്ട് ഒരാൾ അതിലെ പോയപ്പോൾ അയാളുടെ മറവിൽ അവൻ അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവൾ വേഗം ഡ്രസ്സ് വാങ്ങി അടുത്തുള്ള ബാത്റൂമിലേക്ക് ഓടുന്നു. അവളുടെ ബാഗ് എപ്പോഴും അവൻ്റെ കയ്യിലായിരുന്നതിനാൽ അവൻ അത് നൽകാനായി പുറകെ ഓടിയെങ്കിലും അവൾ ഡ്രസ്സ് മാറാനായി കയറുന്നതിനാൽ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ബാഗ് അവളെ ഏൽപ്പിച്ചിട്ട് അവൻ പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും പുറത്ത് വെയിറ്റ് ചെയ്ത് മടുത്ത അച്ഛൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പരിചയമില്ലാത്ത മട്ടിൽ അദ്ദേഹം കാണാതെ സ്ഥലം കാലിയാക്കാൻ അവരൊരു ശ്രമം നടത്തിയെങ്കിലും അവനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അവർ തമ്മിൽ മുൻപേ പരിചയമുണ്ടെന്ന് ദോങ്ജു അപ്പോഴാണ് അറിയുന്നത്. അവർ ഒരുമിച്ച് ആഹാരം കഴിക്കാനായി പോകുന്നു. ദോങ്ജു താമസിക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് അവനും താമസിക്കുന്നത്. തമ്മിൽ അങ്ങനെയുള്ള പരിചയമാണ് എന്നാണ് അച്ഛനോട് പറഞ്ഞത്. അയൽക്കാർ മാത്രമാണെങ്കിൽ ഇത്ര ദൂരം എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഞാനും സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എന്നവൻ കള്ളം പറയുന്നു. അങ്ങനെ അച്ഛനെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്തപ്പോഴാണ് അമ്മയുടെ സെമിത്തേരിയിൽ പോയപ്പോൾ ഒറ്റത്തവണ മാത്രം തമ്മിൽ കണ്ട അച്ഛനും അവനും എങ്ങനെ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നെന്ന് അവൾ ചോദിച്ചത്. അതോടെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ കള്ളങ്ങൾ അവൻ അവളോട് പറഞ്ഞു പിടിപ്പിക്കുന്നു. രണ്ടുപേരെ കുറിച്ചുള്ള സത്യം മുഴുവൻ അറിയാവുന്ന അവൻ ഒന്നും പരസ്പരം അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് ശരിക്കും പാടുപെടുന്നുണ്ട്. സെമിത്തേരിയിൽ അവൻ ആരെ കാണാനാണ് പോയതെന്ന് അവർ ചോദിച്ചപ്പോൾ അവൻ ഉത്തരം പറയാതെ പാടുപെടുന്ന കണ്ട് അച്ഛൻ വിഷയം മാറ്റി അവൻ്റെ സഹായത്തിനെത്തുന്നു. ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് ചീഫിൻ്റെ കോൾ വരുന്നുണ്ട്. കോൾ വന്നപ്പോൾ പേരെഴുതി കാണിച്ചത് അച്ഛൻ കണ്ടതിനാൽ ഏത് ചീഫാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദോങ്ജു എന്ത് ഉത്തരം പറയണമെന്നറിയാതെ ആകെ പരിങ്ങലിലായപ്പോൾ കിം അവളുടെ സഹായത്തിനെത്തുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനേജറുടെ കോൾ വന്നത്. അത് ദോങ്ജു കാണുന്നു. അതാരാണെന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ പരിങ്ങലിലായത് അച്ഛനാണ്. കിം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹായത്തിനും എത്തുന്നു. അവൻ കുറേ കള്ളങ്ങൾ പറഞ്ഞ് അവളെയും വിശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രഹസ്യങ്ങളൊന്നും പരസ്പരം അറിയാതെ ഒരു വിധത്തിൽ അവൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. അച്ഛനെ യാത്രയാക്കി കഴിഞ്ഞപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. എന്നേക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നല്ലോ നിനക്കെന്ന് ചോദിച്ച് ദോങ്ജു കളിയാക്കിയെങ്കിലും നിനക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു.
വീട്ടിലേക്ക് പോകാനായി ബസ്സിലിരിക്കുന്ന സമയത്ത് ഈ ജോലിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. എനിക്കങ്ങനെ ഒരുപാട് കഴിവുകളൊന്നും ഉള്ള കൂട്ടത്തിലല്ല, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ല. ഈ ജോലിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യോഗ്യതകളും ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല ഇൻഷുറൻസ് ഉണ്ട്, റിട്ടയർമെന്റ് ഇല്ല. അതുകൊണ്ടൊക്കെ എനിക്ക് പറ്റിയതായിരിക്കുമെന്ന് കരുതിയാണ് ജോയിൻ ചെയ്തത്. പിന്നീടാണ് എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിയുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടണം എന്നായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. അവളുടെ ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു എന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. അവൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ ജോലിയിലേക്ക് എത്തിയതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്കിൾ കാരണമാണ് എന്നാണ് അവൻ പറഞ്ഞത്. അതിനു മുമ്പ് എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചപ്പോൾ മിലിറ്ററിയിൽ പോയിരുന്നു എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അവൻ്റെ അങ്കിൾ സോഹനും ഈ സമയത്ത് ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ദോങ്ചു തിരികെ വന്നതുകൊണ്ട് സോഹൻ അവളുടെ ഇഷ്ടം എങ്ങനെയെങ്കിലും അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളെ സെറ്റാക്കാൻ സഹായിക്കണമെന്ന് അവൻ വിൻസെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കുന്നതെന്ന് വിൻസെന്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ദോങ്ചു ഇവിടെ താമസിക്കാൻ തിരിച്ചെത്തിയത്. അവൾക്ക് എന്നോട് താല്പര്യം കാണുമെന്നൊക്കെ സോഹൻ പറയുന്നു. അവൾ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് അറിയാതെ അങ്കിൾ അത് വിശ്വസിക്കുന്നു. അപ്പോഴാണ് കിം ഏതോ ജോലിക്ക് പോയപ്പോൾ പ്രതിഫലമായി കിട്ടിയ 4 ഫ്രീ മൂവി ടിക്കറ്റുകൾ അവിടെ ഇരിക്കുന്നത് സോഹൻ കണ്ടത്. ഇവിടെ താമസിക്കുന്നവർ 4 പേരുണ്ടല്ലോ, നമുക്ക് 4 പേർക്കും കൂടി അതിന് പോയാലോ എന്ന് സോഹൻ ചോദിക്കുന്നു. അങ്കിൾ സമ്മതിച്ചോടെ അവൻ അപ്പോൾ തന്നെ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ അക്കാര്യം മെസ്സേജ് അയക്കുന്നു. ദോങ്ജുവും കിമ്മും ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരുടെയും ഫോണിൽ ഒരേപോലെയാണ് മെസ്സേജ് വന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പോകുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. സമയം കിട്ടുകയാണെങ്കിൽ നോക്കാമെന്നാണ് അവൾ പറഞ്ഞത്. അവൾ വീണ്ടും അവിടേക്ക് താമസം മാറിയെന്ന കാര്യം അറിഞ്ഞുകൊണ്ട് സോറ അവളെ വിളിച്ച് നിനക്ക് വട്ടായെന്ന് ചോദിച്ച് വഴക്ക് പറയാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഞാൻ ജോലിയിലാണ് എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുന്നതിനാൽ ഒരിടത്ത് കയറി നിൽക്കുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠയാണ്. എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. കുട്ടിക്കാലത്ത് സ്കൂൾ വിടുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ മറ്റു കുട്ടികളെല്ലാം വിളിക്കാൻ അമ്മമാർ എത്താറുണ്ട്. അച്ഛൻ ജോലിയിലായതിനാൽ അച്ഛന് വരാൻ കഴിയില്ല. എല്ലാവരും പോയി കഴിയുമ്പോഴും ഞാൻ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാകും. ചിലപ്പോഴൊക്കെ മഴ മാറ്റിത്തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് മഴ നിൽക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. അങ്ങനെ സംഭവിക്കാത്ത ദിവസങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അമ്മ പറഞ്ഞയച്ച മാലാഖയെ പോലെ സോറയുടെ മുത്തശ്ശി കുടയുമായി എന്നെ വിളിക്കാൻ എത്തുമായിരുന്നു എന്നും അവൾ പറയുന്നു. മുത്തശ്ശിക്ക് ഇപ്പോൾ അമ്നേഷ്യ ബാധിച്ചിരിക്കുന്നതിനാൽ പഴയതൊന്നും ഓർമ്മയുണ്ടായില്ല. സോറ മുത്തശ്ശിയുടെ അടുത്തെത്തി ദോങ്ജുവിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓർമ്മ വരാനായി മുമ്പ് മുത്തശ്ശി അവൾക്ക് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധ നൽകാതെ മുത്തശ്ശി അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ദോങ്ജു കിമ്മിന്റെ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോയതുകൊണ്ട് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് സോറയ്ക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ദോങ്ജു അത് സമ്മതിക്കുന്നില്ല. അതിന്റെ പരിഭവം മുത്തശ്ശിയോട് പറയുകയാണ് അവൾ. ഒരാൾ നമുക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ അയാളെ കാണുമ്പോൾ തന്നെ ഇത് എനിക്കുള്ള ആളാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമെന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. ഇതുവരെ ഒരാൾ പോലും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലാത്തതിനാൽ എനിക്ക് അങ്ങനെ ആരെങ്കിലും കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് അവൾ മുത്തശ്ശിയോട് ചോദിക്കുന്നു. അടുത്ത പൗർണമിക്ക് മുമ്പായി ഉറപ്പായും ഒരാളെ കണ്ടുമുട്ടും എന്ന് മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്. പക്ഷെ അത്രയും കഴിഞ്ഞപ്പോഴേക്കും പരസ്പര ബന്ധമില്ലാത്ത പോലെ മുത്തശ്ശി ഓരോ പറയാൻ തുടങ്ങുന്നതിനാൽ അപ്പോൾ പറഞ്ഞതൊന്നും അവൾ അത്ര കാര്യമായി എടുക്കുന്നില്ല. ഈ സമയം കിം പോയി ഒരു കുട വാങ്ങിക്കൊണ്ടുവന്ന് ദോങ്ജു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൻ വീടിന് പുറത്ത് വണ്ടി തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദോങ്ജു കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി വന്നത്. അവൻ അവളെ പിടിച്ചു നിർത്തി എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. സോറയുടെ മുത്തശ്ശി മരിച്ചിരിക്കുന്നു. അതാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓടിയത്. തലേന്ന് രാത്രി പറഞ്ഞ കുടയുമായി വരാറുള്ള മുത്തശ്ശിയാണോ എന്നവൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ ചോദിക്കുന്നു. മറുപടി പറയാതെയുള്ള അവളുടെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോൾ അത് തന്നെയാണെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. ഫ്യൂണറൽ ഹോമിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോഴേ അവൾ പുറത്തേക്കിറങ്ങി ഓടുന്നു. അതും നോക്കി പുറത്തേക്കിറങ്ങി നിന്ന കിമ്മിനെ ഫ്യൂണറൽ ഹോമിനോട് ചേർന്നുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നൊരു ഡോക്ടർ കാണുന്നു. കൂടെയുള്ള ലേഡി ഡോക്ടർ കാണാതിരിക്കാൻ അവനൊരു ശ്രമം നടത്തിയെങ്കിലും അവൾ കിമ്മിനെ കാണുന്നു. അവൻ തന്നെയാണോ അതെന്ന് അവൾ വീണ്ടും വീണ്ടും സംശയത്തോടെ നോക്കുന്നുണ്ട്. അവർ മുമ്പ് ലവേഴ്സ് ആയിരുന്നെന്നും അവൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും അവൻ അവളുമായി ബ്രേക്കപ്പ് ആയതാണെന്നും അവളുടെ ഓർമ്മയിലൂടെ പിന്നെ കാണിക്കുന്നു. അവന്റെ നമ്പർ ഇപ്പോഴും ഫോണിലുള്ളതെടുത്ത് അതിലേക്ക് വിളിച്ചാലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും വിളിക്കുന്നില്ല. ദോങ്ജു ഈ സമയം സോറയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ട ശേഷം അവളുടെ അടുത്തെത്തിയിരുന്നു. സോറയ്ക്ക് മുത്തശ്ശിയെ ഭയങ്കര ഇഷ്ടമായിരുന്നതിനാൽ നല്ല വിഷമത്തിലാണ്. അമ്നേഷ്യ കാരണം ആരെയും തിരിച്ചറിയാൻ പോലും കഴിയാതെയാണല്ലോ മുത്തശ്ശി പോയതെന്നൊക്കെ പറഞ്ഞ് അവൾ കുറെ കരയുന്നുണ്ട്. മുത്തശ്ശിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് ദോങ്ജു അവളോട് ചോദിച്ചപ്പോൾ ഇന്നലെ നഖം വെട്ടിക്കൊടുക്കാൻ മുത്തശ്ശി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി കരയുന്നു. എല്ലാവരും മുത്തശ്ശിയുടെ മരണത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ നിന്നവരിൽ ഒരാൾ മാത്രം മദ്യപിച്ചാകെ ബഹളം വയ്ക്കുകയും അവിടുത്തെ ലേഡി സ്റ്റാഫിന്റെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അവൾ അസ്വസ്ഥയോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ ആരാണെന്ന് ദോങ്ജു ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് സോറ പറയുന്നു. ദോങ്ജു അന്ന് വൈകിട്ട് വീടിനടുത്തെത്തിയപ്പോൾ കിം അവളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ അടക്കം നാളെയല്ലേ, ഇവിടുത്തെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നീ കൂടെയുള്ളത് മുത്തശ്ശിക്ക് ശരിക്കും സന്തോഷമായിരിക്കും എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം മുത്തശ്ശിയെ കണ്ടപ്പോൾ മുതൽ ദോങ്ജു കരയുകയായിരുന്നു. സോറയുടെ വിഷമം തീർക്കാനായി മുത്തശ്ശിയുടെ നഖം വെട്ടിക്കൊടുത്തപ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം അവൾ കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അവളെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു മുത്തശ്ശി. ഓർമ്മയില്ലാത്തത് കാരണം എൻ്റെ കുട്ടികളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. കുറെ കൂടി മുന്നേ പോകേണ്ടതായിരുന്നു. എന്തായാലും നല്ല ബോധത്തോടെ നിന്നെ കാണാൻ ഇങ്ങനെ കഴിഞ്ഞല്ലോ. പോകുന്നതിന് മുമ്പ് സോറയുടെ വിവാഹം കാണണമെന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും സാരമില്ല, അവൾ മാത്രമല്ല നീയും എത്രയും പെട്ടെന്ന് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തണം എന്നൊക്കെ മുത്തശ്ശി സന്തോഷത്തോടെ അവളോട് പറയുന്നു. അമ്മയില്ലാത്ത കുട്ടിയാണെന്നുള്ള സഹതാപം കാണിക്കാതെ സ്നേഹത്തോടെ ഒരുപാട് കാലം നോക്കിയതിന് അവൾ മുത്തശ്ശി നന്ദി പറയുന്നുണ്ട്. സോറയ്ക്ക് വിവാഹ സമ്മാനമായി നൽകാൻ ഒരു ഷീറ്റ് റെഡിയാക്കിയിരുന്നു. അവൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അത് എടുക്കാൻ മറക്കരുതെന്ന് അവളോട് പറയണം എന്നും മുത്തശ്ശി അവളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ദോങ്ജു കരഞ്ഞുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞത്.
അടുത്ത ദിവസം വെളുപ്പിനെയാണ് മുത്തശ്ശിയുടെ അടക്കം. അന്ന് രാത്രി എല്ലാവരും അവസാനമായി മുത്തശ്ശിയെ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൾ മുത്തശ്ശിയെ നന്നായി തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സോറ ദോങ്ജുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അന്ന് രാത്രിയുടെ ഗസ്റ്റ് എല്ലാം ഏകദേശം മടങ്ങിപ്പോയിരിക്കുന്നു. മുമ്പ് പ്രശ്നമുണ്ടാക്കിയാൽ മാത്രം ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ വൃത്തിയാക്കിയിരുന്ന സോറയോട് അയാൾ വീണ്ടും മദ്യം ആവശ്യപ്പെട്ടപ്പോൾ ഇനി മതിയാക്കി പോകാൻ അവൾ പറയുന്നു. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ചോദിച്ചാൽ അവളെ ആക്രമിക്കാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ ദോങ്ജുവിന്റെ ചീഫ് ഓടി വന്ന് തടസ്സം പിടിക്കുന്നു. അയാൾ ചീഫിനെ കുറെ തല്ലുന്നുണ്ട്. അവസാനം നമുക്ക് പുറത്തേക്ക് മാറി സംസാരിക്കാമെന്ന് പറഞ്ഞ് ചീഫ് അയാളെ നയത്തിൽ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ശരിക്കും പെരുമാറി വിടുന്നു. സോറയും അച്ഛനും മറഞ്ഞു നിന്നത് കാണുന്നുണ്ട്. അയാളുടെ ശല്യം കാരണം അവർ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു. അയാൾ ഒഴിവാക്കി തന്നതിന് രണ്ടുപേർക്കും ചീഫിനോട് നല്ല ഇംപ്രഷൻ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സോറയ്ക്ക് മുത്തശ്ശി തൻ്റെ അടുത്തേക്ക് അയച്ചതാണോ ചീഫിനെ എന്ന് വരെ തോന്നുന്നു. അടുത്ത ദിവസം മടക്കം കഴിഞ്ഞ് മടക്കാൻ നേരം മുത്തശ്ശി എനിക്കൊരു സമ്മാനം ബാക്കി വെച്ചിട്ടാണ് പോയതെന്ന് തോന്നുന്നു എന്ന് അവിടെ നിൽക്കുന്ന ചീഫിനെ നോക്കിക്കൊണ്ട് ദോങ്ജുവിനോട് അവൾ പറയുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞ സമ്മാനത്തിൻ്റെ കാര്യമായിരിക്കുമെന്നാണ് ദോങ്ജു കരുതിയത്. അവൾ അതിനെക്കുറിച്ച് സോറയോട് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം മുത്തശ്ശി എപ്പോഴും തയ്ച്ചുകൊണ്ടിരുന്ന ആ ഷീറ്റ് എടുത്ത് നോക്കുന്നു. മുമ്പ് മുത്തശ്ശി അതുമായി ഇരിക്കുന്നത് കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഷീറ്റൊക്കെ ആര് ഉപയോഗിക്കാനാണ് എന്ന് അവൾ ചോദിച്ചിട്ടുണ്ട്. അത് തനിക്കുള്ള വിവാഹ സമ്മാനമായിരുന്നു എന്നറിഞ്ഞ് അവൾ മുത്തശ്ശിയെ ഓർത്ത് കുറെ കരയുന്നു. അടുത്ത തന്നെ ഒരു ദിവസം സോഹൻ പറഞ്ഞതനുസരിച്ച് കിമ്മും ദോങ്ജുവും ഫ്രീ ആയി കിട്ടിയ ടിക്കറ്റിനുള്ള സിനിമ കാണാൻ എത്തുന്നു. പക്ഷേ എന്തോ തിരക്ക് കാരണം വരാൻ കഴിയില്ല എന്ന് സോഹൻ അവളെ വിളിച്ചറിയിക്കുന്നു. വരാൻ കഴിയില്ല എന്ന് കിമ്മിന്റെ അങ്കിൾ അവനും മെസ്സേജ് അയക്കുന്നു. അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് തിരികെ പോകാമെന്ന് ദോങ്ജു പറഞ്ഞെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് പോകാമെന്ന് അവൻ പറയുന്നു. അവൾ പിന്നെയും സംശയിക്കുന്നപ്പോൾ റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച് തീരുമാനിക്കാമെന്ന് അവൻ പറയുന്നു. പക്ഷെ അവളെ പറ്റിച്ച് ജയിച്ചിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. രണ്ടുപേരും കുറേ സമയം അവിടെയുള്ള ഗെയിം സെന്ററിൽ ചെലവഴിക്കുന്നു. ഡോൾ മെഷീനിൽ നിന്ന് ഡോളും എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരുമിച്ചിരുന്ന് സിനിമയും കാണുന്നു. സോഹൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതെങ്കിലും സത്യത്തിൽ അതായിരുന്നില്ല കാര്യം. അവൾക്കൊപ്പം സിനിമയ്ക്ക് പോകാൻ വേണ്ടി അവൻ നേരത്തെ തന്നെ ലീവ് എടുത്തിരുന്നു. പക്ഷെ സമയമായപ്പോൾ മഴ പെയ്തത് കാരണം മടിച്ചതാണ്. മഴ അവനെ ആകെ മൂഡ് ഓഫ് ആക്കും. അതിന്റെ കാരണമൊക്കെ പിന്നീട് അറിയാം. കിമ്മും ദോങ്ജുവും സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴും മഴ തീരുന്നില്ല. അവൻ കുട വാങ്ങാനായി പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പിടിച്ചു നിർത്തിയിട്ട് മഴയത്തിറങ്ങി ഓടുന്നു. അവനും പുറകെ ചെല്ലുന്നുണ്ട്. രണ്ടുപേരും കൂടി മഴ ആസ്വദിച്ചാണ് വീട്ടിലെത്തിയത്. ഇത്രയും കാലം മഴ പെയ്യുമ്പോൾ ഒന്നുകിൽ ഞാനത് തോരാനായി കാത്തു നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കുടയുമായി വരുമോ എന്ന് വെയിറ്റ് ചെയ്യും. അതിന്റെ ആവശ്യമേ ഇല്ല. മഴയെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് ദോങ്ജു ചിരിയോടെ പറയുന്നു. 25-ാം വയസ്സിലാണോ ഇത് മനസ്സിലായതെന്ന് ചോദിച്ചവൻ കളിയാക്കുന്നു. അവൻ അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്ന ഡോക്ടർ അവിടെ എത്തി അവനെ വിളിച്ചത്. മുമ്പ് ഹോസ്പിറ്റലിൽ അടുത്തുള്ള പാലത്തിൽ വെച്ച് ഭിക്ഷക്കാരനെ സഹായിച്ചത് അവളായിരുന്നല്ലോ എന്ന് ദോങ്ജു ഓർക്കുന്നു. കിം അവളെ കണ്ടാകെ ഷോക്കായി നിൽക്കുകയാണ്. ഡോക്ടർ അവരോട് സംസാരിക്കാൻ അടുത്തേക്ക് വന്നപ്പോൾ ദോങ്ജു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ പാലത്തിൽ വെച്ച് കണ്ട കാര്യം ഓർപ്പിക്കുന്നു. അപ്പോഴേക്ക് കിം ഒന്നും പറയാതെ അകത്ത് കയറി പോകുന്നുണ്ട്. അവളോട് പറഞ്ഞിട്ട് ഡോക്ടറും വേഗം പുറകെ ചെല്ലുന്നു. അവർക്കിടയിൽ എന്തോ കോംപ്ലിക്കേറ്റഡ് റിലേഷൻ ആണെന്ന് ദോങ്ജുവിന് മനസ്സിലായിരുന്നു. മുറിയിലെത്തിയിട്ടും ആ ചിന്ത അവളെ ആകെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ദോങ്ജു സെക്കൻഡ് ഫ്ലോറിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വേക്കൻറ്റ് റൂം വേറെ ഉണ്ടോ എന്ന് ഡോക്ടർ അന്വേഷിക്കുന്നു. പക്ഷെ കിം അതിന് മറുപടി പറയുന്നില്ല. അതിന് മാത്രമല്ല അവൾ ചോദിച്ച മിക്കതിനും അവൻ മറുപടി പറയുന്നില്ല. സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആയിരുന്നു അവൻ്റെ പെരുമാറ്റം. അവൾ ചൂട് കോഫി കുടിക്കില്ല എന്ന് മുമ്പ് അവൻ നന്നായി അറിയാമായിരുന്നു. പക്ഷെ അവനിപ്പോൾ അവൾക്ക് കുടിക്കാനായി ചൂട് കോഫിയാണ് നൽകിയത്. എൻ്റെ ഇഷ്ടങ്ങൾ പോലും നീ മറന്നുപോയെന്ന് അവൾ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പഴയ സംഭവത്തെക്കുറിച്ച് അവൾ എന്തൊക്കെയോ ചോദിക്കുന്നു. എങ്കിലും അവൻ ഒന്നിനും വ്യക്തമായ മറുപടി നൽകുന്നില്ല. അധിക സമയം അവിടെ ഇരിക്കാതെ അവൾ പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ വിൻസെന്റ് എഴുന്നേറ്റ് വന്നപ്പോൾ ഫ്രിഡ്ജിനുള്ളിലേക്ക് തലവെച്ച് കിടക്കുന്ന കിമ്മിനെയാണ് കണ്ടത്. മഴ നനഞ്ഞവന് പനി പിടിച്ചിരുന്നു. ചൂട് കൂടിയപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി തല അതിനുള്ളിൽ കയറ്റി വെച്ചതാണ്. ഇങ്ങനെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമെന്ന് ചോദിച്ച അങ്കിൾ അവനെ വഴക്ക് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ കോൾഡിനും മെഡിസിൻ വാങ്ങിക്കാൻ അടുത്തുള്ള ഷോപ്പിൽ ചെന്നപ്പോൾ സ്കൂൾ യൂണിഫോം ധരിച്ചൊരു പയ്യൻ സിഗരറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നതും പ്രായപൂർത്തിയാകാത്തവർക്ക് സിഗരറ്റ് തരില്ല എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് പെൺകുട്ടി അവനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടുന്നത് കാണുന്നു. എനിക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടിയാണെന്ന് അവൻ പറഞ്ഞിട്ട് പോലും അവർ കൊടുക്കുന്നില്ല. അതിന്റെ പേരിൽ അവൻ വഴക്കുണ്ടാക്കുന്നതിനാൽ കിം അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം ദോങ്ജുവിന്റെ അങ്കിൾ അവർ താമസിക്കുന്നതിന് മുന്നിലെത്തിയിരുന്നു. വിൻസെന്റ് ആണ് അദ്ദേഹത്തെ ആദ്യം കണ്ടത്. ഫാദർ ആയതുകൊണ്ട് തന്നെ വിൻസെന്റ് ഓടിച്ച് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് സംസാരിക്കുന്നു. കിം ആരാണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മരുന്ന് വാങ്ങാൻ പോയി അവൻ അവിടെ എത്തിയത്. അവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ദോങ്ജും അവിടെ എത്തുന്നു. അവളുടെ അങ്കിളാണെന്ന് പിന്നീടാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. എന്തായാലും ഫാദറിനെ ചുളിവിൽ കിട്ടിയതല്ലേ. ബിസിനസിന്റെ ഉന്നമനത്തിന് വേണ്ടി വിൻസെന്റ് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിക്കുന്നുണ്ട്. കിമ്മിന് അവളോടൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും വന്നത്. കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഫാദർ തിരികെ പോകാൻ തുടങ്ങിയ സമയത്ത് വിൻസെന്റ് ജോലിക്കായി പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവൻ സ്കൂട്ടറിൽ അദ്ദേഹത്തെ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകുന്നു. ഫാദർ ആദ്യമായിട്ടാണ് സ്കൂട്ടറിൽ കയറുന്നതെന്നും നല്ല പേടിയുണ്ടെന്നും കണ്ട് ദോങ്ജുവും കിമ്മും ചിരിക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാൻ പ്ലാൻ ഇട്ടെങ്കിലും ആദ്യം കിം അവളെ വിളിച്ചുകൊണ്ടുപോയി അവളുടെ റൂമിലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യിക്കുന്നു. 1 2 3 4 ആയിരുന്നു അവൾ സെറ്റ് ചെയ്തിരുന്നത്. അത് മാറ്റാൻ പറഞ്ഞപ്പോൾ 5 6 7 8 ബർത്ത്ഡേയും ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം അവൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗസ് ചെയ്ത് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, കുറച്ചുകൂടി ടഫായ എന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു. അവസാനം ഒരിക്കലും മറക്കാത്ത ഒരു ഡേറ്റാണ് അവൾ പാസ്വേഡായി സെറ്റ് ചെയ്തത്. അതിനുശേഷം ലോക്കിന്റെ ബാറ്ററിയും അവൻ മാറിക്കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ തലേന്ന് രാത്രി കണ്ട ഡോക്ടറെ പറ്റി ദോങ്ജു നൈസായി ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അവന്റെ ഫസ്റ്റ് ലവ് ആണെന്നൊക്കെ അറിഞ്ഞ് അവളാകെ ഷോക്കാകുന്നു. ആ സമയത്ത് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവളുടെ അച്ഛൻ അവന് മെസ്സേജ് അയക്കുന്നതിനാൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടി പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അവന് ഉടനെ അവിടെ നിന്ന് പോകുന്നു.
അവളുടെ അച്ഛൻ്റെ ഷോപ്പിലേക്കാണ് അവൻ പോയത്. മുമ്പ് ദോങ്ജുമായി മീറ്റ് ചെയ്തപ്പോൾ കള്ളത്തരം അവളുടെ മുന്നിൽ പൊളിയാത്ത സഹായിച്ചതിനുള്ള നന്ദി പ്രകടിപ്പിക്കാനാണ് അദ്ദേഹം കാണണമെന്ന് പറഞ്ഞത്. മാത്രമല്ല അവർ ഒരുമിച്ചാണ് പഠിക്കുന്നത്, അയൽക്കാരാണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം എന്നോണം അവനൊരു ബാഗ് നൽകുന്നു. പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴും ദോങ്ജുവിൻ്റെ ചിന്ത കിമ്മിൻ്റെ ഫസ്റ്റ് ലവനെക്കുറിച്ചായിരുന്നു. സോറ ഒരു ഗിഫ്റ്റ് കയ്യിൽ പിടിച്ച് അതെങ്ങനെ കൊടുക്കണമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിമ്മിൻ്റെ എക്സ് ചൻഹ അവിടെ എത്തിയത്. അവളുടെ അമ്മ അവിടെ ഡോക്ടറാണ്. അവരുടെ കൺസൾട്ടിംഗ് റൂമിന് അടുത്തെത്തിയപ്പോൾ തന്നെ അകത്ത് നിന്ന് അവരുടെ സംസാരവും ചിരിയും ഒക്കെ കേട്ട് അവൾ നിൽക്കുന്നുണ്ട്. അകത്തെത്തിയപ്പോൾ മറ്റൊരു ഡോക്ടറുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്മ. അവളെ കണ്ടപ്പോൾ വിശേഷം ചോദിച്ചിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. അമ്മയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആണെന്ന് ചൻഹയ്ക്ക് മനസ്സിലാക്കുന്നു. അതിൻ്റെ പേരിൽ അവളെ അമ്മയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അമ്മ ഇടയ്ക്കിടെ ഇങ്ങനെ ബോയ് ഫ്രണ്ട്സിനെ മാറ്റുന്നത് കൊണ്ട് അവൾക്ക് അമ്മയെ തീരെ ഇഷ്ടമില്ലാതെ ആയിരിക്കുകയാണ്. അവളെ ഒരു ഡേറ്റിന് പറഞ്ഞേക്കാൻ വേണ്ടി ഒരാളുടെ ഫോൺ നമ്പർ അമ്മ എഴുതി കൊടുത്തെങ്കിലും എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അത് വലിച്ചു കീറി കളയുന്നു. കിമ്മുമായി ഉണ്ടായിരുന്ന അഫെയറിനെ കുറിച്ച് അറിയാമായിരുന്നതിനാൽ നീ ഇപ്പോഴും അവനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം പാഴാക്കുകയാണോ? അവൻ നിന്നെ ഉപേക്ഷിച്ച് പോയതാണ്, ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല, അവനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നെങ്കിലും അവൾ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാതെ അമ്മയോട് വഴക്കുണ്ടാക്കി അവിടെ ഇറങ്ങിപ്പോകുന്നു. പോകുന്ന വഴിക്ക് അവൾ കിമ്മിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവനത് അറ്റൻഡ് ചെയ്യുന്നില്ല. ഉടനെ തന്നെ അവൾ അവരുടെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ലഞ്ച് കഴിക്കാൻ ഒരു റിക്വസ്റ്റ് അയച്ചു കൊടുക്കുന്നു. ജോലിയുടെ ഭാഗമായതുകൊണ്ട് അവന് പോകാതിരിക്കാൻ കഴിയില്ല. ദോങ്ജു ഈ സമയം അവനോടൊപ്പം ലഞ്ച് കഴിക്കാൻ റെഡിയായി ഇറങ്ങിയിരുന്നു. രാവിലെ അവന് കോൾഡ് ആയതിനാൽ അതിനുള്ള മെഡിസിൻ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കോൾ വന്നത്. അതിൻ്റെ നിരാശയുടെ മുന്നോട്ട് നിന്നപ്പോഴാണ് അവൻ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോകുന്നത് കണ്ടത്. അകത്തിരിക്കുന്ന ചെൻഹയും അവൾ കാണുന്നു. അവൾക്കൊപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് അവൻ തന്നെ ഒഴിവാക്കിയതെന്ന് അവൾ വിചാരിക്കുന്നു. അവർ കാണാതെ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. കിം അവളുടെ മുന്നിൽ ചെന്നിരുന്നു എന്നല്ലാതെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇനി മേലിൽ എന്നെ ഇങ്ങനെ ചെയ്യരുത് എന്ന് അവളോട് പറയുന്നുമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ പോകാനായി എഴുന്നേൽക്കുന്നു. എനിക്കിതൊക്കെ പറയാൻ നീ മാത്രമേ ഉള്ളൂ, ഞാനിതുവരെ നിന്റെ സ്ഥാനത്ത് മറ്റാരെയും കണ്ടിട്ടില്ല, എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ നിനക്ക് കുറച്ച് സമയം കണ്ടത് കൂടെ എന്ന് അവൾ പുറകിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ദോങ്ജു എങ്ങോട്ട് പോകണമെന്നറിയാൻ നടക്കുമ്പോഴാണ് ലഞ്ച് കഴിക്കാൻ അവളെ ക്ഷണിച്ചുകൊണ്ട് സോഹാൻ മെസ്സേജ് അയച്ചത്. കുഞ്ഞിന് ഹാർട്ട് ഡിസീസ് ആണ്, ട്രാൻസ്പ്ലാന്റ് വേണ്ടിവരും, ട്രീറ്റ്മെന്റ് പകരമായി പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിന്റെ അസുഖം മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ നല്ല ചിലവ് വരും, അതിനുള്ള തുക തൽക്കാലത്തേക്ക് കടത്തരുമോ, എങ്ങനെയെങ്കിലും തിരികെ തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദോങ്ജുവിന്റെ ചീഫിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥതയോടെ ആരെയും വിളിക്കാനായി ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സോറ ഒരു ഗിഫ്റ്റുമായി അവിടെ എത്തിയത്. അവൾ സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ദോങ്ജുവിനോട് ഇക്കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. ഒരു പാത്രം സൂപ്പായിരുന്നു അവൾ കൊണ്ടുവന്നത്. ദോങ്ജു ഈ സമയം സോഹനൊപ്പം കഴിക്കാനായി ചെന്നിരുന്നു. അവൻ ഡ്യൂട്ടിക്കിടയിലായിരുന്നു കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലൈറ്റായിട്ടുള്ള ഫുഡാണ് അവൻ വാങ്ങിയത്. അവളെ ഇഷ്ടമാണെന്ന ചെറിയ സൂചനകളൊക്കെ അവൻ സംസാരത്തിനിടയിൽ നൽകുന്നുണ്ട്. അവർ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് മുമ്പ് 2-3 തവണ വേറെ കുട്ടികളെ ശല്യം ചെയ്തതിന് അവരുടെ മുന്നിൽ വന്നുപെട്ട പയ്യൻ കുറച്ച് ദൂരെ ഇരിക്കുന്നത് കണ്ടത്. അവൻ യൂണിഫോം ധരിച്ചുകൊണ്ട് സിഗരറ്റിന് വരാറുണ്ട്, എത്ര പറഞ്ഞാലും ഒരു അനുസരണയുമില്ല. പറ്റുമെങ്കിൽ അവനെ പിടിച്ചൊന്ന് ഉപദേശിക്കാൻ ഷോപ്പിലെ പെൺകുട്ടി സോഹനോട് പറയുകയും ചെയ്യുന്നു. ആ സമയത്താണ് കിം അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത്. അവനെ കണ്ടത് സോഹൻ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് കഴിക്കാൻ നിൽക്കാതെ ദോങ്ജും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആ പയ്യൻ കമ്പനി വഴി സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് കിം അവിടെ എത്തിയത്. യൂണിഫോമിലുള്ള അവനെ കണ്ടത് കൊടുക്കാതെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും സോഹൻ അങ്ങോട്ടേക്ക് എത്തി ദോങ്ജുവിനെ കൊണ്ടുവരാൻ പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ദോങ്ജു അവൻ്റെ വണ്ടിയിൽ കയറി പോകുന്നുണ്ടെങ്കിലും വഴിയിൽ വെച്ച് ഞാനൊന്നും കഴിച്ചില്ല എന്നവൻ പറഞ്ഞപ്പോൾ വെറുതെ കള്ളം പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട അവൾ വഴി നിർത്താൻ പറഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവളുടെ പിണക്കത്തിന് കാരണം എന്താണെന്ന് അവന് മനസ്സിലാക്കുന്നില്ല. അവൻ ചിഹ്നയ്ക്ക് ഒപ്പം ഭക്ഷണം കഴിച്ചു കാണുമെന്ന് കരുതിയാണ് അവൾ ദേഷ്യപ്പെട്ടിറങ്ങിയത്. ഫ്യൂണറൽ ഹോമിൽ അന്ന് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴും അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഒരു മുത്തശ്ശിയാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ ചെറുമകൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ല. സോഹൻ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പയ്യനായിരുന്നു അത്. അവനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സോഹൻ. കുറേ തവണ ഫോൺ അടിച്ചിട്ടും അവൻ എടുക്കാതിരിക്കുന്ന കണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഫ്യൂണറൽ ഹോമിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞത്. സോഹൻ ഉടനെ അവനെയും കൂട്ടി അവിടെ എത്തുന്നു. മുത്തശ്ശി മരിച്ചു എന്ന് അവനും അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അവിടേക്ക് കയറാൻ പോലും തയ്യാറാകാതെ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സോഹൻ പുറകെ ഓടിയെങ്കിലും അവൻ നിൽക്കുന്നില്ല. അപ്പോൾ ദോങ്ജു സോഹനെ കാണുന്നത്. അന്ന് രാത്രി ആ പയ്യന്റെ കൂടെ ഫ്യൂണറൽ ഹോമിൽ പോയ കാര്യമൊക്കെ വിൻസെന്റിനോടും കിമ്മിനോടും പറഞ്ഞപ്പോൾ ദോങ്ജുവിനെ ഇഷ്ടമാണെന്ന് കരുതി അവളെ ഫോളോ ചെയ്ത് ജോലി സ്ഥലത്ത് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിൻസെന്റ് സോഹനെ കളിയാക്കുന്നു. അവൾ കാരണമല്ല പോയത്. ആ പയ്യനെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. അവനെ പോലെ തന്നെ അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ മുത്തശ്ശിക്കൊപ്പമാണ് ഞാനും വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോടൊരു അറ്റാച്ച്മെന്റ് തോന്നി. എന്നാലും അവന് മുത്തശ്ശിയോട് കുറച്ചുകൂടി സ്നേഹം കാണിച്ചുകൂടെ? അവനെ കൊണ്ട് മുത്തശ്ശി വളരെയധികം ബുദ്ധിമുട്ടി കാണും എന്നൊക്കെ സോഹൻ അപ്പോൾ പറയുന്നു. ദോങ്ജു ഈ സമയം മുത്തശ്ശിയെ കാണുന്നുണ്ട്. ഫ്യൂണറൽ ഹോമിൽ വെച്ചിരിക്കുന്ന മുത്തശ്ശിയുടെ ഫോട്ടോ മാറ്റി ഫോട്ടോ വെക്കണം എന്ന ആഗ്രഹമാണ് മുത്തശ്ശി പറഞ്ഞത്. ആ ഫോട്ടോയിൽ മുത്തശ്ശി വളരെ സുന്ദരിയാണെന്നൊക്കെ അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാണ്. പക്ഷെ അതിൽ ഒരുപാട് പ്രായം തോന്നും. കുറച്ചുകൂടി ചെറുപ്പമുള്ള ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധം പിടിക്കുന്നു. ഫോട്ടോ മാറ്റുന്നതിനെ പറ്റി ദോങ്ജു അവരുടെ മകനോട് പറഞ്ഞെങ്കിലും അമ്മയുടെ ഏറ്റവും നല്ല ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. കല്ലറയിലും അത് തന്നെയാണ് വെച്ചത്. ഇനി മാറ്റാൻ കഴിയില്ല എന്ന് മകൻ അറിയിക്കുന്നു. മാത്രമല്ല വെറും ഒരു ജോലിക്കാരിയെ അവൾ എന്തിനാണ് ഇക്കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത് ചോദിക്കുകയും ചെയ്യുന്നു. ചീഫ് ഇടപെട്ട് അവൾ ജോലിക്ക് കയറിയിട്ട് അധിക കാലമായില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ എത്തിയ മുത്തശ്ശിയുടെ ചെറുമകനും ഫോട്ടോ മാറ്റാൻ പറയുന്നു. അവൻ കരഞ്ഞുകൊണ്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തതോടെ എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരുന്നു.
എൻ്റെ 20 വർഷത്തെ ജോലിക്കിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാറ്റം വരുത്തേണ്ടി വരുന്നത് എന്ന് ചീഫ് പിന്നീട് ദോങ്ജുവിനോട് പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കുറച്ചുകൂടി ചെറുപ്പമുള്ള ഫോട്ടോ ഉള്ളത് മുത്തശ്ശി താമസിച്ചിരുന്ന ഗ്രാമത്തിലാണ്. അവിടേക്ക് കുറേ ദൂരമുണ്ട്. ദോങ്ജുവാണ് ഫോട്ടോ എടുക്കാനായി പോകുന്നത്. ആ സ്ഥലത്തേക്ക് ബസ് സർവീസ് ഒന്നും ഇല്ലാത്തതിനാൽ കിമ്മിൻ്റെ കമ്പനിയുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അവർ ഇപ്പോഴെത്തുമെന്ന് ചീഫ് അവളെ അറിയിക്കുന്നു. വിൻസെൻ്റാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ഫ്യൂണറൽ ഹോമിനോട് ചേർന്ന് തന്നെയുള്ള ഹോസ്പിറ്റലിലാണല്ലോ ചുൻഹ വർക്ക് ചെയ്യുന്നത്. അവൾ ഡ്യൂട്ടിക്കിടയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് കിമ്മിൻ്റെ കമ്പനിയുടെ വണ്ടി അവിടെ പാർക്ക് ഇരിക്കുന്നത് കണ്ടത്. അവൾ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ദോങ്ജു വന്നതിലേക്ക് കയറി പോകുന്നത് കണ്ട് നിരാശയാകുന്നു. വിൻസെൻ്റാണ് വരുന്നതെന്ന് പറഞ്ഞെങ്കിലും കിം ആയിരുന്നു വന്നത്. ദോങ്ജു അവനെ കണ്ട് പിണക്കം നടിച്ചെന്ന് ഇരിക്കുകയാണ്. അങ്കിൾ വരുമെന്ന് പറഞ്ഞിട്ട് എന്താണ് അവൻ വന്നതെന്ന് ഇടയ്ക്ക് അവൾ ചോദിക്കുന്നു. നൈറ്റ് ഡ്രൈവിംഗ് അങ്കിളിനെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് അവൻ പറഞ്ഞത്. കുറെ കഴിഞ്ഞപ്പോഴാണ് അവളുടെ പിണക്കത്തിന് കാരണം ചുൻഹയ്ക്കൊപ്പം ഫുഡ് കഴിക്കാൻ പോയി എന്ന തെറ്റിദ്ധാരണയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. ജോലിയുടെ ഭാഗമായി പോയതാണ്, ഭക്ഷണം കഴിച്ചില്ല, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതല്ല എന്ന് അവൻ അവളോട് പറയുന്നു. ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും അവസാനം അവൾ വിശ്വസിക്കുന്നുണ്ട്. അങ്കിളിന് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കള്ളമാണ്, നിന്റെ ഒപ്പം വരാൻ വേണ്ടി ഞാൻ തന്നെ വന്നതാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുന്നു. അവർ ഗ്രാമത്തിലെ മുത്തശ്ശിയുടെ വീട് കണ്ടെത്തി അതിനുള്ളിൽ കയറി ഫോട്ടോ കാണുന്നു. ഫോട്ടോ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും കിം മേശയ്ക്കുള്ളിലും മറ്റും വേറെ എന്തോ തിരയുന്ന കണ്ട് ദോങ്ജു വെറും തിരക്കുന്നു. അപ്പോഴേക്കും അവനൊരു പാക്കറ്റ് സിഗരറ്റ് കണ്ടെടുത്തിരുന്നു. അതാ മുത്തശ്ശിയുടെ ചെറുമകന് നൽകണമെന്ന് പറഞ്ഞ് അവൻ അവളെ ഏൽപ്പിക്കുന്നു. അവനോട് സിഗരറ്റ് വാങ്ങിക്കൊണ്ടിരുന്ന അവൻ റിക്വസ്റ്റ് അയച്ചിരുന്നല്ലോ. സിഗരറ്റുമായി എത്തിയപ്പോൾ ആളെ കണ്ട കിം അത് നൽകുന്നില്ല. എനിക്ക് വേണ്ടിയല്ല, മുത്തശ്ശിക്ക് വേണ്ടിയാണ്, വളരെ അത്യാവശ്യമാണ്, മുത്തശ്ശി മരണക്കടയിലാണ് എന്നൊക്കെ അവൻ പറഞ്ഞിട്ടും കിം വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ അത് സത്യമാണെന്ന ബോധ്യമായതുകൊണ്ട് അവനത് തപ്പിയെടുത്ത് കൊടുത്തതാണ്. സിഗരറ്റ് വലിക്കാറുള്ളതിനെ കുറിച്ച് മുത്തശ്ശി ദോങ്ജുവിനോടും പറഞ്ഞിരുന്നു. ഫ്യൂണറൽ സ്ഥലത്ത് വെച്ചിരുന്ന ഫോട്ടോ എടുക്കുന്ന സമയമൊക്കെ മുത്തശ്ശിക്ക് സിഗരറ്റ് വലിയ ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് സിഗരറ്റിൻ്റെ മണമാണെന്ന് പറഞ്ഞ് അവൻ അകറ്റി നിർത്തിയിരുന്നു. ആ വല്ലായ്മയോടെ ആയിരുന്നു മുത്തശ്ശി ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. ആ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അവന് കുറ്റബോധം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ഒപ്പം വന്നേക്കാൾ കുറെ കാലം മുമ്പെടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വേണമെന്ന് മുത്തശ്ശി അവളോട് പറഞ്ഞത്. മുത്തശ്ശി പറഞ്ഞ ഫോട്ടോ തന്നെ അവൾ ഫോണിൽ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഫ്യൂണറൽ ഹോമിൽ വെച്ചിരുന്ന ഫോട്ടോ മാറ്റി അത് വെച്ചപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചെറുമകൻ പൊട്ടിക്കരയുന്നു. ആഗ്രഹം സാധിച്ചോടെ മുത്തശ്ശി സന്തോഷത്തോടെ യാത്രയാക്കുന്നു. ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഒന്ന് കുറയുകയും ചെയ്യുന്നു. കിമ്മും ദോങ്ജും കൂടി തിരികെ മടങ്ങുന്ന വഴിയിൽ വണ്ടി ഒരു അപകടത്തിൽ പെടുന്നുണ്ട്. അവർ വലിയ പരിക്കുകളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. റിക്കവറിക്ക് അവൻ ആളെ വിളിച്ചു നോക്കിയെങ്കിലും റിമോട്ട് ഏരിയ ആയതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ വരാൻ കഴിയൂ എന്ന് അവർ അറിയിക്കുന്നു. ദോങ്ജു ചീഫിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. തൽക്കാലം മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെ അന്ന് രാത്രി തങ്ങാൻ ഫ്യൂണറൽ ഹോമിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ പറയുന്നു. ദോങ്ജുവിന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റിയതുകൊണ്ട് അവൻ അവളെ തോളിലെടുത്തുകൊണ്ട് പോകുന്നു. ആ വീട്ടിലെത്തിയ ശേഷം അവൾ തന്നെ കാലിൽ ബാൻഡേജ് ചുറ്റുന്ന കണ്ടപ്പോൾ അവൻ സഹായിക്കാൻ ചെല്ലുന്നു. കാലിന് പറ്റിയ പരിക്ക് കാരണമാണ് ടേബിൾ ടെന്നീസിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്നത്. അതുകൊണ്ട് ഈ പരിക്ക് അത്ര പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് അത് ചെയ്തത്. ഡോക്ടർമാർ നൽകുന്ന പോലെ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചും മറ്റും അവൻ നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ നീ ഡോക്ടറാണെന്ന് അവൾ തമാശയായി ചോദിക്കുന്നു. അവന്റെ മുഖത്തെ സീരിയസ്നെസ് കണ്ടപ്പോഴാണ് എക്സ് ലവർ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നത്. അവനും ഡോക്ടർ തന്നെയാണെന്ന് അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്. കുറെ കാലം മുമ്പ് കുറച്ചുനാൾ ഡോക്ടറായിരുന്നു എന്ന് അവൻ വളരെ ബുദ്ധിമുട്ടി പറയുന്നത് കണ്ട് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് അവൾ നിസ്സാരമായി പറയുന്നു. മാത്രമല്ല അവന്റെ പനി കുറവുണ്ടെന്ന് കവിളിത്തൊട്ട് നോക്കുകയും ചെയ്യുന്നു. നിനക്ക് പനിയുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ല, അങ്ങനെയുള്ള നീ എന്ത് ഡോക്ടറാണെന്ന് അവൾ അവനെ കളിയാക്കുന്നുണ്ട്. രണ്ടുപേരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കൊണ്ട് മുറിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൾ റൈസ് വാട്ടർ അവന് കുടിക്കാൻ നൽകിയിട്ട് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. മാത്രമല്ല തലേ ദിവസം അവന് നൽകാനായി വാങ്ങിയ കോൾഡിൻ്റെ മെഡിസിനും അവനെ കഴിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവനോട് മുറിയിൽ തന്നെ കിടക്കാൻ പറയുന്നു. പുറത്ത് പോയി കിടന്നോളാം എന്നവൻ നിർബന്ധം പിടിച്ചെങ്കിലും രാവിലെ ഡ്രൈവ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞ് നിർബന്ധിച്ച് അവൾ അവനെ പിടിച്ച് കിടത്തുന്നു. അതിനുശേഷം അവൾ എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോകുന്നുണ്ട്. ദോങ്ജു കിമ്മിൻ്റെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടത് മുതൽ ചുൻഹയ്ക്ക് ഒരു സമാധാനവും കിട്ടിയിരുന്നില്ലായിരുന്നു. അവസാനം അവൾ വിൻസെൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കുറേ കാലത്തിന് ശേഷം അവളുടെ കോൾ വന്നപ്പോൾ അവനൊന്ന് സർപ്രൈസ് ആയെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ തിരക്കിയ ശേഷം അവൾ കിമ്മിനെ കുറിച്ചും തിരക്കുന്നു. അവനൊരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന് അങ്കിൾ പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമാകുന്നുണ്ട്. അവൾ മുറിയിൽ വന്ന് കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ടും ഇപ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യാത്തതെന്ന് അവൾ എന്താണ് ചോദിക്കാത്തത്, ബാക്കി എല്ലാവരും ചോദിച്ചിട്ടുണ്ടല്ലോ എന്നവൻ ചോദിക്കുന്നു. ഞാൻ 10ാം വയസ്സിൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങിയതാണ്. മറ്റു കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ടൂർ പോരുന്ന സമയത്തുമെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കളി നിർത്തിയപ്പോൾ എല്ലാവരും എന്നോട് കാരണം തിരക്കിയിരുന്നു. എല്ലാവരോടും എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ, എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നിന്റെ കാര്യം എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നവൾ പറയുന്നു. ചോദിച്ചാലും പറയുമായിരുന്നില്ല, പക്ഷേ പറഞ്ഞില്ലെങ്കിലും ഇത്രത്തോളം മനസ്സിലാക്കുന്ന അവളെ ഡിപ്പെൻഡ് ചെയ്യാൻ അറിയാതെ ആഗ്രഹം തോന്നിപ്പോവുകയാണ്. അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് സങ്കടങ്ങൾ പറഞ്ഞ് കരയാൻ തോന്നിപ്പോവുകയാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും അവൻ വണ്ടി ശരിയാക്കി തിരികെ വന്നിരുന്നു. രണ്ടുപേരും വേഗം റെഡിയായി പുറപ്പെടുന്നുണ്ട്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ ആരോടും പറയാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് അതൊക്കെ പറയാം എന്നവൻ തലേന്ന് രാത്രിയിൽ പറഞ്ഞതിന് മറുപടി എന്നോണം അവൾ പറയുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ സൗഹൃദം കുറച്ചുകൂടി സ്ട്രോങ് ആയാണ് അവർ മടങ്ങിയത്. ദോങ്ജു ഏൽപ്പിച്ച സിഗരറ്റ് മുത്തശ്ശിയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ചെറുമകൻ വെക്കുന്നുണ്ട്. ഒരാളോട് ഇഷ്ടം തോന്നിയ വിവരം സോറ അന്ന് വൈകിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നു. ആളാരാണെന്ന് പക്ഷേ അവൾ പറയുന്നില്ല. ആരും അവൾക്ക് കഴിക്കാൻ നൽകിയ കുക്കീസ് പോലും വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൾ കഴിക്കുന്നില്ല. മനസ്സ് നിറയിപ്പോൾ അയാളുടെ ഇഷ്ടമാണ്, വിശപ്പൊന്നും പറയാൻ കഴിയുന്നില്ല, എപ്പോഴും അയാളെക്കുറിച്ചുള്ള ചിന്തയാണെന്നൊക്കെ പറഞ്ഞ് സോറ അവൾക്ക് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ കിമ്മിനെ കാണുമ്പോൾ ഇപ്പോൾ എനിക്കും ഇതെല്ലാം തോന്നാറുണ്ടല്ലോ എന്ന് ദോങ്ജു ചിന്തിക്കുന്നു.
ആ കുക്കീസ് കിമ്മിന് നൽകാനായി അതും എടുത്തുകൊണ്ടാണ് അവൾ പോയത്. അവൻ്റെ ഓഫീസിലേക്ക് അതുമായി ചെല്ലുന്നുമുണ്ട്. പതിവില്ലാതെ അവൾ അങ്ങോട്ടേക്ക് കയറി ചെന്നുകൊണ്ട് അവൻ കോഫി എടുക്കുന്നു. രണ്ടുപേരും കൂടി അത് കുടിക്കാനായി തുടങ്ങുമ്പോഴാണ് പുറത്താരെ വന്നപോലെ തോന്നിയാൽ അവൻ എഴുന്നേറ്റ് നോക്കാനായി ചെന്നത്. ചുൻഹ ആയിരുന്നു വന്നത്. ഞാൻ അവനെ കൊല്ലട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വരുന്നു. കിം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ആരെക്കുറിച്ചാണ് അവർ പറയുന്നത് മനസ്സിലാക്കാതെ ദോങ്ജു അവരെ നോക്കുന്നുണ്ട്. കുറേ മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരിക്കുന്ന ഒരു പേഷ്യന്റിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.